الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وقال النبي صلى الله عليه وسلم بادروا بالأعمال فتنا كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുത്തത്തെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ ഈ വരവിനെയും ഈ കൂടലിനെയൊക്കെ സബബാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വലിയ കരുണയുള്ളവനാണ്. അല്ലാഹുവിനേക്കാൾ കരുണയുള്ള വേറെ ആരുമില്ല. നമ്മളെ ഉമ്മനേക്കാൾ കരുണയുള്ളവനാണ്. നമുക്കറിയാം, നമ്മളെ ഉമ്മ നമ്മളോട് ഇത്ര കരുണ കാണിക്കുന്നുണ്ട്. ഉമ്മാന്റെ കരുണയും ഉമ്മാന്റെ സ്നേഹമൊക്കെ അറിഞ്ഞ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അല്ലാഹു തആല അതിനേക്കാളും വലിയ കരുണയുള്ളവനാണ്. അള്ളാഹിനേക്കാളും വലിയ കരുണയുള്ള വേറെ ആരുമില്ല. അവൻ അള്ളാഹു എന്നെ നമ്മളെ അറിയിക്കുന്നതാണ്. അവൻ റഊഫാണ്, അവൻ റഹീമാണ്, അവൻ റഹ്മാനാണ്, അവൻ വദൂദാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. നിങ്ങൾ കുറച്ചും ചേർന്നിരിക്കും. അള്ളാഹുവിനേക്കാൾ കരുണയുള്ള വേറെ ആരുമില്ല. അവൻ എത്ര വലിയ കരുണയുള്ളവനാണെന്ന് അറിയാം. അവൻ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ ആവശ്യങ്ങൾ മുഴുവൻ കണ്ടറിഞ്ഞ് പൂർത്തിയാക്കി തന്നു. ഇപ്പോഴും നമ്മളെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരുന്നവൻ അവനാണ്. അവൻ യജമാനനാണ്. ആവശ്യങ്ങളെല്ലാം നമ്മളെക്കാൾ കൂടുതൽ അറിയുകയും അതിനെ പൂർത്തിയാക്കി തരികയും ചെയ്യാൻ. നമ്മൾ അവനെ മറക്കുമ്പോഴും അവൻ നമ്മളെ മറക്കാതെ നമ്മളെ കൊണ്ടെടുക്കുന്നത്. ഈ അല്ലാഹു തആല മുഴുവൻ മനുഷ്യരും രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്ക്, രക്ഷയുടെ വീട്ടിലേക്കാണ് അല്ലാഹു എല്ലാവരും വിളിക്കുന്നത്. രക്ഷയുടെ വീട്ടിലേക്കാണ്. അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നിട്ടാണ്. മനുഷ്യർ നശിക്കരുത്. ദുനിയാവ് പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്. ദുനിയാവിന്റെ വസ്തുക്കൾ മനുഷ്യന് പരീക്ഷണമാണ്. പക്ഷെ ഇതൊക്കെ അറിയുന്ന അല്ലാഹ് മനുഷ്യരെ ബോധവാന്മാരാക്കാൻ വേണ്ടി നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. ഒരു നബിനെ അയക്കേണ്ടൊന്നും ആവശ്യമില്ല അല്ലാഹ് ഇതൊക്കെ. പക്ഷെ നമ്മളോടുള്ള കരുണയോട് കൂടിയാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത്. നമുക്ക് വഴി പറഞ്ഞുതരാൻ, നമുക്ക് വഴി കാണിച്ചു തരാൻ നബിമാര് വന്ന് നമുക്ക് വഴി കാണിച്ചു തന്നു, നമുക്ക് പറഞ്ഞു തന്നു. എന്നാലും എന്റെ അടിമകൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അടിമകളോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യത്തിന്റെ പേരിൽ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയും അല്ലാഹു തന്നെ ഉണ്ടാക്കിയിട്ടാണ്. അടിമകളിൽ നിന്ന് പാവങ്ങൾ സംഭവിക്കും. പക്ഷെ അവരെ പാവം പുറത്തു കൊടുക്കാനുള്ള സംവിധാനം, അതിനുള്ള വഴികളും അല്ലാഹു തന്നെ ഉണ്ടാക്കാൻ. മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ എത്ര വഴിയുണ്ട് അറിയാൻ.
ഒരാൾ വുളു ചെയ്ത് വീട്ടിൽ നിന്ന് അയാൾ പുറപ്പെടുകയാണെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെടോടുകൂടി അയാളുടെ കാൽപാദങ്ങൾക്കനുസരിച്ച് അയാളുടെ പാപങ്ങൾ എന്താക്കും? അല്ലാഹു തആല പുറത്തു വരും. അല്ലാഹു തആലക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചതാണ്, അതിന്റെ ദിവസങ്ങൾ തന്നെ വാങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ വിചാരിക്കണേ, രക്ഷപ്പെടണമെന്ന് വിചാരിക്കണേ, മനുഷ്യർക്കൊക്കെ പുറത്തു വരാനുള്ള വഴി അള്ളാഹു തന്നെ ഉണ്ടാക്കണ്ടേ. വുളു ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വരുന്ന ആൾക്കാരുടെ കാൽപാദങ്ങൾ അയാൾക്ക് നന്മ എഴുതും, അയാളുടെ തിന്മകളെ മായ്ച്ചു കളയും. അയാളുടെ തിന്മകൾ മായ്ച്ചു കളയും. എത്ര ചവിട്ടടി വെക്കണ്ട ഒരാൾ വുളു ചെയ്യുന്നതോടുകൂടി അയാളുടെ കണ്ണുകൊണ്ട് നോക്കിയത്, അയാളുടെ കൈകൊണ്ട് പ്രവർത്തിച്ചത്, കാലിൽ നടന്നത് തുടങ്ങിയ അവന്റെ അവയവങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റില്ല. വുളു കഴിയലോടുകൂടി മനുഷ്യര് അതിന്റെ പാപങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കാൻ, വുളുവോട് കൂടി പാപങ്ങൾ പുറത്തു കൊടുക്കാൻ. നിസ്കരിക്കുമ്പോഴേ അയാളെ പാവങ്ങൾ പുറത്തു കൊടുക്കാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ പിടിച്ചു നബി തങ്ങൾ ശാസനങ്ങൾ. എന്നിട്ട് അതിന്റെ ഇലകളൊക്കെ താഴെ വീഴുന്ന നിലയിൽ അതിനെ കുലുക്കി. ശൈത്യകാലത്ത്, തണുപ്പുള്ള കാലത്ത് ഇലകൾ മൊത്തം താഴേക്ക് വീണ സമയമുണ്ടല്ലോ, തേക്കിന്റെ, റബ്ബറിന്റെ, പിന്നെ അങ്ങനത്തെ കുറെ മരങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഇലകൾ ഫുള്ള് നമ്മുടെ നാട്ടിൽ കൊഴിയും. ഇതേമാതിരി കൊഴിയുന്ന ഒരു മരത്തിന്റെ കൊമ്പ് പിടിച്ച് ഫുള്ള് കുലുക്കി. എന്നിട്ട് ചോദിച്ചു, സൽമാൻ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്താ ചോദിക്കാത്തത്? സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത്? നബി തങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ 5 വക്ത് നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഈ മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് അതിന്റെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവന്റെ മുഴുവൻ പാപങ്ങളും കൊഴിഞ്ഞു പോകും. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, സത്യം നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണത് എന്റെ പാവങ്ങൾ പൊറുക്കാനുള്ളതാണ്. വിവിധങ്ങൾ ശാസനങ്ങൾ ഒരുപാട് ഉപമ പറഞ്ഞു. ഒരാളുടെ വീട്ടുപടിക്കൽ കൂടി ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആഴമുള്ള നദിയാണ്. അതിലൊരാൾ 5 പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് ചോദിച്ചു. അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? സഹാബാക്കൾ പറഞ്ഞു, അയാളിൽ എന്താ അഴുക്ക് അവശേഷിക്കാൻ? കാരണം 5 പ്രാവശ്യം നല്ല ആഴമേറിയ നദിയെന്നും ഒഴുക്കുള്ള നദിയെന്നും പറഞ്ഞത്. നെഹ്റിൻ ജാരിൻ റംറിൻ, ആഴമുള്ള ഒഴുക്കുള്ള നദി. ആ നദിന്റെ പ്രത്യേകത എന്താ? ഒഴുക്കുള്ള നദി അത് ശുദ്ധമായിരിക്കും, നല്ല ആഴുണ്ടെങ്കിലും അത് ശുദ്ധമായിരിക്കും. ശുദ്ധമായ വെള്ളമുള്ള നദിയിൽ കുളിക്കും അയാൾ, അഴുക്ക് മൊത്തം പോവാണ്. ഇതേപോലെയാണ് 5 വക്ത് നമസ്കാരത്തിന്റെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പാപങ്ങൾ? പാപങ്ങൾ എന്താണ്? റബ്ബായ അല്ലാഹുവിനോടുള്ള അനുസരണക്കേടിന്റെ പേരാണ് പാപം. നമുക്കറിയില്ലോ, നമ്മളെ മക്കളോ നമ്മളെ ഭാര്യയോ നമ്മളെ കീഴിലുള്ളവരോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് എത്ര വേദന ഉണ്ടാവും. നമ്മൾ ഉപകാരം ചെയ്ത ഒരാൾ, നമ്മളൊരു തൊഴിലാളി, അയാൾ നമുക്ക് പണിയൊന്നും, എത്ര വേദന ഉണ്ടാവും. നമ്മളെ ഭാര്യ അവളെ നമ്മളോട് അനുസരണക്കേട് കാണിച്ചു, എത്ര വേദന ഉണ്ടാവും. നമ്മളെ മക്കൾ നമ്മളെല്ലാം കൊണ്ടെടുക്കുന്നത്, നമ്മൾ എല്ലാ അവസ്ഥയും ചെയ്യുന്ന ആൾ, അവർ നമ്മളോട് എതിര് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാവും. എന്നാ എല്ലാം നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ പരിപാലിച്ചു, നമുക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ ഈ അള്ളാഹുവിനോട് നമ്മൾ എതിര് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വലിയ അക്രമമാണ്. അത് അള്ളാഹു തആല പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ. നിങ്ങൾ ഖുർആൻ ശരീഫ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുന്നിടത്തൊക്കെ അള്ളാഹു തആല പറയുന്നുണ്ടാവും, യഗ്ഫിർ ലക്കും ദുനൂബക്കും, ഇതേപോലത്തെ വാക്കുകൾ പറയുന്നുണ്ടാവും. നിങ്ങളെ പാപം മഗ്ഫിറത്തൻ മിനല്ലാഹ്, അള്ളാഹുവിനുള്ള പാപമോചനം ഉണ്ടാവും. ഇതിങ്ങനെ പറയും. സ്വർഗത്തിന്റെ നിയമത്തുകളൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഇത് പറയും. ഇതെന്തിനാ പറയുന്നത്? നമ്മളത് വളരെ സിമ്പിളായി, നമുക്ക് സ്വർഗം, അതിലെ തോട്ടങ്ങള്, അതിലെ ഹൂറികള്, അതിലെ പഴവർഗ്ഗങ്ങള്, അതിലെ പാല്, അതൊക്കെ നമ്മളൊക്കെ നോട്ടുണ്ടാകുക. അള്ളാഹു അവിടൊക്കെ പറയുണ്ടാവും, അള്ളാഹു പാപം പുറത്തു വരുന്നു. സത്യത്തിൽ ഇതിനേക്കാളൊക്കെ വലുത് പാപം പുറത്തു തരില്ല. കാരണം പാപം എന്നുള്ളത് ആരോടാ ചെയ്യുന്നത്? എല്ലാമായ അള്ളാഹുവിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കാൻ. നമ്മളെ വാപ്പ ഒരു 100 രൂപ എന്നിട്ട് നീ അത് ചെയ്യരുതടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതന്നെ ചെയ്യുകയാണെങ്കിൽ ആ വാപ്പക്ക് എത്ര ഇതുണ്ടാവും? ആ വാപ്പനോട് കാണിക്കുന്ന അനുസരണക്കേടാണ്. കണ്ണ് എന്ന് അള്ളാഹിനോട് അള്ള കാണണ്ടെന്ന് പറഞ്ഞ് കാണുക, അള്ള കേൾക്കണ്ടെന്ന് പറഞ്ഞ അള്ള തന്നെ ചെവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അവകാശമായിരിക്കാണ്. ചെവിന്റെ കേൾവി ശക്തി പോയ ഒന്നും കാട്ടാൻ പറ്റില്ല, ഒന്നും കാട്ടാൻ പറ്റില്ല. ടെക്നോളജിക്ക് എത്ര ഉയരത്തിലാണെങ്കിലും, വൈദ്യശാസ്ത്രം എത്ര ആകാശം മുട്ടിയിട്ടുണ്ടെങ്കിലും ചെവിന്റെ തണ്ട് വലിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ
എല്ലാവരും കൈമാറത്തേണ്ടി വരും. ഉദാഹരണം കേൾക്കുക എന്നുള്ളത് നമ്മളെ അവകാശമൊന്നുമല്ല. ഇപ്പോഴും ഉണ്ട് ആൾക്കാരെ കേൾവിശക്തി ഇങ്ങനെ കുറഞ്ഞു പോകണം, കേൾവിശക്തി കുറഞ്ഞു പോണത് ഒന്നും കാണാൻ പറ്റില്ല. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ആലിമാണ്. അവന് പഠിക്കുന്ന കാലത്തൊക്കെ ഫുള്ള് നമ്മളോട് പന്തൽക്കരും ഉള്ള അരച്ചിൽ ഉഷാറായിട്ടുള്ള ആളാണ്. പഠനമൊക്കെ കഴിഞ്ഞു, പഠിപ്പിച്ചിരുന്നു കുട്ടികളെ, ഇപ്പൊക്കെ കേട്ടിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവന്റെ കേൾവിശക്തി ഇങ്ങനെ പറയാൻ അവന്റെ ഉപ്പാക്ക് ഉണ്ടായിരുന്നത്. അവന്റെ ഉപ്പാനൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഒരു ഇതൊക്കെ വെച്ചിട്ടാണുള്ളത്. കേൾവിശക്തി ഇങ്ങനെ കുറഞ്ഞു പോയി. ഇപ്പൊ എനിക്കൊന്നും കേൾക്കില്ല. ഇന്നലെ ഇസ്തിമൊക്കൊന്നും വന്നിട്ടില്ല. ആൾക്കൂട്ടത്തിൽ ഉടുക്ക് വരലില്ല. വല്ലപ്പോഴൊക്കെ ഞാനൊക്കെ പോകുമ്പോൾ ആ നാട്ടിലൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ അവനൊരു മെസ്സേജൊക്കെ അയക്കും. അപ്പൊ ചുളിവിൽ വന്നിട്ട് ഇന്നൊക്കെ ഒന്ന് കാണും, അല്ലെങ്കിൽ ഞാനോണൊന്ന് പോയി കാണും. എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്? നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലാവൂല. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ എത്ര കുട്ടികളുടെ ചോദിച്ചാൽ അവൻ വേറെ മറുപടി വരാം. കാരണം അവനക്ക് മനസ്സിലാവില്ല. ചുണ്ടുമ്പെന്നൊക്കെ പഠിക്കണാണ്, കേൾക്കൂല. ഇന്നലെ അവന്റെ അനുജനം കണ്ടിട്ടുണ്ട്. അപ്പൊ അവനോട് ഞാൻ എന്താ വർത്താനം പറഞ്ഞു, ഓൻക്കും കേൾവി കുറഞ്ഞു തുടങ്ങി. ഓൻക്കും കേൾവി കുറഞ്ഞു വരികയാണ്. വൈദ്യശാസ്ത്രം എത്ര ഇതിലെത്തിയിട്ടുണ്ട്, അവർ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. പക്ഷെ അത് അങ്ങനെ കുറയണ ഡോക്ടർമാരൊന്നും പറയാൻ പറ്റില്ല. ഞരമ്പ് അങ്ങനെ ആകാണെന്ന് പറയുന്നത് സ്ഥലം. ഇതാണ് നിന്നാൽ കഴിഞ്ഞു, ഇതാണ് പോയാൽ കണ്ണുകാട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊക്കെ നിലനിൽക്കുന്നതിനാണ്. നമ്മൾ ആറാമ് കേട്ടുകൊണ്ടിരിക്കണം, നമ്മൾ ആറാമ് കണ്ടുകൊണ്ടിരിക്കണം, നമ്മൾ ആറാം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളൊറ്റ കാലി ഈ ഉപകാരം ചെയ്ത അള്ളാഹിനോട് നമ്മൾ എത്ര എതിരെയുണ്ട്. ഇതൊക്കെ നിലനിൽക്കണോണ്ടാണ് നമുക്കിത് മനസ്സിലാവേണ്ടത്. ചെവിവേദന ഒന്നാതി ഉറങ്ങൂല, രാത്രി ഉറങ്ങോ? നമ്മളൊരു എല്ലാ വേദന സഹിക്കാൻ എന്ത് സഹിക്കാൻ കഴിയില്ല? ചെവിവേദന സഹിക്കാൻ കഴിയില്ല. പല്ലുവേദന എന്നാലോ? പല്ലുവന്നാലും ഇതേ കാലമൊക്കെ പറയുന്നത് എല്ലാം സഹിക്കാം, പല്ലുവേദന സഹിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു വേദന സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്ത് അതിന്റെ സത്യം. അല്ലാഹു തആല അതിനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിൽ നിയമത്തുകളെ മനസ്സിലാവണം. ഇന്നലെ അവിടെ ഇസ്തിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേൾവിശക്തി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വീലാണ്ടായിരുന്നു. വീലാൻ ശേഷം പിന്നെ അവനിങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ വളരെ കൂളായിട്ടാണ് നമ്മളെ ചൊർക്കിന് കാണുന്നത്, ആക്ഷനൊക്കെ കാട്ടുന്നത്, ചൊർക്കിന് കാണുന്നത്. അവരവസ്ഥ ഞാനങ്ങനെ അതിൽ നടന്നു പോകുമ്പോൾ അവർക്ക് തെർജുമൈന ഒരാളുണ്ട്. അയാളിനോട് സലാമൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കിത് ഓടില്ല, പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഓരോ കൂടെ രണ്ടാൾക്കാരുണ്ട്, രണ്ടാളിന്റെ കൈയൊക്കെ പിടിച്ച് വർത്തമാനം പറഞ്ഞാണ്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനോട് പറയണ മനസ്സിലാവില്ല. അപ്പൊ ഓരോനോട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. രണ്ടാൾക്കാർ വേറൊരു കുഴപ്പമില്ല. അപ്പൊ മുമ്പ് ഇടുന്നോ എല്ലാം കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്, അയാളല്ല ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടത്തില്. ഞാനിങ്ങനെ ആലോചിക്കണേ, അവർക്ക് എന്തൊക്കെ എന്നോട് പറയാണ്ട്, എനിക്ക് ഓരോടും പറയാണ്ട്. രണ്ടുകൂട്ടർക്കും അവണ്ടോട്ടും പറയാൻ പറ്റില്ല. അയ്യോണ്ട് ഇങ്ങനെ കാട്ടാന്നല്ലാതെ പറഞ്ഞില്ല. ഒരു നമ്മളുടെ ജീവിക്കുന്ന ആളാണ്. കൈകൊണ്ടൊക്കെ കാട്ടാൻ പറ്റില്ല, ഇരുട്ടത്തും ചെയ്യും. ശ്രദ്ധിച്ചു ഞങ്ങളെപ്പോഴും കറണ്ട് അടുത്ത് പോയി എന്താ കാട്ടുക? കൈകൊണ്ട് കാട്ടിയ ആര് കാണാൻ? അട്ടഹസിക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലുണ്ടോ? അട്ടഹസിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹു തന്ന നിഅമത്തിനെ നമ്മൾ അറിയാന്നുള്ളത് വലിയ കാര്യമാണ്. കണ്ണിന്റെ കാഴ്ചയില്ലാത്ത മനുഷ്യർ ആലോചിക്കും. ഓരോരോ കുട്ടിന്റെ മുഖം കൂടി കണ്ടിട്ടുണ്ടാവില്ല, ഓരോരോ ഭാര്യന്റെ മുഖം കണ്ടില്ല, ഓർക്ക് ജന്മം നൽകിയ ഉമ്മാനെ ഓര് കണ്ടിട്ടില്ല. കാണാതെ 2-3 മിനിറ്റ് കണ്ണടച്ചിട്ട് നടന്നു നോക്കി നിങ്ങള്. ദുനിയാവ് കണ്ടറിയാം. പക്ഷെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ സംസാരിക്കുന്നുണ്ട്, കിട്ടിയത് മുഴുവൻ തിന്നുന്നുണ്ട്, ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട്. നമ്മൾ അറിയില്ല നമ്മളെപ്പറ്റി, നമ്മളെപ്പറ്റി അറിയില്ല. എത്ര നിയമം. നമ്മൾ പൈസ ഇല്ലാത്തത് മാത്രമേ പറയുള്ളൂ, നമ്മൾ പേരില്ലാത്തത് മാത്രമേ പറയുള്ളൂ. പൈസ ഇല്ല, അല്ലെങ്കിൽ അതില്ല, പെരല്ല, അല്ലെ പെര ചോർന്ന് നിൽക്കുന്നേ, അല്ലെ ഒണ്ടില്ല, ഇല്ലാത്തതേ പറയുള്ളൂ. ഉള്ളത് പറയും. കണ്ണ് കാണാത്ത ഒരാളോട് പറയണമെങ്കിൽ 2 പേരെ ചേരാന്ന കണ്ണ് വേണമെന്ന് വെച്ചാൽ എന്താ പറയാ? പെരന്നെ വേണ്ട, എന്ത് മതി? എനിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടിയാൽ മതി, അത് മതി. നമ്മൾ ആലോചിക്കുന്നു, ഒന്ന് കണ്ണ് കെട്ടിട്ട് ഒന്ന് നടത്തി വെക്കുക. എന്ത് രസമുള്ളത് ദുനിയാവില്.
അവനവന്റെ മക്കൾ ചിരിക്കട് കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കി നിയമത്ത് എത്ര വലുതാണെന്ന്. ഓരോ നിയമത്തുകളും പിൻവലിക്കപ്പെടുമ്പോഴാണ് അതിന്റെ അവസ്ഥ മനസ്സിലാവുക. ഞാൻ വേറൊരു കൂട്ടുകാരൻ എന്നല്ല അവിടെ നിന്ന് കഴിഞ്ഞു, എറണാകുളത്ത് സമ്മേളനത്തിന്. പക്ഷെ നല്ല ആരോഗ്യമുള്ളതാണ്, ഉഷാറുള്ളവനാണ്. അവിടെ എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണതാണ്. അപ്പോൾ അങ്ങനെ തിരിയില്ല. അവനക്കൊരു സർജറി എന്ന് ചെറിയൊരു ക്യാൻസറിന്റെ ഒരു ശാഖ വന്നിട്ട് ഇവിടെ നന്നായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അവനോട് കഴുത്ത് ഞാൻ തിരിക്കാൻ കഴിയില്ല. ഭയങ്കര കാര്യത്തിലുള്ള ഭയങ്കര ജോലിയില് വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡ് വന്ന് വണ്ടിയും കച്ചവടവും കുടുത്തമുട്ട കച്ചവടമൊക്കെ നടത്തുകൊണ്ട് ചെറിയതൊക്കെ കളത്തൊക്കെ വശതായുള്ള വലിയ അച്ചോട് ചെയ്യുന്ന ആള്. പക്ഷെ കഴുത്തിങ്ങനെ തിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. സർജറി ഒക്കെ കഴിഞ്ഞ് നിൽക്കാൻ. ഞാൻ ആ ഓരോ നാട്ടിൽ പോയവനെ കണ്ടില്ലേ, ഞാൻ വെറുതെ വിളിച്ചു ചോദിച്ചു. വേറെ ആളോട് ചോദിച്ചു പറഞ്ഞു പേടിച്ചിട്ടുള്ളത്. കളിച്ച് ചിരിച്ച് പൈസ ഇഷ്ടം പോലെ റാഹത്തിൽ നടക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു അസുഖം വന്നു. വെറുതെ നോക്കിയതാണ് ഒരു മഴ. നോക്കുമ്പോ പിന്നെ പരിശോധിച്ച് നോക്കുമ്പോ മറ്റേതാണ് എന്റെ വേക്കിൽ കൂടി. നമ്മൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ അവസ്ഥകളിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ട്. നമുക്കിപ്പോ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുടിക്കാം. എത്ര കുടിക്കേണ്ടേ കണക്കൊന്നുമില്ല. ഇഷ്ടമത്ര കുടിക്കാം. ഒരു വസ്തുവില്ല. കുപ്പി ഒന്നായിട്ട് പറഞ്ഞത് ഒന്നായിട്ട് വയ്ക്കാം. ഒരു കുഴപ്പമില്ല. ദാഹിക്കുമ്പോഴൊക്കെ നമ്മൾ കുടിക്കുന്നു. പക്ഷെ എത്രയോ നമ്മളിടയിൽ ജീവിക്കണം മനുഷ്യരുണ്ട്. അവർക്ക് നിർണിതമായ അളവാണ് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ കിഡ്നി പോയിട്ടില്ല. ദാഹത്തിന്റെ മെഷീൻ പോയിട്ടില്ല. ആ സ്ഥലം പോയിട്ടില്ല. ദാഹം ഓൾറെഡി ഉണ്ട്. ദാഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. പരക്കാർ കൊടുക്കൂല. കാരണം ഡയാലിസിനൊക്കെ ചെന്നാൽ ചീത്ത അറിയും ഡോക്ടർമാർ. അത് തീരെ ശ്രദ്ധിക്കില്ല. കണ്ടമാനം കുടിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ ഇഷ്ടത്തിന് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്ത് രസമുള്ളത്? ഇങ്ങനെ ഓരോ നിയമത്തുകളും എന്തെല്ലാം നിയമത്തുകളല്ലോ. സാർമാരായാലും ഒന്ന് പോയാൽ മതി. ഈ ചെറിയ വരല്ലേ അതിനെങ്ങനെ മടങ്ങുണ്ട്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് ഇപ്പൊ നമുക്കറിയില്ല. അതിങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കണോണ്ടാണ്. മടങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ഇടങ്ങേറെ നമുക്ക് വേറെ മനസ്സിലാവും. ഇപ്പൊ ചെറുവരുള്ള തന്നെ അറിയില്ല. നമ്മള് ചെറുവരുള്ള തന്നെ അറിയില്ല. ഈ വരല് ഇതിനോട് എന്താ ഉപകാരം നമുക്ക് അറിയില്ല. നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കണം. ചെറിയൊരു വേദന ഇവിടെ എങ്ങനെ വന്നു. പിടിക്കുമ്പോഴത്തിന് വേനാകുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സാധനം പിടിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ വിരൽ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര പെയിനാണ്. എല്ലാ നിയമത്തുകളും ഒരു ചെറിയ നിയമം പിൻവലിച്ചാൽ അതിൽ മനുഷ്യൻ കുടുങ്ങും. ഇത് എനിക്കും നിങ്ങൾക്കും വർഷങ്ങളായി തിന്നുകൊണ്ടിരിക്കുകയാണ്. ആരുമായി? അള്ള തിന്നോണ്ടിരിക്കാൻ. എത്ര വർഷമായി? 30, 40, 50, 60 കൊല്ലായി. ഒരു കേടില്ലാതെ ദുനിയാവിൽ ഏത് മിഷനറി അങ്ങനെയുള്ളത്? ഏത് മിഷനറിയുള്ളത്? മിക്സി 30 കൊല്ലം അടിക്കും നിങ്ങൾ. അതിന്റെ ഇടയിൽ എത്ര പ്രാവശ്യം അതിന്റെ ബ്ലേഡ് കേടുവരും. അതിന്റെ എന്തൊക്കെ കേടുവരും. നമ്മളപ്പോ എന്താ മാറ്റിയത്? എപ്പോഴെങ്കിലും ഒരു പനി ഇടും, നമ്മളൊരു തലവേദന ഇടും, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഇത് വരും. അതിനാണ് നമ്മൾ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. 50, 60, 70 കൊല്ലം ഉപയോഗിച്ച കണ്ണ്, മൂക്ക്, ചെവി, ഹൃദയം സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കാലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ നിയമത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാണ്. പക്ഷെ നമ്മൾ അള്ളാഹിനെ അറിയില്ല. ഈ സംഗതികളൊക്കെ അള്ളാഹ് ഫുള്ളറിയാം. വലിയ വമ്പനി നിർത്തണമെങ്കിൽ അള്ളാഹ്ക്ക് എന്തില്ല? ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ഭയങ്കര തെറ്റപ്പുള്ള ആളാണ്. ഇവിടുത്തെ മൊത്തം ദുനിയാവിന്റെ അധികാരം എന്റേലാണെന്ന് പറഞ്ഞാൽ ഓനെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങോട്ട് സൈഡാക്കാൻ ഒരു പണിയില്ല. ഒരു നേർമ്പാട് വലിച്ചിട്ട് ആളെ കടക്കുവാന്. പക്ഷെ അള്ളങ്ങനെ കൊണ്ടെടുക്കാണ്. ഈ അള്ളാഹിനോട് ഇതേ അവയവങ്ങൾ വെച്ചിട്ട് ഹറാമ് ചെയ്യാം. ഈ കണ്ണെച്ച് ഹറാമ് കാണാം. ഈ നാവ് വെച്ച് ഹറാമ് പറയാം. ഈ ചെവി വെച്ച് ഹറാമ് കേൾക്കാം. ഇവിടെ കേൾവിയില്ലാത്ത മനുഷ്യരുണ്ട്. നമുക്ക് കേൾവി തന്നു എന്നിട്ട് ഹറാമ് കേൾക്കാം. ഇതെത്ര വലിയ അക്രമമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഖുർആൻ അല്ലാഹു പറയാൻ നിശ്ചയം കേൾവി, കാഴ്ച, ഹൃദയം ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു പറയാൻ നിങ്ങൾക്ക് ഞാൻ തന്നതാണ്.
ഞാൻ തന്നതാണ്. ഈ അള്ളാഹിനോട് എതിര് ചെയ്തത് അള്ളാഹു പുറത്തു തരാന്നാ പറയുന്നത്. ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, തെറ്റായി ഉപയോഗിച്ചു, അത് ഞങ്ങൾക്ക് പുറത്തു തരാം. അപ്പോഴാണ് ആ പൊറുക്കലിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ശരിക്കുള്ള മുഅ്മിൻ ഓനോട് സ്വർഗമാണോ നമുക്ക് പുറത്തു തരണമെന്ന് വെച്ചാൽ അവൻ ആദ്യം പറഞ്ഞില്ല പുറത്തു തന്നാൽ മതി, സ്വർഗമില്ലേലും കുഴപ്പമില്ല. കാരണം അള്ളാഹുവിനെ വെറുപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അള്ളാഹു തആല നമ്മൾക്ക് പുറത്തു തരാനുള്ള വഴികൾ നമ്മളെ അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ഓഫർ ഇടുകയാണ്. നിസ്കാരത്തിലേക്ക് വന്നാൽ അവന്റെ പാവങ്ങൾ പുറത്തു തരാം. 5 വക്ത നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ പാവങ്ങൾ പുറത്തു തരാം. നിങ്ങൾ ഉംറ ചെയ്താൽ നിങ്ങളുടെ പാവങ്ങൾ പുറത്തു തരാം. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹു. ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള മുഴുവൻ പാവങ്ങളും പൊറുക്കാൻ കാരണമാണ്. പാവങ്ങൾ പൊറുക്കും ഉംറ ചെയ്താൽ. നമ്മളത് മനസ്സിലാക്കില്ല. നമുക്ക് ഇത് പാപം എന്താന്ന് മനസ്സിലാവും, നമ്മളെ ഒക്കെ ചെയ്യാൻ തോന്നുള്ളൂ. നമുക്ക് 50,000 റുപ്യ അറിയുള്ളൂ. നമുക്ക് 50,000 വില അറിയാം. വെറുതെ എന്തിനാ കളയുന്നത്? പാവങ്ങൾ പൊറുക്കണം. പാവങ്ങൾ പൊറുക്കുക. ഹജ്ജ് പാവങ്ങളെ പുറത്തു തരും. ഉമ്മ പ്രസവിച്ച ദിവസം പോലെ കുട്ടി ജനിക്കണം, അതേപോലെ അയാൾ മടങ്ങി വരും എന്നൊക്കെ പറയാൻ. അതുകൊണ്ട് സഹാബാക്കല്ല ഒരു ഉംറയായിരുന്നു, ഒരു ഹജ്ജായിരുന്നു, ഒരു അമലുകളിലേക്ക് ധൃതിയാവുമായിരുന്നു. കാരണം പാപങ്ങൾ പുറത്തിട്ടണം. അള്ളാഹുവിന്റെ അടുക്കൽ പാപങ്ങളായിട്ട് പോകാൻ പറ്റൂല. അത് പൊറപ്പിക്കാനുള്ള സ്ഥലം ഇവിടെയാണ്. നമ്മൾ പൈസ വെക്കുകയാണ്. അതേപോലത്തെ ഒരു ഓഫറുള്ള മാസമാണ് റമദാൻ. റമദാൻ ഇല റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ അതിന്റെ ഇടയിലുള്ള പാവങ്ങളുടെ മാപ്പിനുള്ളതാണ്. ഇപ്പം ഇത് ഈ ശഅബാൻ വരെ, കഴിഞ്ഞ ശവ്വാല് മുതൽ ഈ ശഅബാൻ വരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും ഈ റമദാൻ കേറിനോട് കൂടി മുഅ്മിന് പുറത്തു കൊടുക്കാനുള്ള അവസരാക്കി തുറന്നിട്ടതാണ്. എന്നിട്ടും അതിന് ഖദർ കാണിക്കാത്തവൻ അവൻ മഹ്റൂമാണ്, അവൻ തടയപ്പെട്ടവനാണ്. മുഴുവൻ ഖൈറുകളിൽ നിന്ന് തടയപ്പെട്ടവൻ, റമളാനെ പരിഗണിക്കാത്തവൻ. അപ്പോഴും അവൻ ദുനിയാവിന്റെ രസങ്ങളിലും ഹരങ്ങളിലും കഴിഞ്ഞൂടെ. പുറത്തു തരാനൊരു മാസം, പുറത്തു തരാനൊരു മാസം. റമളാൻ എന്ന് പറഞ്ഞാൽ എന്നെ കടിച്ചു കളയുന്നതാണ്. പാപങ്ങൾ മുഴുവൻ പുറത്തു. അവിടെ സാറുമാരെ സ്നേഹമാരെ നമുക്ക് പുറത്തു തരാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരാൻ. നമ്മളതിനെ മെയിലാക്കാതിരിക്കാറാണ്. ആലോചിക്കില്ല എത്ര വലിയ നഷ്ടമാണത്, എത്ര വലിയ നഷ്ടമാണ് പുറത്തു തരാതിരിക്കാൻ. നമ്മൾ അതിലേക്ക് തയ്യാറാവാതിരിക്കാറാണ്. അതുകൊണ്ട് പുറത്തു തരാനുള്ള വഴി അന്വേഷിക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവൻ അല്ലാഹു മൻ ഹമ്മ ബിഹസനത്തിൻ ഫലഹു അജ്ർ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ മതി, സത്യസന്ധമായി ഒരാൾ വിചാരിച്ചൊരു നന്മ ചെയ്യണം. അയാൾ വിചാരിക്കുമ്പോൾ തന്നെ ഒരു നന്മന്റെ പ്രതിഫലം എഴുതും. ഒരു നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദുനിയാവിന്റെ അവസ്ഥകൾ അറിയാം. സ്വർണം, 1 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അല്ലെങ്കിൽ ഡോളർ എന്ന് പറഞ്ഞാൽ അറിയാം, പൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ദിർഹം എന്ന് പറഞ്ഞാൽ അറിയാം, ഒക്കെ നമുക്കറിയാം. നന്മ പറഞ്ഞാൽ എന്താ? ഒരു നന്മ പറഞ്ഞാൽ എന്താ? ദുനിയാവുള്ള മുഴുവൻ വസ്തുക്കളും കൊടുത്താലും ഒരാൾക്ക് നാളെ ആഖിറത്തിൽ ഒരു നന്മന്റെ കുറവുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ കഴിയില്ല? ആഖിറത്തിൽ പരിഹരിക്കാൻ കഴിയില്ല. ആ സാധനത്തിന്റെ പേരാണ് നന്മ. എത്ര വലിയ നന്മ! ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ചു, നമ്മളിപ്പോ ആർക്കെങ്കിലും ഒരാൾ രോഗിയാണ്, നമ്മൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചു. അറിഞ്ഞപ്പോ അല്പാവാണ്, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ മനസ്സിൽ വിചാരിച്ചു 1000 രൂപ കൊടുക്കണം വിചാരിച്ചു, സത്യബന്ധമായി വിചാരിച്ചു. ആ വിചാരിക്കുമ്പം തന്നെ അള്ളാഹ് എന്ത് ചെയ്തു? ഓനക്ക് നന്മ 1 എഴുതി. അതോ പ്രവർത്തിച്ചാൽ ഓനക്ക് 10 എഴുതി. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഖുർആൻ. ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അവന് 10 ഇരട്ടി ഉണ്ടാവും.
ചുരുങ്ങിയതാണ്. 10 എന്നുള്ളത് എന്താണ്? ചുരുങ്ങിയതാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും. അതുകൊണ്ട് ഒരു നന്മ ചെയ്താൽ വിചാരിച്ചാൽ അവനക്കൊരു നന്മ എഴുതും. ഒരു നന്മ ചെയ്താൽ 10 എഴുതും. എന്നാലോ ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ വിചാരിച്ചു, തിന്മ ചെയ്യുന്ന ഒരാൾ വിചാരിച്ചു, എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുന്ന ആൾ വിചാരിച്ചു, അയാൾക്ക് തിന്മ എഴുതൂല. അയാൾക്ക് തിന്മ എഴുതൂല. നീ അയാള് ശൈത്താന്റെ ദുർലോഭനങ്ങൾക്കോ നഫ്സിന്റെ സമ്മർദ്ദത്തിനൊക്കെ വഴിപ്പെട്ട് മനുഷ്യൻ ആ തിന്മയിൽ ചെയ്തു പോയി. എന്നാൽ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. നന്മന്റെ മലക്കാണ് അതിന്റെ അമീർ. അദ്ദേഹം തിന്മന്റെ ആളോട് പറയും, നീ കുറച്ച് സമയം പ്രതീക്ഷിക്കും, കുറച്ച് സമയം ഈ പ്രതീക്ഷിക്ക്. ഓൻ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മേലാട് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. തിന്മ എഴുതിച്ചില്ല, തിന്മ ചെയ്ത് കഴിഞ്ഞ് എന്നിനവനെ കാത്തു നിൽക്കും. അവനൊരു നന്മ ചെയ്തില്ലെങ്കിൽ അവന്റെ മേൽ എത്ര തിന്മ എഴുതും പോയി? ഒരു തിന്മ എഴുതുള്ളൂ. ഇവിടെ ഒരു നന്മ ചെയ്യുമ്പോ 10 എഴുതുന്ന അല്ലാഹു, ഒരു തിന്മ എഴുതാനെ 10 തിന്മ എഴുതില്ല, ഒറ്റ തിന്മ എഴുതുന്നു. അതും അവനെന്തെങ്കിലും നന്മ ഇതായി മായ്ച്ചാണ്. അല്ലാഹു തആല നമ്മളോട് കരുണയുണ്ടോ ചെയ്യില്ല. നമ്മൾ എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ആര് വിചാരിക്കുന്നത്? അല്ലാഹു വിചാരിക്കും ഞാൻ വഴിക്ക് വരൂല എന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? പിന്നെ ഇവിടൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റേ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. ഖബറിലും മശറയിലൊക്കെ എത്തിയാൽ പിന്നെ സ്വാതന്ത്ര്യത്തിനൊന്നും ചോദിച്ചാൽ മൂക്ക് ശരീരം അനക്കാൻ ആളുണ്ടാവില്ല, നാവ് അനക്കൂലാണ്. അവിടത്തെ കുടുങ്ങിനേക്കാളും നല്ലത് ഭൂമിയിൽ അല്ലാഹനെ അറിഞ്ഞ് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വഴി അന്വേഷിക്കണം. അത് വഴി അങ്ങനെ തുറന്നിട്ടേക്കാണ് വിശാലം. റമദാൻ വരുന്നത് സത്യത്തിൽ വലിയ ഖൈറായിട്ടാണ്. അതുകൊണ്ട് സഹാബാക്കൾ ദുആ ചെയ്യുന്നു. റമദാന് ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു റമദാനിൽ എത്താനുള്ള ദുആ ഉണ്ടായി. നബി തങ്ങൾ റജബുൽ ശഅബാനായ ദുആ ചെയ്യും, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ, റമദാനിലേക്ക് എത്തിക്കണേ. റമദാൻ ഒരു ഭയങ്കര സംഗതിയാണ്. റമദാൻ എത്തുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അല്ലാഹ് പുറത്തു തരാൻ വിചാരിച്ചൊരു മാസല്ലേ. ആഖിറം ചിന്തിക്കുന്നവനാണ് ഈ ലാഭമൊക്കെ മനസ്സിലാവുക. കച്ചവടക്കാരന് കച്ചവടത്തിന്റെ സീസൺ വരുമ്പോ അയാൾക്ക് അതിന്റെ സന്തോഷം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഈ റമദാൻ വരുമ്പോ സന്തോഷം ഉണ്ടാകുക. മുനാഫിക്കിന് ഭയങ്കര ടെൻഷനായിരിക്കും. എന്ത് വരുന്നത് റമദാൻ വരുന്നത് ഒരിങ്ങനെ ആലോചിക്കും, ഇനി ഒരു 10 ദിവസം ഇപ്പോ കുടുങ്ങി. നോമ്പൊന്നും നോക്കൂല, 4 മണി ഇടങ്ങാറാണ്. പരസ്യമായി വെള്ളം കുടിക്കാൻ പറ്റൂല, പരസ്യമായി തിന്നാൻ പറ്റൂല. നോൽക്കണോലെന്നെ എന്താ കാട്ട, നോമ്പായി പോയില്ലേ, ഇടങ്ങേറ് കുടിച്ച് തീർക്കാം. മൂമിനോന് ഭയങ്കര സന്തോഷിക്കും. റമദാൻ വരാണ്, എന്റെ പാവങ്ങളൊക്കെ പൊറുക്കൂലേ, എന്റെ നന്മകള് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, സ്വർഗത്തിന്റെ തീരുമാനം എടുക്കും. ഈ റമദാനിൽ അല്ലാഹു ശഅബാന്റെ അവസാനത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിർ യൗമിൻ മിൻ ശഅബാൻ യാ അയ്യുഹൻ നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അളീം ശഹ്റുൻ മുബാറകുൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുത്ബ നടത്തി. ശഅബാന്റെ അവസാനത്തെ ദിവസം, ജനങ്ങളെ, നിങ്ങൾക്ക് ഒരു മഹത്തായ മാസം വരാൻ വേണ്ടി പോവാൻ, മുബാറക്കായ മാസമാണ് എന്ന് പറഞ്ഞ് നബി തങ്ങൾ തങ്ങൾ റമദാന്റെ മഹത്വം പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ നമ്മളെ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി വരികയാണ്. ശഅബാൻ ആവുമ്പത്തിന് ഇപ്പൊക്കെ സ്വർഗത്തിനങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കാൻ. നമ്മളിവിടെ നനച്ചുള്ളി എന്നൊക്കെ പറയില്ലേ, ശരിക്കുള്ള നനച്ചുള്ളി എവിടെ നടക്കുന്നുണ്ട്? സ്വർഗത്ത് നടക്കുന്നുണ്ട്. സ്വർഗത്തിൽ ചളിയും പൊടിയൊന്നുമില്ല വൈ, പക്ഷെ അത് വൃത്തിയാക്കാൻ, അതങ്ങനെ അലങ്കരിച്ചു വെക്കാൻ. മലക്കുകൾ ചോദിക്കുന്നത് എന്തിനാണ്? പറയും ഉമ്മത്തെ മുഹമ്മദിയന്റെ അവർക്ക് റമദാൻ വരാൻ വേണ്ടി പോവാണ്. ഓരോ അമലുകൾ, അതിലെ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾക്കുള്ള ഇതിനു വേണ്ടി സ്വർഗത്തെ റെഡിയാക്കി വെച്ചിരിക്കാൻ. മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന മുഴുവൻ ശൈത്താന്മാരൊക്കെ ചങ്ങലക്കിടും.
ശൈത്താന്മാരെ ചങ്ങലക്കിടും. അള്ളാഹ് നമുക്ക് ചെയ്തു തരാണ്. ഞാൻ വഴികളിലാക്കിയൊന്നും പറയാൻ നിങ്ങൾ ഒരു അല്പം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവനെ പിടിച്ച് കെട്ടിത്തരാം. മറ്റൊരു വിഭാഗത്തിലുണ്ട് മറദത്തു ശയാത്തീൻ പറഞ്ഞു, മുഷ്ക് കാണിക്കുന്ന ശൈത്താന്മാരെ കിട്ടുള്ളൂ. വലിയ പിടുത്തം വിട്ടേന് ലോക്കലൊക്കെ ഉണ്ടാവും. ഒരാൾ ആഗ്രഹിച്ചാൽ അയാൾക്ക് തിന്മയില്ലാതെ ജീവിക്കാം. അപ്പൊ ആൾക്കാർ ചോദിക്കും, റമദാനിൽ തിന്മയുന്ന ആൾക്കാരുണ്ടല്ലോ, ശൈത്താനെ കെട്ടിയിട്ടുണ്ട് തിന്മയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. അതെന്താണ് സംഭവം പറഞ്ഞാല് ഓനെന്നെ എന്തായി മാറിയുന്നുണ്ട്. എന്തായിനി ശൈത്താനായി മാറി. ഇനി ഏടെ കെട്ടിയിരുന്നു ഈ ഫാൻ ഇപ്പൊ കറണ്ട് പോയാല് കിന്നറിന് നിൽക്കൂലേ? നിക്കൂലേ? കാറ്റിട്ടല് നിൽക്കുള്ളൂ. അതിങ്ങനെ കറങ്ങും. കറണ്ട് പോയാൽ എന്തുകൊണ്ടാരോ ഈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കറണ്ട് പോയാലും അതിങ്ങനെ കറങ്ങും. കുറച്ചു നേരം കറങ്ങും. അതിന്റെ ഇടയിൽ കറണ്ട് വന്നാലോ? കറണ്ട് വന്നാൽ അതിങ്ങനെ കറങ്ങണ. ഇതേപോലെ റമദാൻ ഒരു 30 ദിവസത്തിലൊന്നും ഈ ചെയ്ത്താൻ എന്താവൂല. 11 ദിവസം പെരും കറക്ക് ഇറങ്ങിയ ചെയ്ത്താന് ഇത് കെട്ടിച്ചാലും പിന്നെ ഒരു കറക്ക് ഇറങ്ങും. അപ്പൊ ഇതിന് റമദാൻ എന്താവും? ഒരു 6 മാസമൊക്കെ റമദാൻ ആക്കണ്ടി. അതൊക്കെ നിന്നിട്ട് പിന്നതാവുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഒരല്പം നന്നാവണമെന്ന് വിചാരിക്കണവരൊക്കെ എത്രയോ കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. റമദാൻ മാസം തൊടാത്ത ആൾക്കാർ, എത്രയോ തിന്മ ചെയ്ത ആൾക്കാർ റമദാനിലില്ല. എത്രയോ മനുഷ്യന്മാരുണ്ട് റമദാനിന് ഉമർക്ക് കയറി പോണ ആൾക്കാർ. റമദാനിൽ ഫുൾ ഇൻകറിനെ കുറച്ച് ടീമുകളുണ്ട്. ഒരു 11 മാസമായി ഇതിലേക്ക് തിരിഞ്ഞു. നിസ്കാരം തന്നെ കട്ട പോലെ എല്ലാ കുരുത്തക്കെട്ടുണ്ടാവും. പക്ഷെ റമദാനായിട്ടായ ഒറ്റക്കാറില്ല. എടുക്ക് നമുക്ക് അവിടെ പോയിരുന്ന് അവർക്ക് പറഞ്ഞ് അവർക്ക് ഇതാക്കി 1 മാസം. അത് റമദാനുള്ള ഖദറാണ്. അതിന് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഉള്ളിൽ പൊരിണ്ടോ അല്ലേ? അവന്റെ ഉള്ളിൽ പൊരിണ്ട് ഈമാന്റെ. ഇവിടെ നിന്നാ ഞാൻ കുടുങ്ങി പോവും. ഇവിടെ നിങ്ങൾക്ക് തിന്മ രക്ഷപ്പെടാൻ പറ്റൂല. അവനോ പോവാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നന്നാവണമെന്നൊരു ചെറിയ ബോധം ഉണ്ടെങ്കിൽ റമദാനായാലും ആ മനുഷ്യന് നന്നാൻ പറ്റും. കാരണം ശൈത്താനെ കെട്ടിട്ട് ഇച്ഛകളുടെ അതൊക്കെ പോയി. ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല മട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എന്ത് തോന്നുക? തിന്മകളോടുള്ള വാസനയും അതിനോടുള്ള ആർത്തി ഉണ്ടാകുക. മനുഷ്യന്റെ ശരീരം പട്ടിനൊക്കെ കടന്ന് വിശന്ന് നിൽക്കുമ്പം തിന്മനോട് എന്തുണ്ടാവില്ല? ആസക്തി ഉണ്ടാവില്ല. മനുഷ്യന് ഉണ്ടാവില്ല. ആ ആറാമൊന്നും കാണാൻ വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ല. കാരണം അവന്റെ ബോഡി എന്തായിട്ടുണ്ട്? പാകപ്പെട്ട് ബലഹീനാവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്ക് ഫീൽ ചെയ്യാത്തതിന് കാരണം വേറെയാണ്. നമ്മളുടെ ടൈം ചേഞ്ചിങ് ആണ് നടക്കുന്നത്. എന്താണ്? ഡോക്ടർമാരുണ്ടാവും, രാവിലെ ഗുളിക കൊടുക്കണം, ഉച്ചക്ക് ഗുളിക കൊടുക്കണം, വൈകുന്നേരം ഗുളിക കൊടുക്കണം. അപ്പൊ റമദാനായാലോ എന്ന് ചോദിക്കൂലേ ആൾക്കാർ? അപ്പൊ എന്താ ചെയ്യല്? നോമ്പ് തുറന്നുടനെ ഒന്ന് കുടിച്ചോളി, പിന്നെ ഒരു തറാവീസ്കാരൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തൊന്ന് കുടിച്ചോളി, ഒന്ന് അത്തായത്തിന് മുമ്പ് കുടിച്ചോളി അറിയും. രാവിലെ കുടിച്ചല്ലേ ഉച്ചയ്ക്ക് കുടിക്കണ്ടേ കുളിക്കന്നെ മാറ്റി കൊടുക്കാം. ടൈം മാറ്റിയാണ്. ഇതേപോലെ നമ്മൾ ഫുഡ് മാറ്റിയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് നോമ്പിന്റെ ശരിയായ കാതൽ എന്തൊരു അനുഭവിച്ചില്ല. പഴയ കാലത്ത് തിന്മന്റെ ആസക്തിക്ക് കുറവുണ്ടായിരുന്നു. പഴയ കാലത്ത് ഇത്ര തിന്മ ആമ്മല്ലില്ല. അന്നാണെങ്കിൽ ഇത്ര സുരക്ഷിതത്വത്തിന്റെ സംവിധാനങ്ങളില്ല. ആലോചിക്കണേ, ഒരു വീട്ടില് ചെറിയൊരു വീട്, ഒരു ഓടിച്ച ചെറിയൊരു വീടുണ്ടാവുമല്ലോ, ആ വീട്ടിൽ ജ്യേഷ്ഠന്മാര് ഓരോ ഭാര്യമാര് ഉണ്ടാവില്ല. വൈ ഇളച്ചി മുതച്ചുള്ളി ആ പെര നിറച്ചു ആൾക്കാരുണ്ടാവും. എന്നാലും ഒരു വളരെ മാന്യമായി ജീവിച്ച് മരിച്ചു ആൾക്കാരാണ്. ഒരു ടോയ്ലറ്റ് ഉണ്ടാകുക, എല്ലാ റൂമിലും ടോയ്ലറ്റ് ഉണ്ടാവില്ല. അത് വെള്ളമൊക്കെ കോരിയൊക്കെ കൊണ്ടോണം. ഏതൊക്കെ വരെയുള്ള പെണ്ണുങ്ങളാണ് ഈ ആണുങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജ്യേഷ്ഠണ്ട്, അഞ്ചന്മാരുണ്ട്. പക്ഷെ വളരെ മാന്യമായി ജീവിച്ചു, ഒരു നിലയിലും മോശത്തരങ്ങളിൽ ഇല്ലാതെ ജീവിച്ചു പോയിട്ടുണ്ട്. എന്താ അതിന്റെ വലിയൊരു കാരണം നിങ്ങൾക്കറിയോ? എന്താ അതിന്റെ കാരണം? അന്ന് ഇങ്ങനെ തിന്നാൻ ഇല്ല, ഇങ്ങനെ തിന്നാനില്ല.
ആണല്ലേ? പട്ടിണിയാണ്. അതുകൊണ്ട് ശരീരം അതിന്റെ രീതിയിലാണ് ഉണ്ടാകുക. ഇന്ന് എന്തൊക്കെയാണ് തിന്നണെന്ന് നമുക്കെന്നെ ഐഡിയ ഇല്ല. ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം തിന്നുണ്ട്. അസർനേശം തിന്നും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നും, മരുമേശം തിന്നും. ഏത് പഴയ പോയാലും എന്ത് കിട്ടും? ചായയും വെള്ളവും സാധനങ്ങളും ഒക്കെ ഫുള്ള് എല്ലാവരും. പഴയ കാലത്ത് ഞാൻ ഇങ്ങനെ പറയേ, പഴയ കാലത്തിന്റെ സാധാ പച്ചവെള്ളത്തിൽ പഞ്ചസാര അലക്കിയിട്ട് ഇല്ലേ, അങ്ങനല്ലേ പഞ്ചാര വെള്ളം നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇപ്പൊ എവിടുന്നെങ്കിലും പറയും, എവിടുന്നും കിട്ടില്ലല്ലോ ഒരു പഞ്ചാര വെള്ളം. അന്ന് കുട്ടികളൊക്കെ കട്ടുന്ന മുതലാണെന്ത് എന്തുവായി ആണല്ലോ? നിങ്ങൾക്ക് പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും. അന്ന് ഉമ്മാരെ അങ്ങോട്ടും നീങ്ങ പോയി പഞ്ചസാര കുപ്പി കൈയിട്ടിട്ട് വാരി തൊള്ളക്ക് ആകെ ഒരു മധുരമുള്ള മുതൽ വരേല് പഞ്ചസാരയുള്ളൂ. ഇന്ന് ഏതെങ്കിലും കുട്ടി പഞ്ചസാര നിങ്ങൾ പറയും, ഏതെങ്കിലും കുട്ടി ഉള്ളു തുറന്നു വെച്ചേക്കാണ്. ഒരു കുട്ടി പഞ്ചസാര ഒന്നുമില്ല. തിന്നോ? ഒരു കുട്ടി തിന്നൂല. ഞാൻ അവസ്ഥ മാറിയത് പറയാം. പഴയ കാലത്ത് സാധാ വെള്ളത്തിൽ പഞ്ചസാര കലക്കിയിട്ട് അങ്ങനെ തിരിയുന്നു. അന്ന് ഏറ്റവും വലിയ സ്നേഹം തരാനുള്ള പഞ്ചസാര തന്നെ ഉണ്ടാവില്ല വരേല്. അവിടുന്ന് മാറി ഇന്ന് എന്തൊക്കെയാണ് ഫ്രിഡ്ജ് കുറച്ച് സാധനങ്ങളാണ്. ഏത് വീട്ടിൽ പോയാലും എല്ലായിടത്തും എന്തൊക്കെ സാധനങ്ങൾ ഫുള്ള് തിന്നെ. നമ്മൾ ചോറിന്റെ കണക്ക് മാത്രമേ പറയുള്ളൂ. ഏത് രാവിലെ നാസ്ത, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചോറ്, ഇല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയണം. വേറെയുള്ള ഫുൾ ടൈം ഫുഡാണ്. അങ്ങനെ ശരീരം അതിന്റെ ഇച്ഛകൾ എവിടെയും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സഹോദരനെ തിരിച്ചറിയില്ല, താത്തനെ മുത്തച്ഛനെ തിരിച്ചറിയില്ല, ഇളച്ചിനെ തിരിച്ചറിയില്ല, മോളെ പോലും തിരിച്ചറിയില്ല. നമ്മൾ പറയുന്നത് ദീനിന്റെ ഭാഗമല്ല. ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് ദീനില്ലാത്ത മനുഷ്യരും ഇവിടെ ജീവിച്ചില്ലേ? ഉണ്ടോ ഇല്ലേ? അള്ളാഹിനെ പേടിയില്ലാത്ത ആൾക്കാരുടെ ഓരും ഇവിടെ ജീവിച്ചില്ലേ? ഓരും മാന്യായിട്ടല്ലേ ജീവിച്ചേ? ആണോ അല്ലേ? ഇന്നത്തെക്കാൾ കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന കാലങ്ങളുണ്ടായിരുന്നു. അയൽവാസികളും ബാക്കിയുള്ളവരൊക്കെ അയച്ചു. അന്നത്തെ ശാരീരിക അവസ്ഥ, മനുഷ്യന്റെ സാമ്പത്തിക അവസ്ഥ, മനുഷ്യന്റെ ഫുഡ്, അതൊക്കെ അതിന്റെ ഒരു ലെവലിലുണ്ടായിരുന്നു. ഇന്ന് അത് വിട്ടു. ഇഷ്ടം പോലെ ഫുഡായി. അതുകൊണ്ട് റമദാനൊന്നും നമുക്ക് ഏസില്ല. റമദാൻ വന്നിട്ട് നമുക്ക് ഒരു അനക്കണങ്ങില്ല. കാരണം നമ്മൾ അങ്ങനെ തിന്നുന്നത് ഫുൾ ഫുഡ്. റമദാൻ ആകുമ്പോഴത്തേനും ഒരുങ്ങാണ് ആൾക്കാർ. മില്ലൊക്കെ ഭയങ്കര ശക്തമായ വർക്കാണ് കൊടുക്കണം. പൊടിയോട് പൊടിയാണ്. വെണ്ണു വരട്ടെ, നമ്മളോടാ കളിക്കാൻ വരുന്നെന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ഒരുങ്ങണത് ഫുള്ള്. എന്തൊക്കെയാണ് മനുഷ്യന്മാരുണ്ടാക്കുന്നത്? കണ്ടാല് പഴമക്കാരൊക്കെ തലറിഞ്ഞു വീണു. എപ്പോഴുള്ള അറിയോ? എപ്പോഴുള്ള നോമ്പാ തുറക്കാൻ നേരത്തുള്ള പ്ലേറ്റ് കണ്ടാൽ തന്നെ പഴമക്കാര് പറയുന്നത് തലറിഞ്ഞു വീണു വരും. കാരണം ഒരു ഈത്തപ്പഴം കീറിറ്റ് ഒരു പ്ലേറ്റില് പത്തിരി മുറിച്ചിട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല എനിക്ക്, അല്ലേ? നോമ്പറക്കാൻ വേണ്ടിട്ട് അന്നൊരു നോമ്പറൊക്കെ ഉണ്ടെങ്കിൽ കാര്യമായിട്ട് കൊടുക്കും. ഈത്തപ്പഴം എന്താക്കി? ഈത്തപ്പഴല്ല, കാരക്ക, ആ മറ്റേ ഉണങ്ങിയത്, അതിങ്ങനെ കീറിച്ച് അതിലൂടെ പത്തിരി മുറിച്ചിടും. പത്തിരി മുറിച്ചിടുന്നതിന്റെ രഹസ്യം എന്താ പറഞ്ഞാൽ ഇതിന്റെ കുറവ് പരിഹരിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് ഒരു 4, 5, 8 കീറിന് പകരം പത്തിരി കൂടി ആയിട്ടുണ്ടെങ്കിൽ ആ പാത്രം ഒന്നിങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. എന്നിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കുക. ആരടുത്തേക്ക് നോമ്പറക്കാൻ നിൽക്കുന്ന ആളടുത്തേക്ക് ഒരു ഈത്തപ്പഴം കൊടുക്കാനില്ല. ഈ ഇരിക്കലും ഞാൻ ഈ പറഞ്ഞത് ഒരുവിധ ആൾക്കാർക്ക് അറിയാൻ മതിയാവും. ചെറിയ കുട്ടികൾക്ക് അറിയില്ല. നമ്മളെ നാടയിരുന്നത് ഇന്ന് നമ്മളെ നോട് പള്ളിയിൽ ഏത് പള്ളിയിൽ പോയാലും എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്. റമദാൻ നമ്മൾ ഒരുങ്ങുന്നത് അങ്ങനെയാണ്. എങ്ങനെ? റമദാനിലേക്ക് പത്തിരിപ്പൊടി, റമദാനിലേക്ക് മല്ലിപ്പൊടി, റമദാനിലേക്ക് മുളക് പൊടി, റമദാനിലേക്കുള്ള കന്നുകളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ആ റമദാൻ ഒന്നിന്റെ അന്നുണ്ടാവും തിരക്ക്. എവിടെ? ഇറച്ചിപ്പീടിൽ. ബലേതോ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നമായിരുന്നു. ഏതോ ജയിലിൽ നിന്ന് ഇറക്കിയാണ്. അങ്ങനെ ആദ്യമായിട്ട് എന്തിൽ കാണാണ്? ഇറച്ചി കാണുക. അങ്ങനത്തെ തിരക്ക്. ഇന്നലെ അന്തിക്ക് ചങ്ങ ഇറച്ചതെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇറച്ചിന്റെ എങ്ങനെ നോമ്പെടുക്കാൻ.
അതിന് തല്ലി ഇതിന് തല്ലി. റമദാൻ നമുക്ക് തിന്നാനുള്ള മാസമായി. അതുകൊണ്ട് തന്നെ റമദാൻ കൊണ്ട് അള്ളാഹും അള്ളാന്റെ റസൂൽ ശാസ്ത്രങ്ങൾ വിചാരിച്ച കാര്യം എന്താവില്ല. ശൈത്താനെ കെട്ടിച്ചേരാണ്. ആരുമായി? അള്ളാഹു തആല. നിങ്ങൾ ആ ശാരീരിക ഇച്ഛയും കൂടി ഒന്ന് നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് എന്താവാം? നിങ്ങൾക്ക് നന്നാവാം. പക്ഷെ നമ്മൾ അതിനെ മെയിൻറ്റാക്കില്ല. അതുകൊണ്ട് റമദാൻ എന്താ നമുക്ക് അറിയില്ല. സത്യത്തിൽ റമദാൻ തിന്നാനുള്ള മാസം. റമദാൻ ഇങ്ങനെ പട്ടിണി എടുക്കുക. പട്ടിണി എടുക്കുക കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? അങ്ങോട്ട് തുടങ്ങുക. റമദാനിലാണ് സത്യത്തിൽ റമദാൻ അല്ലാത്തതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ കണക്കൂട്ടാൻ മനസ്സിലാവും. നോമ്പ് തുറക്കുമ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തറാവി കഴിഞ്ഞിട്ടൊക്കെ കഞ്ഞി, തറാവി കഴിഞ്ഞിട്ടൊക്കെ വലിയ ഹെവി ഫുഡുണ്ട്. പിന്നെ അത്താഴം. അപ്പത്തിന് പിന്നെ അങ്ങനെ മയങ്ങി കിടന്നുറങ്ങും ദൂരെ വരെ. ദൂരെ കഴിഞ്ഞാല് ചെറുതായിട്ടൊരു മന്ദർപ്പ് ഇങ്ങനെ ഉണ്ടാവും. അസർ കഴിയുമ്പത്തിന് പിന്നെ സമൂസമ്മലും വത്തക്ക മുറിച്ചലും മാങ്ങമ്മലൊക്കെ കെട്ടിമറിഞ്ഞ് അത് അങ്ങോട്ട് ഇതിന്റെ ഇടയിലെ ഗ്യാപ്പ് തന്നെ. അതുകൊണ്ട് നോമ്പിന്റെ ഫലം നമുക്ക് സത്യത്തിൽ കിട്ടില്ല. നോമ്പ് ഭയങ്കര അമലാണ്. അതുകൊണ്ടാണ് പാവങ്ങൾ പുറത്തുവരാനുള്ള വഴിയായി റമദാൻ അല്ലാഹു തആല വെച്ചത്. പാവങ്ങൾ പുറത്തുവരാൻ വേണ്ടി വെച്ചതാണ് റമദാൻ. അതുകൊണ്ട് സാരന്മാരും സിനിമാരും നമ്മൾ ആലോചിക്കും, ഒരു ചെറിയ നന്മ ചെയ്താൽ മതി റമദാനിൽ. നോമ്പുകാരന്റെ എല്ലാ പാവങ്ങളും പൊറുക്കും. നോമ്പ് പാവങ്ങൾ പൊറുക്കാനുള്ളൊരു സാധനമാണ്. നോമ്പ് പാവങ്ങൾ പൊറുക്കും. നമ്മൾ നോമ്പ് വിൽക്കുമ്പോൾ ആലോചിക്കണ്ടോ, ഞാൻ ഈ ഒരു 11 മാസം ചെയ്ത മുഴുവൻ പാവം അല്ലാഹു പുറത്തിരിക്ക്. നമ്മളതൊന്നും ചിന്തിക്കലില്ല. പാപങ്ങൾ പൊറുക്കാനുള്ളതാണ് നോമ്പ്. പിന്നെ നോമ്പിലെ അമലുകൾ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ്. എല്ലാ ദിവസവും മഗ്‌രിബിന്റെ സമയത്ത് 10 ലക്ഷം നരകത്തിന് ബന്ധപ്പെട്ട ആൾക്കാരെ ഓരോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലാക്കും. എത്ര 10 ലക്ഷം. ആ മഗ്‌രിബിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്നു 10 ലക്ഷം ആൾക്കാർ. മനുഷ്യന്റെ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ് റമദാൻ. എങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ. നോമ്പ് തുറക്കുന്ന നേരത്ത് 10 ലക്ഷം ആൾക്കാർ. റമദാന്റെ അവസാനത്തെ ദിവസം 29ന്റെ രാത്രിയാവാം, 29ന്റെ ആ സമയമാവാം, അല്ലെങ്കിൽ 30ന്റെ അന്നത്തെ. 1 മുതൽ എത്ര ആൾക്കാരെ മോചിപ്പിച്ചിട്ടുണ്ടോ അത്ര ആൾക്കാർ അന്നത്തെ ദിവസം മോചിപ്പിക്കും. അള്ളാഹു എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താൻ വഴി അന്വേഷിക്കണം. റമദാൻ തന്നത് അതിനാണ്. നമ്മൾ ആലോചിക്കും, നല്ല റോഡിൽ ഉണ്ടാവും ചിലപ്പോ അമ്പുകൾ ഇങ്ങനെ ഇടും. എന്തിനാണ് പറഞ്ഞാല് പിടുത്തം വിട്ടു പോക്കാൻ, ഒരു ലിമിറ്റ് ഉണ്ടാവാൻ. ഇങ്ങനെ അമ്പ് ഇങ്ങനെ വരുന്നോണ്ട് അപ്പൊ നമ്മളെങ്ങനെ ദേഷ്യം പിടിക്കുന്നു, ചവിട്ടാൻ കൂടി പറ്റൂലല്ലോ. നല്ല ചവിട്ടിയ അപകടം വേറെ ഉണ്ട്. അതുകൊണ്ട് അമ്പ് ഇങ്ങനെ ഇടുക. ഇതേപോലെ റമദാൻ വർഷത്തിൽ തരുന്ന ഒരു അമ്പാണ്. ഗഫ്ലത്തിൽ കഴിഞ്ഞു പോണ മനുഷ്യർ നിങ്ങൾ ആലോചിച്ച് ഒരു റമദാനും കൂടി ഇല്ലെങ്കിൽ നമ്മളെ കഥ തേക്കും. എല്ലാ മാസവും ഒരേപോലെയാണ്. അങ്ങനെ പോലും അങ്ങനെ പോകും. അതുകൊണ്ട് അല്ലാഹു തആല ഇതിനിടയിൽ അമ്പിട്ടുന്നു. പട്ടിണി അടക്കാനും അല്ലാഹുലേക്ക് അടുക്കാനൊക്കെ ഒരു മാസം തരാണ്. അതിനും അവഗണിക്കണവൻ അവൻ ആരാണ് നിങ്ങൾ ആലോചിച്ചു? 11 മാസം അറിയാതെ ജീവിച്ചു പോയി. എന്നാൽ വാ ഒന്ന് തൗബ ചെയ്യാൻ അല്ലാഹു വിളിക്കാൻ. ഇത് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. ഇതില്ലെങ്കിൽ ഇങ്ങനെ പോകും. നമ്മൾ പോലെ നിങ്ങൾ പറയും നമ്മളങ്ങനെ പോകില്ല. അന്തം വിട്ടു. എന്റെ ഇടയിൽ ആരോ മനുഷ്യൻ എങ്ങനെ മരിച്ചു. അവിടെ അല്ലാഹു ചെയ്ത വലിയ കരുണയാണ്. റമദാനിൽ അല്ലാഹുവിന്റെ കരുണന്റെ മുഴുവൻ വാതിൽ തുറക്കണം. ശൈത്താനെ കെട്ടിട്ടു, സ്വർഗം തുറന്നിട്ടു. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കാത്തു നിൽക്കുകയാണ്. ആരെങ്കിലും ചോദിക്കട്ടെ, ചോദിച്ചോളി, തരാൻ റെഡി. ചോദിക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. നബി തങ്ങൾ സാധനങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് 4 കാര്യങ്ങൾ ചോദിക്കുന്നു. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ 2 കാര്യം നിങ്ങൾക്ക് ഏറ്റവും 2 കാര്യം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുമാണ്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചോളി, നരകത്തിന്ന് കാവലിനെ ചോദിച്ചു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനെ വാഴ്ത്തലും അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യലുമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടെണ്ണമാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രണ്ടെണ്ണം എന്താണ്? അസ്അലുക്കൽ ജന്നത. നിങ്ങൾ ചോദിച്ചോളി, തരാൻ റെഡിയാണ്. ആര്? അള്ളാഹ് തരാൻ റെഡിയാണ്. നോമ്പ് നിങ്ങൾ നോൽക്കലോട് കൂടി നിങ്ങൾക്ക് ഫുൾ ഉറപ്പുള്ള ഒരു ടിക്കറ്റ്. എന്താണ്? നോമ്പുകാരന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും. ഹത്താ യുഫ്തിറ, അവൻ നോമ്പ് തുറക്കുന്നത് വരെ. അപ്പൊ സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയം നമ്മളെ ദുആ ഖബൂലാക്കി തരാൻ നമുക്ക് ഓഫറാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ ശാസനങ്ങൾ പറഞ്ഞതാണ്. നബിതങ്ങൾ ശാസനങ്ങൾ സ്വന്തമായിട്ടൊന്നും പറയില്ല, അല്ലാഹ് അറിയിക്കാത്ത. പക്ഷെ റമളാനിൽ നമുക്ക് ദ്വാരക്കാൻ നേരം കിട്ടല്ലോ. നിങ്ങൾ ആ അവസാന സമയൊക്കെ ഈ 10 ലക്ഷം ആൾക്കാരൊക്കെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്ത് മാമൂലി സമൂസക്കും ബത്തക്കും വേണ്ടി അടിണ്ടൊക്കെയാണ്. അതിന്റെ ബാക്കിലുണ്ടാകുക, അതിന്റെ തിരക്കില്. എന്റെ പേരിൽ ഇത് ഉറപ്പ് ഞാൻ എന്നെ തിന്നണ്ടേ? എന്റെ പേരിൽ ഒരു 10 വീസ ഇതിനായി ഞാൻ എന്നെ തിന്നണം. അതിനൊന്ന് തല്ലും അടിയും വാളും അത് എടുക്കാനും വാരാനും നിൽക്കണ്ട. അത് അതിന്റെ സമയമാണ്. കിട്ടിയില്ലെങ്കിൽ വേണ്ട. അതിനേക്കാളും വലിയ സാധനം ഇവിടെ കിട്ടാണ്ട്. അതുകൊണ്ട് ദുആയിൽ കഴിയും. ആ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എത്ര ആള് ദുആ ചെയ്യും? നിങ്ങൾ പറയും. നമുക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. അതുകൊണ്ട് ആ സമയത്ത് ദുആ ചെയ്യണം. പടച്ചോനെ, 3 ലക്ഷം ആൾക്കാരെ നീ നരകത്തിൽ മോചിപ്പിക്കണേ ഈ സമയം. അല്ലാഹുവേ, എന്നെയും നീ നരകത്തിൽ മോചിപ്പിക്കണേ, എന്റെ മാതാപിതാക്കളെ മോചിപ്പിക്കണേ, എന്റെ ഭാര്യനെ എന്റെ മക്കളെ മോചിപ്പിക്കണേ. ഇത് പറയാൻ നമുക്ക് നേരം കിട്ടാതിരിക്കാറിനാൽ നമുക്ക് ഈ ലക്ഷ്യം മനസ്സിലാകത്തോണ്ടല്ലേ. അതുകൊണ്ട് റമളാനായിട്ട് തന്നെ കാണാൻ. റമളാനിൽ ചില ആൾക്കാരെ കണ്ട് 11 മാസം ഒരു പണിയില്ല. റമളാൻ ആയണ്ടാവും 2 സമൂസയും 3 ഒത്തക്കിയായിട്ട് എങ്ങനെ നടക്കും. 11 മാസം ഒരു പണിയെടുത്തില്ലേ ചെങ്ങായി. റമളാനാവുമ്പോൾ പണി. സത്യത്തിൽ റജബിലും ശഅബാനിലും ബർക്കത്തിനെ ചോദിക്കണേന്ന് എന്തിനറിയോ? എന്തിനാ റമളാനിൽ ഒരു ഇബാദത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തിനാ ചോദിക്കണേന്ന് തന്നെ അറിയില്ല. റജബിലും ശഅബാനിലും ഒന്ന് ബർക്കത്ത് ചെയ്തിട്ടുണ്ടോ പഠിച്ചോ? എന്നിട്ട് അതിന്റെ പേരിൽ എന്താവണം? റമളാൻ ഉള്ള എടുത്ത് നിൽക്കണം. അതുകൊണ്ട് മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണവനല്ല. മുതലാളി പറഞ്ഞാൽ കുറെ ആഗ്രഹം ഉണ്ടാക്കണവനാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നിന്റെ റമളാനിൽ നിന്റെ സിസ്റ്റം എന്താണ്? അതിനാണ് നമ്മൾ സത്യത്തിൽ കൂടുന്നത്. റമളാനിൽ നമുക്ക് സമയം ചെലവാക്കാൻ കഴിയണം. അപ്പൊ അതിന് തർത്തീബ് ഉണ്ടാക്കണം. ഒരു കാര്യം യഖീനാണ്, യഖീൻ ആണ്. നമുക്ക് മുഖദ്ദറിൽ എഴുതിയത് എവിടുക്കും പോകില്ല. നമുക്ക് തോന്നുകയാണ് നമ്മൾ ഭയങ്കര കച്ചവടം ചെയ്യുന്നത്, നമ്മൾ ഭയങ്കര സംഭവമാണ്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചെരുപ്പിന്റെ കട. അവസാനത്തെ 10 ചെരുപ്പിന്റെ കട എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയും? അവന്റെ സ്വന്തം കടയാണ്. ഓ ഈ കഴിഞ്ഞ റമളാനിൽ 10 ദിവസം ഇത്തിക്കാഫിൽ നമ്മളൊരു ഓന്റെ കട സെപ്പറേറ്റ് സെറ്റപ്പിൽ നടത്തണം. സെറ്റപ്പിൽ നടത്തില്ല. അതിന്റെ കൗണ്ടറും അതിന്റെ പർച്ചേസിംഗും ഒക്കെ അവനാ ചെയ്യല്. അവനാ കടന്റെ അഭിവാജ്യ ഘടകമാണ്. അല്ലാണ്ട് ഒരു മുതലാളിയായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. റമളാൻ 20 വരെ വീടിലുണ്ടാവും. 19 വരെ 20 ദിവസം കയറും. അപ്പൊ എനിക്ക് കയറാൻ ഭയങ്കര പണിയുണ്ട്. കാരണം ഈ അവസാന സമയത്താണ് ഓരോ എല്ലാ ബാധ്യതയും കടന്റെ വാടക അടക്കം തർത്തീവാക്കി പോണ സമയമാണത്. സീസൺ ടൈമാണ്. ഞാനൊരു ദിവസം അവനോട് വർത്താനം പറഞ്ഞപ്പോ അവനോട് ഞാൻ ചോദിച്ചു, ഈ നീക്ക് തരാനുള്ളത് റമളാൻ അല്ലാത്തപ്പോ തന്നാൽ മതിയാവില്ലെന്ന് ചോദിച്ചു. റമളാൻ കഴിഞ്ഞാൽ തന്നൂടെ ആർക്ക് വഴി? അല്ലാഹ് റമളാനിലേ തരാൻ പറ്റുള്ളൂ. അത് സീസൺ കഴിഞ്ഞ് അപ്പം തന്നു കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് തരാൻ കഴിയില്ല, കമ്പനി അത് ഏൽക്കില്ല എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു കണക്കൂട്ടി, ഒരു പ്രാവശ്യം ഈ കണക്കൂട്ടി. എന്നിട്ട് എനിക്ക് റമളാനിൽ കച്ചവടം ചെയ്തു, റമളാൻ കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്തു. എന്റെ ഒരു വർഷത്തെ വാർഷിക ബാലൻസ് എല്ലാം ഇന്ന് ടാലി ചെയ്തിട്ട് ചെയ്തതിനോട് പറ. നഷ്ടമുണ്ടെങ്കിൽ പിറ്റേ തൊല്ല ജീവിക്കണ്ട. ഉണ്ടാവൂല. എങ്ങനെ ഉണ്ടാകുക? അങ്ങനെ ഒരു കൊല്ലിരുന്നു. എന്നോട് സംബന്ധിച്ച് ഭയങ്കര റിസ്ക്. പക്ഷെ ഫോൺ ഓഫാക്കിയിട്ട് ഇരുന്നു. വിളിയും കൂടി വന്നില്ല. ഫോണോട് ഓഫാക്കി ഫുള്ള് 10 ദിവസത്തേക്ക് ഓഫാക്കിയിട്ട് ഇരുന്നു.
ഞാൻ അവനോട് പറഞ്ഞു വരുന്നുണ്ട് ചോദിച്ചു നമ്മൾ കൊണ്ടുവന്നല്ല, അതൊക്കെ ആര് തന്നതാണ്? അല്ല എന്നാണ്. ഇത് എപ്പമാണെങ്കിലും വലിക്കാനും അള്ളാഹ് കഴിയും. ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാരൊന്നും ഇവിടെ നിലക്കില്ല, പലരെയും അള്ളാഹ് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി പലയിടത്തും പറഞ്ഞു. പിറ്റേത് വല്ല ഞാൻ അവരോട് ചോദിച്ചു അങ്കെന്താ നഷ്ടമുണ്ടായി ചോദിച്ചു. റമദാനിൽ കുറച്ച് കച്ചവടത്തിന്റെ ചെറിയൊരു അവസ്ഥ വന്നിരുന്നു. മറ്റേ പയ്യന്മാരായി നോക്കണ ആത്മാർത്ഥമുള്ള ചെക്കന്മാരുണ്ടാവുമല്ലോ, ഓൽക്ക് അങ്ങനെ ഫീൽ ചെയ്യും. എന്ത് നിങ്ങളിൽ ജാഞ്ഞിട്ട് അങ്ങനായി, നിങ്ങളിൽ ജാഞ്ഞിട്ട് ഇങ്ങനായി എന്നൊക്കെ ഓരിങ്ങനെ പറയുന്നു. ഞാൻ സാമ്പത്തികമായി എന്താ വെക്കുന്ന ഒരു വസ്തു ഉണ്ടായില്ല. തോന്നെ ചാലുമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിസ്കാരം കൂടി മര്യാദയ്ക്ക് കിട്ടാത്ത 10 ദിവസമാണ് ഇത്. ഒരു ഫാൻസി കച്ചവടക്കാരനും ഒരു ചെരുപ്പ് കച്ചവടക്കാരനൊക്കെ. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കി പഠിക്കണം, അല്ലാണ്ട് ഇത് കൊണ്ട് ആരും പോകില്ലല്ലോ. അതുകൊണ്ട് റമദാനിൽ നമ്മൾ സത്യമുണ്ടാക്കണം. അത് കേൾക്ക് കഴിഞ്ഞാൽ എന്റെ അള്ളാഹ് തന്നോളും. തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. റമദാന്റെ എത്ര നന്മയുണ്ട്. അത് വേറെ എണ്ണ കിട്ടുക, വേറെ എണ്ണ കിട്ടുക. നമുക്ക് ആഖിറത്തേക്ക് പോകാനുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് റമദാനിൽ പോയി കഴിയുന്നതും മാക്സിമം മസ്ജിദിലേക്ക് തിരിയാം. ഒരാൾക്ക് ഇനി റമദാനിൽ പണിക്കൊഴിഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അയാൾ പോക്കല ബുദ്ധി. അയാൾ പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അയാളെ കുടുംബത്തിനും അയാൾക്കും വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അയാൾ റമദാനിൽ ഒരു പണി എടുക്കാക്കല ബുദ്ധി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കുക. കാരണം അള്ളാഹ് ഇത്ര ഓഫർ ഇട്ടൊരു മാസം തന്നിട്ട് നമ്മളില്ല പറഞ്ഞാൽ. ചൈനയിൽ എക്സ്പോ നടക്കുന്നുണ്ട് പറഞ്ഞാല് ചൈനയിൽ എക്സ്പോ എടുക്കുന്നുണ്ട്, ജർമ്മനിയിൽ എക്സ്പോ എടുക്കുന്നുണ്ട്. മലയാളികൾ മലപ്പുറംകാർ പോകുന്നുണ്ട് ഇതിനൊക്കെ. ഞാൻ വെറുതെ പറയല്ല, തിരക്കുടിച്ച കച്ചവടത്തിന്റെ ഇടയിൽ പോവാണ്. എക്സ്പോ ഉണ്ട്. എന്തിനാ എക്സ്പോ? എന്താ ഇപ്പൊ പൈസ വാങ്ങി പോകാനാണ്. ഓൻ ആരൊക്കെ കൊടുക്കാനൊന്നും കൊണ്ടുപോകല്ല. പക്ഷെ ഓൻ അറിയാം പോയാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യുക കച്ചവടത്തിന്. എല്ലാത്തിന്റെ എക്സ്പോ നടക്കുന്നുണ്ട്, അതിനൊക്കെ പോകുന്നുണ്ട്. പള്ളിയിൽ ആഖിറത്തിന്റെ എക്സ്പോ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ കിതാബ് മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് നൽകും എന്നിട്ട് പറഞ്ഞു. എന്ത് നിങ്ങളെന്താ പറഞ്ഞത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم. الذين يؤمنون بالغيب. അദൃശ്യമായതിൽ വിശ്വാസമുള്ളവനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ മരിച്ചു പോയാൽ ഈ കാർഡ് കിട്ടണം. ഇവിടുത്തെ കച്ചവടം ചെയ്യാൻ വന്നല്ല ഞാൻ സത്യത്തിൽ. എന്റെ കച്ചവടം അവിടെയാണ്. അതിന്റെ എക്സ്പോ നടക്കുകയാണ് റമദാൻ. മസ്ജിദിൽ അത് ഫുള്ള് സെയിൽസ് ഉണ്ട്. കേറുക, വാങ്ങുക. ഇത് നമുക്ക് ബോധം ഉണ്ടായാൽ നമ്മളെ പണിയൊക്കെ തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. 11 മാസം പണിയെടുക്കില്ലേ? ഒരു മാസം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിട്ടൂടെ? ഇനി പണി എടുത്തേ പറ്റുള്ളൂ. പലരും പല അവസ്ഥയിലുണ്ടായ ഒരു കുഴപ്പമില്ല. പണി കഴിഞ്ഞാൽ മസ്ജിദ്, പണി കഴിഞ്ഞാൽ മസ്ജിദ്. തർത്തീബുണ്ടാക്കണം, കച്ചവടക്കാരനുണ്ടാക്കണം. നല്ല കച്ചവടം നടക്കുന്ന സമയമുണ്ട്. നല്ല കച്ചവടം പടി നടക്കുന്നുണ്ട്. എവിടെ? പള്ളിയിലും നടക്കുന്നുണ്ട്. ആ കച്ചവടം ഇത് മനസ്സിലായില്ലല്ലേ? നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഉണ്ടാക്കിയിട്ട് അള്ളാഹു തആല അള്ളാഹുവിലേക്ക് തിരിയാൻ നേരമില്ല, പള്ളിയിൽ കൊടുക്കാൻ സമയമില്ല. പൈസ 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 ഉണ്ടാക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അറ്റാക്ക്. അപ്പോ ഒരു 1.25 ലക്ഷം ഫുള്ളായിട്ട് ഈ ചെരുപ്പുമേൽ 20 റുപ്യ 30 റുപ്യ 40 റുപ്യൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടാണ് എന്തുണ്ടാക്കണ്ടേ? പറയുവായി എന്തുണ്ടാക്കണ്ടേ? 1.25 ലക്ഷം റുപ്യ ഉണ്ടാക്കണ്ടേ? 1.25 ലക്ഷം. അത് കൂളായിട്ട് ആയിക്കോട്ടെ, അത് ഉള്ളോണ്ട് കഴിച്ചില്ലേ. ശൈത്താൻ അങ്ങനെ പറഞ്ഞുതരാമോ? എങ്ങനെ പറഞ്ഞുതരാ? അന്ന് അങ്ങനെയൊക്കെ മെനക്കെട്ട് പൈസ ഉണ്ടാക്കിയോണ്ട് ഇപ്പൊ അറ്റാക്ക് വന്നുകൊണ്ട് എന്തായി ചെലവാക്കണ്ട, ഇല്ലേ കുടുങ്ങിണ്ടാവൂലേ? ശൈത്താൻ അങ്ങനെ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇനി ഉസാറായി പണിയെടുക്കണം. ഓനങ്ങനെ പറഞ്ഞു. സാറേ പൈസയിലെങ്കിലൊക്കെ ചെലവാകും. വണ്ടി ഉണ്ടാവും, വെറുതെ വന്ന് കുത്തുണ്ടാവും. വെറുതെ 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 റോഡ് സൈഡിൽ എന്തോ വാങ്ങാണ്. ഒന്നെന്ത് ചെയ്യാണ്? ഒന്ന് കുത്തുക, കാലിന്റെ എല്ലോട്ട് എന്നിട്ട് കടുക്കുക. 4 മാസം. അതൊരു പ്രശ്നം. അൽഹംദുലില്ലാഹ് കഴിച്ചിലായി അറിയാൻ.
നമ്മള് എന്തിലാ കഴിച്ചില്ല തലക്കൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ അറിയാം. അതൊക്കെ കറക്റ്റാണ്, സത്യാണ്. പക്ഷേ പള്ളിയിൽ നേരം കൊടുക്കാൻ കിട്ടിയിരുന്നു. അവിടെ സാർമാർ റമദാനാണ് വരുന്നത്, ഇതൊന്ന് തീരുമാനിക്കും. എന്റെ ഈ റമദാൻ ഇനി അടുത്ത റമദാൻ ഉണ്ടാവും അറിയില്ല. ആളുകൾ ഇങ്ങനെ മരിക്കുന്നത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. പല ആൾക്കാരും ഒരു കുഴപ്പമില്ലാത്ത ആൾ അതൊക്കെ അങ്ങനെ മരിച്ചു പോകുന്നു. പെട്ടെന്ന് അറ്റാക്കൊന്നും ആൾ മരിച്ചു. ഈ റമദാന്റെ പ്രതീക്ഷ പലരും ഖബറിലേക്ക് എത്തിയില്ലേ? ഈ റമദാന്റെ പ്രതീക്ഷ ആരോഗ്യപരമായ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് റമദാൻ വരും, ഇൻഷാ അല്ലാഹ് നമുക്ക് അമൽ ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിക്കാണ്. നമ്മൾ നാളെ മരിച്ചാൽ എന്തൊക്കെ അവസ്ഥ? അതുകൊണ്ട് റമദാൻ വന്ന് കിട്ടിയാൽ അത് ജീവിതത്തിലെ ഭാഗ്യമായിട്ട് മനസ്സിലാക്കി അടുത്ത റമദാൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ റമദാനെ മുതലാക്കണം. അതായിട്ടാണ് നമ്മൾ ദൃഢനിശ്ചയം. എന്ത് നഷ്ടം വന്നാൽ കുഴപ്പമില്ല, അതിന്റെ പേരിൽ ബാക്ക് വരുന്ന നഷ്ടക്കാർ സഹിക്കാം. ഈ റമദാൻ നിങ്ങൾക്ക് കിട്ടൂല. അങ്ങനെ റമദാനെ ഖദർ ചെയ്യാം, റമദാനോട് വില മതിക്കാം. അല്ലാഹു തആല വഴികൾ തുറന്നു, പാവങ്ങൾ മൊത്തം പുറത്തു. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാനിൽ അല്ലാഹുവിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചിട്ട്, നാട്ടുകാരെല്ലാരും നോമ്പ് വിൽക്കുന്നുണ്ട്, റമദാൻ മാസമായില്ലേ നോമ്പ് പറ്റില്ലേ മോശല്ലേ, അങ്ങനെ വിളിക്കാം. അങ്ങനല്ല. ഏതായാലും ഞാൻ നോമ്പ് കാക്കാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങളും കുട്ടികളെന്താ വിചാരിച്ച, അമ്മ വാപ്പി എന്താ വിചാരിച്ച, അയൽവാസികൾ എന്താ വിചാരിച്ച, കുടുംബക്കാരെന്താ വിചാരിച്ച, നാട്ടുകാരെന്താ വിചാരിച്ച, ചെങ്ങായി എന്താ വിചാരിക്കുക, അതിനാണ് നോമ്പ് വെക്കേണ്ട വഴി. വെള്ളം കുടിച്ചോളി. ചുമ്മാ എന്തിനാ വെറുതെ വട്ടിനെടുക്കുന്നത്? മൻസാമ റമദാന ഈമാനൻ, ഈമാനോടുകൂടി അല്ലാഹുവിനുള്ള വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുക. വഹ്തിസാബൻ, പ്രതിഫലം കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി. ഞാൻ നോമ്പ് വെച്ചാൽ എന്റെ അല്ലാഹ് എനിക്ക് എന്തായാലും പുറത്തു തരും. എന്റെ 11 മാസം കിടക്കുന്നുണ്ട്, ഒക്കെ പുറത്തു വരുന്നുണ്ട് അല്ലാഹു. എന്റെ 30 കൊല്ലം കിടക്കുന്നുണ്ട്, എന്റെ 40 കൊല്ലം കിടക്കുന്നുണ്ട്, ഒക്കെ പുറത്തു വരുന്നുണ്ട് അല്ലാഹു. ഞാൻ നോമ്പ് വിൽക്കണം, അല്ലാഹുക്ക് വേണ്ടി നോമ്പ് വിൽക്കണം. അവന്റെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാവങ്ങൾ അല്ലാഹു പുറത്തുതരും. വമൻ ഖാമ റമദാന, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വമൻ ഖാമ ലൈലത റമദാൻ, റമദാന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവന്റെ പാവങ്ങളും അല്ലാഹു പുറത്തു. ഈമാനോടുകൂടി വഹ്തിസാബോടുകൂടി, ഈമാനും പ്രതീക്ഷയും അള്ളാഹുവിന് വലിയ പ്രതീക്ഷ കൊടുത്തു. അവിടെ നമ്മൾ നോമ്പ്, ഖിയാമുൽ ലൈൽ, അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യും. അതിൽ നമ്മളൊരു മുൻകൂട്ടി ചില പണിയെടുത്തിട്ടില്ലെങ്കിൽ ശൈത്താന് വലിയ സമർത്ഥനാണ്. അവൻ വലിയ ഐഡിയകൾ ഉണ്ടാക്കും. നമ്മളറിയാതെ റമദാൻ കഴിഞ്ഞു. റമദാന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ 1-2 നോമ്പേ എന്ത് ചെയ്യുള്ളൂ, നമ്മളറിയുള്ളൂ. പിന്നെ 5, 7, 9, 18 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിക്ക് നിറച്ച പോക്കും. റമദാൻ കഴിഞ്ഞാൽ ഇപ്പൊ റമദാൻ നിൽക്കാം. അവിടെ കയറിയാൽ എങ്ങനെ തീരുന്നറിയില്ല, അത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി. അപ്പൊ നമ്മളെ പ്രതീക്ഷ, നമ്മളെ പ്രശ്നങ്ങളൊക്കെ ആടിമരൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് ഇപ്പം തന്നെ ഒരുങ്ങാം. അതുകൊണ്ടാണ് ബാരിക്കലനാഫി റജബിൻ, ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് പരിപാടികൾ ആട്ടുകൊണ്ടൊക്കെ ആക്കിയിട്ട്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുക റമദാൻ കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് ഉറച്ചു നിൽക്കുക. ഈ റമദാൻ ഏറ്റവും കൂടുതൽ മുതലാക്കണം. അതിന്റെ മാർഗം പള്ളികളിൽ കഴിഞ്ഞു. അവസാനത്തെ 10 പറഞ്ഞ് കാത്തിക്കണ്ട, 1 മുതൽ തന്നെ തുടങ്ങാം. പണി കഴിയാൻ നേരെ പള്ളി വരാം. മാഷാ അല്ലാഹ്, നമ്മളെ പള്ളികളിലൊക്കെ ഏടെങ്കിലും കിടക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിടക്കണേ പള്ളികളിൽ നിന്ന് കിടക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. പള്ളികൾ കാർപ്പറ്റിന്റെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളായി മാറി. എന്തിന്റെ? നമുക്ക് കണ്ടാ തോന്നുന്നത് കാർപ്പറ്റ് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ്. കാർപ്പറ്റിൽ ഇരിക്കാൻ പാടില്ല, കാർപ്പറ്റിൽ അങ്ങനെ ആക്കാൻ പാടില്ല, കാർപ്പറ്റിൽ ഇങ്ങനെ ആക്കാൻ പാടില്ല. അവിടെ ഫുള്ള് ബോർഡുകളോട് കളി. ഇതിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ടാക്കാൻ പറ്റില്ല. പള്ളി ഫുള്ള് പറ്റൂല എന്റെ സ്ഥലം. നമ്മളെ പെരയിലാണ് അങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടോ? അള്ളാന്റെ വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ ഒട്ടിച്ചേക്കാൻ. അതുകൊണ്ട് പോയി ഈ കാർപ്പറ്റ് സൂക്ഷിക്കുന്ന കേന്ദ്രമല്ല പള്ളി. പള്ളി അള്ളാന്റെ മുഅ്മിനീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും
മുഅ്മിനീങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാനും അവർക്ക് ആവശ്യ പൂർത്തീകരണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിന്റെ പേരാണെന്ത് പള്ളി. ഇത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സ്വത്താണ് വഖഫിയോടുകൂടി. അതുകൊണ്ട് അതിന്റെ മേൽ നിയന്ത്രണമൊക്കെ കമ്മിറ്റിയും ബാക്കിയുള്ളവർക്ക് ആവശ്യമാണ്. പക്ഷെ അതിനൊരു പരിധിയില്ല, അതിന്റെ അപ്പുറത്തേക്കില്ല. നിസ്കരിക്കാൻ പോലും മര്യാദയ്ക്ക് പള്ളി തുറന്നെടുക്കാത്ത സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ. പള്ളികളുടെ കെട്ടുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ല. ഞാനൊക്കെ തിരുവല്ല ട്രെയിൻ ഇറക്കിയിട്ട് സ്വാഭാവികം നമ്മളുണ്ടാവുമല്ലോ പള്ളിയിൽ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോരാണ്. 10 ആയിട്ടില്ല, 10 കഴിഞ്ഞില്ലെങ്കിൽ പിന്നെയും പോട്ടേക്കാം. 9, 9:45, 9:30, 9:45 ആയിട്ടുണ്ടാവുള്ളൂ. തിരൂരിന്ന് മലപ്പുറത്തേക്ക് വരുന്നതിന്റെ ഇടയിൽ എത്ര സ്ഥലമുള്ള നിങ്ങൾക്കല്ല, എത്ര പള്ളിയുണ്ട്. ഒരു പള്ളി കയറി ആ പള്ളി അടച്ചിട്ടുണ്ട്, അടുത്ത പള്ളി കയറി ആ പള്ളി അടച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളി ആ പള്ളി ഇങ്ങനെ അടക്കാൻ ഇങ്ങനെ അതിനുള്ള പണി നടന്നുകൊടുക്കാണ്. അപ്പൊ ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചോണ്ട് ഇശ വേറൊരു സമയം കഴിഞ്ഞു തന്നെ അവിടെ ഒരു പള്ളിന്റെ ആടെ പോയിക്കൂടെ. മലപ്പുറം ജില്ലയായി പറഞ്ഞു. അവർ 1975 അതൊന്നല്ല പറയുന്നത്. അപ്പൊ നമ്മൾ കൂടായിട്ട് ആയിക്കോട്ടെ തന്നെ വേറൊരു പള്ളി കയറി. ഇപ്പോഴും ഞാൻ മിഞ്ഞാന്നയിലാണ് തിരൂരായിലോട്ട് പോകുമ്പോൾ ആ പള്ളി കണ്ടപ്പോ അങ്ങനെ ആലോചിച്ചു. തിരൂര് പോണ വഴി അപ്പൊ ഒരു പള്ളി, അവിടെ ഒരു പള്ളി, ആ പള്ളിയിൽ നമ്മൾ ഇറങ്ങിയപ്പോ ഒരാളിങ്ങനെ നിസ്കരിച്ചു കൊടുക്കും, ഒരാളെ താക്കോൽ പിടിച്ച് നിൽക്കും. അത് ഞങ്ങളെ കണ്ടുകൂടി അയാളെ മുഖമൊക്കെ എന്തായിന് ആ കിടങ്ങാറായി. അപ്പൊ എനിക്ക് മനസ്സിലായി, വേഗം മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ ചെയ്യാൻ. അപ്പൊ അയാളിനോട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചോളി. അപ്പൊ സത്യത്തിൽ അയാൾ പള്ളിന്റെ മോദിനല്ല, പള്ളിന്റെ മോദിന് ഇയാൾക്ക് നിസ്കരിച്ചാൻ വേണ്ടി താക്കോലെടുത്ത് പോയതാ. അയാളാ നാട്ടുകാരനാ. നിങ്ങൾ പൂട്ടിയിട്ട് അവിടെ വെച്ചാണ്ടി ഇറങ്ങി പോയതാണ്. അയാൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് വേറൊരാൾ വന്നത്. അപ്പൊ അയാളെ കാത്തി ഇയാൾ നിൽക്കുമ്പോഴാണ് വേറെ ഞങ്ങൾ രണ്ടാളും ചെല്ലുന്നത്. അയാള് അതിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പൊ അയാളിനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം, ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ടൊന്ന് നിന്നൊടുത്താണ്. പൂട്ടി ഞാൻ തന്നെ നേരം വൈകി വന്നപ്പോ ഇങ്ങനെ മോദിന്റെ ഒക്കെ താക്കോലെന്നാണ് അയാൾ നാട്ടുകാരനായിട്ട് കൊടുത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ പോയി. അല്ല നിങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങളൊരു കാര്യം ചെയ്യുക, താക്കോൽ കൂട്ടി ഇവിടെ വെച്ചോളിയായിരുന്നു. അയാൾ മോദിന് അയാളെ ഏൽപ്പിച്ച നിങ്ങൾ കൂട്ടി വെച്ചോളിയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ആൾ എന്നാല് ഏതായാലും വിചാരിച്ചാവോ നിസ്കരിച്ചിനെ കാത്തിക്കാതൊക്കെ വിചാരിച്ച് ഞാനെന്ത് ചെയ്ത് ഞങ്ങൾ നിസ്കരിക്കാൻ ഉള്ളിർത്തമായാൽ പറഞ്ഞു ഇല്ല നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ പൂട്ടിട്ട് പോയിക്കോളാൻ. അതാത് മനസ്സിൽ അയാൾ നാടനൊരു നല്ല മനുഷ്യനായോണ്ടാണ് നിസ്കരിക്കാൻ അനുവദിച്ചത്. അതിന് മുമ്പുള്ള പള്ളി പൂട്ടി കഴിഞ്ഞിട്ടില്ല. പൂട്ടിട്ട് അയാൾ റോഡിൽ നിൽക്കാണ് താക്കോലഞ്ഞി പണ്ടം തുറന്നു കൂട്ടാൻ ഇങ്ങനെ പൂട്ടൽ നടന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ അയാൾ നിങ്ങൾ അപ്പുറത്തെ പള്ളിപ്പിക്കൂല. അപ്പൊ എന്താ സംഭവം മോദിനോടൊക്കെ പറയണം 9:50 എന്ത് ചെയ്യണം, പൂട്ടിയേക്കണം, 9 പൂട്ടിയേക്കണം. ഒരു മോദിനോട് പറഞ്ഞതാണ്, കമ്മിറ്റിന്റെ ഓർഡറാണ് 9:50 പൂട്ടണം എന്നുള്ളത്. നമ്മള് ഇവിടുത്തെ പണിക്കാരല്ലേ. ഇത്രയുള്ളൂ ദുനിയാവ്. മസ്ജിദുകൾ അതിനുള്ളതാക്കി. പള്ളി ആരും തറവാടൊന്നുമല്ല, പള്ളി അള്ളാന്റെ വീടാണ്. അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അവിടെ മനുഷ്യരെ നിസ്കാരം തടയാം. എത്ര വലിയ അക്രമമാണ്. അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കി. എന്തിനത് കെട്ടിപ്പൂട്ടേണ്ട ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഒരു ടാബ്രിക് ഒരു പിന്നെ മൈക്ക് സെറ്റിന്റെ കുറച്ച് സാധനങ്ങളുള്ള അത് മര്യാദയ്ക്ക് അവിടെ പൂട്ടിയാൽ മതി. അതൊന്നും ഇപ്പൊ ആരും എടുത്തൊന്നും കൊണ്ടുപോകില്ല. അത് കൊണ്ടായാലും എത്ര കിട്ടാന്നുള്ള കണക്കില്ല. അതിനേക്കാളും വലുത് ഇവിടെ പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് റമദാൻ മസ്ജിദിൽ സമയം ചെലവാക്കുക. വേ പള്ളിക്ക് വരാം, ജോലി ചെയ്യുന്ന ജോലി ചെയ്യാം, വേ പള്ളിക്ക് വരാം, കുറച്ചേരം ഓതുക. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇതിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ഖുർആൻ നല്ലപോലെ ഓതണം. ഖുർആൻ ഇഷ്ടം പോലെ ഓതണം. കഷ്ടിച്ച് കത്തം തീർക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പാവങ്ങൾ റമദാന്റെ സ്പിരിറ്റിലൊക്കെ ആരംഭത്തിൽ നല്ല സ്ട്രോങ്ങിൽ ഓതി തുടങ്ങും. ചിലപ്പോൾ 1ാമത്തെ 2 ഓതി ഉണ്ടാവും. കാരണം അന്ന് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് തലവൽമ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി 2 ജ്യൂസൊക്കെ ഓതിണ്ടാവും. പിറ്റേന്ന് ഒരു ജ്യൂസ്, അങ്ങനെ 3 ജ്യൂസായി, 2 ഓമിന് 3 ജ്യൂസായി. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയായി. അതിന്റെ ഇടയിൽ നോമ്പറുണ്ടാവും. അമ്മായിമ്മന്റെ വകയിൽ തൽക്കാരം ഈ 11 മാസത്തിലെ വെള്ളാട്ടി ഇറക്കുന്നുണ്ട്. ഒരാർക്കും ഒന്നും വേണ്ട. അപ്പോഴായിരുന്നു നോമ്പറ. അതിനൊന്ന് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അതിനിടെ പിന്നെ മരോനെ ഇങ്ങോട്ട് വിളിച്ച്, മരോള അങ്ങോട്ട് കൊണ്ടുപോയി. അമ്മോശനായ ഒരു തൽക്കാലത്തിന് അങ്ങോട്ട് നോക്കി. അങ്ങനെ 4 നോമ്പർ കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ എന്താവും?
റമദാൻ കഴിയല്ല, ഖുർആനോദിലും തെറ്റിണ്ടാവും. നോമ്പ് 10 ആകെ ആയത് 3 ജുസാണ്, ഈ 4 ജുസാണ്. അപ്പൊ പിന്നെ ഓൻകാർ എന്തെങ്കിലും ഓടിയാൽ എന്താവൂല, കിട്ടുപോയി. ഈ 200 മീറ്റർ ഓട്ടത്തിനൊക്കെ കാണാം ഓടുന്നേ. അപ്പൊ അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞാൽ 3 റൗണ്ടൊക്കെ ഓടാണ്ടെങ്കിൽ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരുത്ത ബാക്കിലാണെങ്കിൽ ഓൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിയാത്തൂലുണ്ടാവും. ആ സൈഡ് കൂടെ അങ്ങനെ കണ്ടില്ല, ആ സൈഡ് കൂടെ അങ്ങനെ കയറുമോ, കാരണം വെറുതെ ഓടിയിട്ട് കാര്യമില്ല എന്നാണ്. അതേമാതിരി ആൾക്കാർ ഇന്ന് ഏതായാലും ചോദ്യം എത്തൂലാറുണ്ട്, മുതാപാടെത്തും, പിന്നെ ഓതുമില്ല. മനസ്സിലായിട്ടോ? ഇതൊക്കെ മറ്റേ ചങ്ങായിന്റെ പ്ലാനാണ്, ശൈത്താന്റെ വമ്പം പ്ലാനാണ്. എന്നിട്ട് ശൈത്താൻ പറയും ഏതായാലും ഈ കൊല്ലം അങ്ങനെ, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയണ്ട. ആ ഇൻഷാ അല്ലാഹ്ന്റെ കൊല്ലായിട്ട് ഏത് അടുത്ത കൊല്ലം എന്നറിയില്ലേ, അതാണ് ഈ വരുന്നത്. ഈ കൊല്ലം നമ്മളോട് പറയും അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് അങ്ങനെ ആക്കിയേക്കണം, അങ്ങനെ ആക്കിയേക്കണം, ഫുള്ള് പള്ളിയിൽ തന്നെ കാർമ്മക്കാട് പോയിക്കോളണം എന്നൊക്കെ പറയും. അങ്ങനെക്കാട് പറയാ, ഒന്നും നടക്കൂല. അതുകൊണ്ട് ആദ്യം തന്നെ തീരുമാനിച്ചേക്ക് എത്ര ദിവസം കൊണ്ട് ഖത്തം തീർക്കണം, എത്ര ദിവസം കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് നോക്കി ഓതിപ്പോയി, മറ്റൊന്ന് ഖുർആന്റെ അർത്ഥത്തോട് കൂടി പോയി, ഓതിന് കൂടെ തഫ്സീറും കൂടി നോക്കിയിട്ട് പോയിക്കൊള്ളു. അതിനൊക്കെ നമ്മുടെ സമയം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ മതി. വലിയ തിരക്കുള്ളതാണ് ഒരു പൊളിറ്റീഷ്യൻ, എനിക്കറിഞ്ഞതാണ്. അദ്ദേഹം അവസാനത്തെ ദിവസം ഇത്തികാഫിന് കഴിയും. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനിപ്രാവശ്യം ഖത്തൊക്കെ ഓതി റമദാനിന്റെ ബാക്കിയുള്ള ഈ ദിവസം കൊണ്ടൊക്കെ തീർന്നു, നീ അവസാനത്തെ പറ്റി ഞാൻ ഫുള്ള് ഖുർആൻ തഫ്സീർ നോക്കാന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഫുള്ള് നോക്കി ഏകദേശം ഒരു 1/3 നോക്കി തീർത്തു 10 ദിവസം കൊണ്ട്. കാരണം അയാൾ ഫുൾ ടൈം അധികം അയിമല തന്നെ സമയം കൊടുത്തു. എന്തൊക്കെ തിരക്കട്ടെ, അയാൾ മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട്. നമ്മളാളായിരുന്നില്ല, പൊതുജനത്തിന്റെ ആളും കൂടി അയാൾ. പക്ഷെ അയാളെ നോക്കി തീർത്തു. അയാൾക്ക് ദൃഢനിശ്ചയുണ്ട്. അയാൾ എവിടെ ഉള്ളതും കൂടി ആരോടും പറഞ്ഞില്ല. അയാളൊരു പള്ളി കയറി. നമുക്കും കഴിയാതൊക്കെ, നമുക്ക് കഴിയില്ല നമ്മൾ വെറുതെ വിചാരിക്കാം. നമ്മളങ്ങനെ തീരുമാനം എടുക്കൂല. അതുകൊണ്ട് ഖുർആൻ നോക്കി തീർക്കണം, ഖുർആൻ ഓദ്യം തീർക്കണം. അതൊക്കെ വേവേ ഓതി തീർത്തേക്കാം, ഇരുന്നേക്കാം. അതുകൊണ്ട് വേഗം പള്ളികളിൽ മാക്സിമം സമയം കൊടുക്കാൻ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുക, ബർണാമജ്, അതിന്റെ തർത്തീബ് ഉണ്ടാക്കുക. ഇത്ര പണിക്കുക, ഇത്ര സമയം വിശ്രമിക്കുക, ബാക്കിയുള്ള സമയം പള്ളി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവും. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ സുബീസ്കാരം കഴിഞ്ഞ് 1 പേരെ പോകും, പിന്നെ കുറച്ച് നേരം ആളെങ്ങനെ മുട്ടി തട്ടിക്കും, പിന്നെ 9 മണിയാവും, പിന്നെ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വൈകുന്നേരം 4:05 ആവുമ്പോൾ കുഴങ്ങിണ്ടാവും. അവൻ പിന്നെ വരെ പോയി പിന്നെയും കിടക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നല്ല തിന്നും ചെയ്യും. ആദ്യത്തെ മൂച്ചിലൊക്കെ ഖത്തം തീർക്കണം എന്നൊക്കെ പറയും. എവിടെ ഫുള്ള് തീർക്കണം പള്ളിയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് വരും. ഒരു 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ വയ്ക്കും, അങ്ങളെ പള്ളിയിൽ എപ്പോഴാ തീരലെന്നായി. എന്താ തെറാവി എപ്പോഴാ തീരലേക്ക്. നമ്മളവിടെ വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഇശ കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അപ്പ തുടങ്ങും. ഒരു 8:45 ആവുമ്പോഴത്തേനും ഇതൊരു 9 മണിയാകുമ്പോൾ തീർത്തു തരും. കൂടിപ്പോയ 9:15 ആവും. സമാധാനായി. 9:15 പറഞ്ഞാൽ അതിന്റെ ഇടയിൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ വാദ്യമൊക്കെ പെരുമ്പോ കഴിക്കും. അങ്ങനത്തെ ഒന്നും വാദ്യം നമ്മക്കൊന്നും അറിയുന്നില്ല. ഇത് ഒറ്റ ശ്വാസത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കേൾക്കാം, പിന്നെ വലല്ലാഹീൻ കേൾക്കാം, പിന്നെ അതേ സ്പീഡിൽ അലന്തറ കഴിക്കുകയും. നമ്മളൊരു വാദ്യം ഓതിയപ്പോഴത്തേനും ഇമാമു റുക്കുവിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, നീച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ എക്സസൈസ് പഠിച്ചില്ലെങ്കിൽ ഈ പഴയ ബസ്സിലൊക്കെ ഇപ്പൊ കയറാൻ പഠിക്കണം. എന്ത് ചെയ്യണം, പഴയ കാലത്തൊക്കെ ഉണ്ടാവല്ലോ, സ്കൂളിലൊക്കെ പോണ കാലത്ത് ബസ്സുകാരും വലിപ്പിച്ച് വിടുമ്പോൾ പാഞ്ഞി പിടിച്ച് കൊത്തിപ്പിടിച്ച് കയറണമായിട്ടാണ് റുക്കുവൊക്കെ കിട്ടണമെങ്കിൽ. ആ കോലത്തിലുള്ള സ്പീഡാണ്. എന്നിട്ട് പിന്നെ സമാധാനപരമായി സലാത്തും തസ്ബീഹും ദിക്റൊക്കെ ചെയ്യും. അതിന് 3 റക്അത്തിന്റെ സമയം എടുക്കും. അതിന് അയാളുടെ ചെല്ലണം. കാരണം ഇന്നിങ്ങനെ ഇല്ലല്ലേ ആ പഠിച്ചിട്ട്. അതിനിടെ വേണേ നമുക്ക് അത്യാവശ്യമുള്ള വാട്സപ്പൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കും ചെയ്യാം. നിസ്കാരം ഹൈ സ്പീഡ്. ആകെ അവിടെ നിസ്കാരത്തിന് മാത്രം കണക്കൂട്ടാണ്. ആകെ 20 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എന്താ ഉണ്ടാവും, ഇല്ല 1/2 മണിക്കൂറുണ്ടാവും തീർത്തുണ്ടാവും. ഔട്ട്ക്കാണ് പിന്നെ നമ്മളെ പോക്കുണ്ടായി. നമുക്കും റാത്ത 20 റക്അത്ത് നിസ്കരിച്ച് മാഷാ അല്ലാഹ് വലിയ അല്ലാഹു തആല തന്നാൽ ഇനിയിപ്പോ എന്താ കാട്ടാന്ന് വിചാരിച്ചിട്ട് പേരെ പോയിട്ട് ഒരു കടന്നുറങ്ങലുണ്ട്. ഇതിനൊക്കെ ഒരു തർത്തീബ് ഉണ്ടാക്കിയാൽ എല്ലാം നടക്കും. അത്താഴം കഴിച്ച് പോരുമ്പോൾ തന്നെ ഓഫീസിൽ പോകണല്ലോ, പള്ളിക്ക് പോന്നാൽ മതി. പിന്നെ വരെ പോകേണ്ടെന്ന് ആവശ്യമില്ലല്ലോ.
കുറച്ചു നേരം ആ നേരം കുറച്ച് കുറച്ചു നേരം വിശ്രമിക്കാൻ കുറച്ചു നേരം ഖുർആൻ ഓതുക. അത് കഴിഞ്ഞ് അവനൊരു ജോലിക്ക് പോവുക. അത് കഴിഞ്ഞ് വേഗം പെരയിൽ എന്തെങ്കിലും വാങ്ങി കൊടുക്കുക. മഗ്‌രിബ് ആവുമ്പോഴേക്കും പള്ളിക്ക് വരിക. ഫുൾ പള്ളിയിൽ രാത്രി കഴിച്ചു കിട്ടുക. ഫുള്ള് രാത്രി പള്ളി കഴിച്ചു കിട്ടുക. ഇബാദത്തുകാർക്ക് വേണ്ടി റമളാൻ നിങ്ങൾ പള്ളി തുറന്നു കൊടുക്കണം. ഇബാദത്തുകാർക്ക് വേണ്ടി റമളാനിൽ പള്ളി പൂട്ടുകറിഞ്ഞാൽ ഒരു ശരിയുള്ള കാര്യമല്ല. ഒരാൾ രാത്രി ഒന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് തുറന്നു കൊടുക്കണം. സാമൂഹ്യ വിരുദ്ധർ കൈകാര്യം ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പൂട്ടണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, വാതിലെണ്ണ തുറന്നു. അതുകൊണ്ട് ഒരാൾ ഏതെങ്കിലും ഒരു മുഅ്മിൻ നമുക്ക് അറിയുന്ന ഒരാൾ അപരിചിതനാവും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. അത് വേറെ കാര്യം. നമുക്കറിഞ്ഞ ഒരു മുഅ്മിൻ വന്ന് പള്ളി ഞാൻ നിന്ന് പള്ളിയിൽ നിന്ന് ഇബാദത്ത് ചെയ്യണം വിചാരിക്കണ്ട. ആയിക്കോട്ടെ, ഓക്കെ വെൽക്കം. പള്ളി പൂട്ടരുത്. ഞാൻ മസ്ജിദിൽ പറയില്ല, റമളാനിലെ പള്ളി എന്ത് ചെയ്യരുത്, പൂട്ടരുത്. നിങ്ങൾ പൂട്ടാൻ പാടില്ല. അവിടെ പൂട്ടലുമില്ല. ജസ്റ്റ് നായും ബാക്കിയുള്ളവർക്ക് കയറാക്കാനുള്ള ഒരു അടവുണ്ടാവും. ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് തുറന്നു. അവൻ പള്ളി വന്ന് നിൽക്കുക, കുറച്ചേരം ഊതുക, കുറച്ചേരം കരയുക, കുറച്ചേരം ദുആ ചെയ്യുക. ആരുണ്ടാവില്ല വൈകി. ഒന്നോ രണ്ടോ കൂട്ടുകാരെ കൂട്ടിയാൽ മതി. റമളാൻ ഫുള്ള് പള്ളി കിടന്നു. എവിടൊക്കെ നമ്മൾ പോയി കിടക്കുന്നുണ്ട്, ഏതൊക്കെ ക്യാമ്പിൽ കിടക്കുന്നുണ്ട്, ദുനിയാവിന് വേണ്ടി എവിടൊക്കെ പോയി രാത്രി കഴിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഒരു ചുക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല. വിദേശത്ത് പോയിട്ടില്ല, എവിടെയൊക്കെ പോയിട്ടില്ല. അതുകൊണ്ട് പള്ളി സമയം കഴിച്ചില്ല. രാത്രി ഒരുപാട് ഓതാൻ പറ്റും. മഗ്‌രിബ് ആകുമ്പോഴേക്കും നേരത്തെ പള്ളിയിൽ എത്തുക, ദുആ ചെയ്യുക. നമുക്ക് നിശ്ചയിച്ച പത്തക്ക് പരിപാടിയൊക്കെ ഉണ്ടാവും. അത് ഉറപ്പായിട്ടുണ്ടാവും. അത് ബേജാറൊന്നും വേണ്ട. ഇബാദത്തിൽ നിൽക്കുന്ന ആൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. ആര് അവിടെ ഇടിയുണ്ടാക്കിയൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അയാളടുത്ത് വരക്കുണ്ട്, അയാൾ ഇപ്പോഴൊന്നും വരില്ല. അയാൾക്ക് വേണ്ടി ഒരു പാത്രം എടുത്തോക്കണം എന്ന് പറയും ആൾക്കാർ. ഓന് പിന്നെ വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. അതെങ്കിലും എടുത്തേക്കും. ഇല്ലയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്തിന് സമയം കണ്ടെത്തണം. മറ്റൊന്ന്, ഇബാദത്തിന് മസ്ജിദിൽ വരുന്ന ആൾക്ക് നോമ്പ് വെറുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മൻ ഫത്തറ സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനന്നാർ. ഒരാളൊരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറതൻ ലിദുനൂബി, അവന്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. വഇത്ഖ റഖബതിഹി മിനന്നാർ, അവന്റെ പെരടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. എന്നുവെച്ചാൽ അവന്റെ നരകമോചനത്തിന് അത് കാരണമാണ്. എന്ത് ചെയ്താൽ മതി, ഒരു നോമ്പുകാരനെ നോമ്പ് ഉറപ്പിച്ചാൽ മതി. സഹാബാക്കൾ നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. സഹാബാക്കൾ പറഞ്ഞു, ലൈസ കുല്ലുനാ യജിദു മാ യഫത്തിറു സായിം, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള വക ഞങ്ങളെല്ലാവരും കൈകളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ ബിശർബതി മാഇൻ ഔ മദ്ഖതി ലബനിൻ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോ, ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ, ഒരു മുറുക്ക് പാല് കൊണ്ടോ, ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടോ നിങ്ങളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും എന്ന് പറഞ്ഞു. എന്ത് പ്രതിഫലം? എന്താ പ്രതിഫലം? എന്താ? പാപങ്ങൾ പുറത്തു തരിക, പിന്നെ നരകത്തിനെ മോചിപ്പിക്കുക. നമ്മൾ ആലോചിച്ചു. അപ്പൊ മസ്ജിദിൽ അതിനുള്ള തർത്തീബ് ഉണ്ടാക്കണം. ഉണ്ടാക്കൂല ഇൻഷാ അല്ലാഹ്. ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കുന്ന ആള്, പള്ളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞാൽ, മസ്ജിദിൽ വരുന്ന ആൾക്കാർ, നമ്മളെപ്പോലത്തെ ഇങ്ങനത്തെ പള്ളികളിൽ വരുന്ന ആൾക്കാർ ഒരു വിശ്വാസത്തോടു കൂടിയാണ് വരുന്നത്. എന്താണ്? ഇവിടെ ഉള്ളത് ഹലാലായി. നോമ്പിൽ ഏറ്റവും നോമ്പല്ലാത്തപ്പോൾ ശ്രദ്ധിക്കണം. നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോണ ഒരു ഹറാമായ ആഹാരം കൊണ്ട് നോമ്പ് തുറന്നവൻ എന്ന് പറഞ്ഞ ഹദീസിലുണ്ട്. അങ്ങനെ നോമ്പ് മോനെ ഒരു പ്രതിഫലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആൾക്കാർ വത്തക്കയും ഓറഞ്ചും അതേമാതിരി പിന്നെ ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നൊരു പള്ളിയിൽ ചിലർ കൊണ്ടയച്ചു പോകും. നമ്മളെന്താ എത്തിക്കല്ലേ, പള്ളിക്കാരധികം എന്തെങ്കിലും മാഷാ അല്ലാഹ് 3 എട്ട് ഈത്തപ്പഴം കിട്ടി, 10 ദിവസത്തേക്കുള്ള ആയല്ലോ, അൽഹംദുലില്ലാഹ്. അബു ഓൻ ചിന്തിക്കണത് ഓന് പൈസ ലാഭമായല്ലോ എന്നാണ് ഓൻ ചിന്തിക്കണേ. ഈ ലാഭം നോക്കണ്ടേ മാസമല്ല റമദാൻ, ലാഭം നോക്കണം എവിടുത്തെ ആഖിറത്തില്. അതുകൊണ്ട് ഇതിന്റെ ചുമതലയുള്ള ഇതാ വീണ്ടും ഞാൻ ആവർത്തിച്ച് വരാൻ കുബാ മസ്ജിദുകാരോടാണ് ഈ കാര്യം പറയുന്നത്. ബാക്കിയുള്ള മസ്ജിദുകാരോട് ശ്രദ്ധിക്കണം. ആരാണോ അതിന്റെ ചുമതലയുള്ള ആള്, ഒരു ഹറാമിന്റെ ഒരു ഈത്തപ്പഴോ ഒരു ചുള നാരങ്ങന്റെ കഷ്ണോ ഒന്നും ആ തട്ടിക്ക് വരരുത്. വന്നങ്ങൾ കുടുങ്ങും.
അതുകൊണ്ട് വ്യക്തമായി അയാളെ സമ്പാദ്യമാർഗം ബോധമുള്ള ആൾക്കാരോട് മാത്രമേ അധിക അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്നത് സ്വീകരിക്കാൻ പാടില്ല. ചില ആൾക്കാരുടെ തട്ടൊക്കെ നിരത്തിയതിനു ശേഷം ഒരു ഇതിൽ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ഓനൊക്കെ അപ്പ പിടിക്കണം. അതിനവിടെ ആള് നിൽക്കണം. ഈ ആരാണ്, എന്റെ പൈസ എന്താണ്, ഓനോട് ചോദിക്കണം. അതിനൊന്നും ഒരു മടി വിചാരിക്കണ്ട. ഇത് നമുക്കുള്ളതല്ല, ഇത് അള്ളാഹുവിന്റെ പേരിൽ വരുന്ന വിശ്വാസത്തോടു കൂടി വരുന്ന ആളുകൾക്കാണ്. ഇന്ന് അധിക പള്ളികളിൽ നോമ്പുറപ്പിക്കാൻ ആരൊക്കെ കണ്ടിട്ട് വട്ടിക്കാരനെയും പലിശക്കാരനെയും അറബിനെ പറ്റിച്ചവനെ ഓനൊക്കെയാണ് കൂടുതൽ കൊടുക്കുക. കാരണം ഓന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുത്തുണ്ട്. എന്ത് അറബി നാളെ ഖിയാമത്ത് വരുമ്പോ ഇതൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചു പോകാനുള്ളതാണ്. ഏത് അതുകൊണ്ട് ഓരോ ഏറ്റവും കൂടുതൽ കൊടുക്കും, ഏറ്റവും കൂടുതൽ. അവിടെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും നല്ലപോലെ ആലോചിച്ചോളൂ. ഇത് പള്ളിക്കാരെ മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ തുറക്കുന്ന ആൾക്കാരും ആലോചിക്കണം, തുറക്കുന്ന ആൾക്കാരും ആലോചിക്കണം. ഞാൻ ഏതുകൊണ്ടാണ് കഴിക്കുന്നത്. പള്ളിക്കാരൊന്നും അങ്ങനെ ഫുള്ള് വിശ്വസിക്കാനും പറ്റില്ല. ആര് കൊടുത്താലും വാങ്ങും. മലപ്പുറം ജില്ലന്റെ നെഞ്ഞത്ത് ഒരു പള്ളിന്റെ ടൈൽസ്, ഹൗസിന് ടൈൽസ് ഒട്ടിക്കാൻ അവിടെ പോയി ചോദിച്ചതാണ്. ഒരു അമുസ്ലിം സഹോദരന് ഓന്റെ സമ്പാദ്യമാർഗം കറക്റ്റുമല്ല. നെഞ്ഞത്ത് ഞാൻ ഒരു സ്ഥലം നിന്നപ്പോ എന്നോട് വലിയൊരു കൂട്ടുകാരൻ പറഞ്ഞു, ആ ഉദൂർക്കുണ്ടാകും. ഞാൻ നമ്മളെ പള്ളിയൊന്നുമല്ല, നമ്മളൊരു പള്ളി കയറിയതാണ്. വലിയ ചുവത്തെ പള്ളിയാണ്, കബർസ്ഥാനുള്ള പള്ളിയാണ്. മലപ്പുറം ജില്ലന്റെ നെഞ്ഞത്ത്, മലപ്പുറത്തല്ല, മലപ്പുറം ജില്ലന്റെ നെഞ്ഞത്ത്. അപ്പൊ ആ പള്ളിക്ക് ഇഷ്ടംപോലെ വരുമാനമാണ്. അപ്പൊ കമ്മിറ്റിക്കാരും സമരൊക്കെ ചിന്തിക്കണേ എങ്ങനെയെങ്കിലും കിട്ടട്ടെ, എന്തായാലും കുഴപ്പമില്ല, അവനാന്റെ കാര്യം ഇറക്കില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കണോലും നല്ല ആലോചിച്ചോളി. കിട്ടിയോടത്തൊന്നും പോയി അടിക്കാൻ നിൽക്കണ്ട. ഒരു ഈത്തപ്പഴം ഒരു കുപ്പി വെള്ളം വെച്ചാൽ മതി. ഒരു ഈത്തപ്പഴം ഒരു കുപ്പി വെള്ളം. പള്ളിയല്ലേ നല്ല ആക്രോട്ട് തിന്നാനൊന്നും കൊണ്ടാ. നെഫ്സിനെ കുറച്ച് കൺട്രോൾ ചെയ്തേക്ക്. കാരണം നോമ്പ് അള്ളാഹിനടുക്കൽ എത്തണ്ടേ. ഹറാമോണ്ട് തിന്നാൻ ആ നോമ്പൊന്നും അങ്ങോട്ട് എത്തൂല. അതുകൊണ്ട് നോമ്പ് തുറക്കലൊക്കെ നല്ലപോലെ ആലോചിച്ചോളി. മറ്റേ നോമ്പോറ, ഈ നോമ്പോറ, സമൂഹ നോമ്പുറ എന്നൊക്കെ പറയും. തിന്നാൻ കിട്ടാത്തവന്റെ മരുമനെ പോയി ഏകടി തിന്നാണ്. രാവിലെ അതിൽ പട്ടിണി ഇറന്നിട്ട് വൈകുന്നേരം കണ്ട ഏതൊക്കെ ചെങ്ങായിന്റെ ആരാമൊക്കെ കലന്ന് അത് അടിച്ചിട്ടാ തിന്നണത്. നോമ്പുറ, സമൂഹ നോമ്പുറ. ആരോടൊക്കെ പൈസ ഒരു ഐഡിയ ഇല്ല. തിന്നാൻ വേണ്ടി ഒന്നൊന്നല്ല നമ്മളെ പട്ടിണി കടത്തുന്നതിന് എന്തിനാണ് പറഞ്ഞാൽ ഹലാലും ഹറാമൊക്കെ വരുമ്പോൾ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയ മുഴുവൻ തിന്നരുത്, ബോധത്തോടു കൂടി തിന്നാൻ പാടുള്ളൂ. ഖുർആന്റെ വ്യക്തമായ കൽപ്പനയാണ്, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് തയ്യിബാത് വഅമലു സാലിഹ. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് മാത്രമേ തിന്നാവൂ. കുലൂ മിനത് തയ്യിബാത് വഅമലു സാലിഹ. സാലിഹായ അമൽ ചെയ്യണം. നല്ലത് തിന്നാലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സാലിഹ അമൽ ചെയ്യണം. അതുകൊണ്ട് പള്ളിക്കാർ നല്ല ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുഖ്ലിസീങ്ങളായ നമ്മളെ നല്ല സമ്പാദ്യത്തിന് നമ്മൾ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കാരെ. നോമ്പ് തുറപ്പിക്കാറുണ്ട്. പഴയ കാലത്ത് പട്ടിണി കിടക്കുന്ന കാലത്ത് ഒരു നോമ്പറുണ്ടായി നമ്മുടെ നാട്ടിൽ. അയൽവക്കാർ ബാക്കിയുള്ളവർക്ക് വിളിച്ച് കേൾക്കാൻ ഇറച്ചി പത്തിരൊക്കെ കൊടുത്താൽ അതിന് ഞങ്ങൾക്ക് എന്താവും, വായ്പുണ്ടി ചക്കിയൊക്കെ തിന്നണോടത്ത് പകരം ഒരു 10 ചായ കിട്ടാറിന് അന്ന് എന്തായിരുന്നു. ഇതൊന്നും ചെറുപ്പക്കാർക്ക് തിരിയില്ല. വയസ്സായ ആൾക്കാരായാലും അനുഭവിച്ച ആൾക്കാർ പറഞ്ഞു. ഒപ്പം കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്നൊരു നോമ്പർക്ക് പോകാറുണ്ടാൽ എന്ത് ചെയ്യുന്നു, ആവശ്യം. ഇന്ന് ആർക്കും നോമ്പറെ വിളിച്ചല്ലേ പോയി കുടുങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അതുകൊണ്ട് അയച്ചാൽ നോമ്പറൊന്നും ആവശ്യപ്പോ വല്ലാതെ ഇല്ല. ഞാൻ അതേ ഏതെങ്കിലും പാവപ്പെട്ട കൂട്ടുകാരനെ ഓൾക്ക് നോമ്പറക്കാള് ഓലെന്നെ ഉണ്ടാക്കി തിന്നോളൂ. ഓലെ പെരയിൽ എന്ത് ചെയ്താൽ മതി, ഉണ്ടാക്കി നമ്മൾ സാധനം വാങ്ങി കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ നോമ്പറക്കാള് ഞങ്ങളെ പെര കൊണ്ടുവന്നിട്ട് വൈകുന്നേരം കൊണ്ടുപോയി കൊടുത്താൽ നമ്മളും സമാധാനമായി, ഓലും സമാധാനമായി. മറ്റ് ഉച്ച മുതൽ തുടങ്ങും. പത്തിരിപ്പൊടി വാട്ടിലും കുഴക്കലും അസറസ്കാരും പോവും, മരുസ്കാരും പോവും, പിന്നെ ഇശാംസ്കാരും വെള്ളത്തിലാവും. തറാവിയൊന്നും ഉണ്ടാവില്ല. ഈ പാവം പെണ്ണുങ്ങൾ നോമ്പിട്ടുള്ള ഈ പണിയെടുക്കണേ. അവിടുത്തെ ആ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരുടെ തറാവിസ്കാരൊക്കെ പോലെ ഈ നോമ്പറക്കാൻ പോകണം. മരോളെടുത്ത് നോമ്പറക്കാൻ പോയില്ലേ ഓരോ അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും. അതിന് ആദ്യം തന്നെ റമദാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ പറയാം, ഇൻഷാ അല്ലാഹ് 6 നോമ്പ് വെക്കാൻ വിചാരിക്കണ്ടേ, ഏത് നോമ്പിൽ ഞങ്ങൾ തുറപ്പിക്കാൻ വിചാരിച്ചു വയ്ക്കുക. മനസ്സിലായില്ലേ? അതിന് പിന്നെ തറാവിസ്കാരൊന്നും ഇല്ലല്ലോ. മട്ടത്തിന് ഇന്നൊക്കെ ചെയ്തിട്ട് നിസ്കരിച്ച് അങ്ങനെ പോന്നാൽ മതി. ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിളിച്ചാൽ നേരത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിഞ്ഞ കുറെ ആൾക്കാരുണ്ട് റമദാൻ മാസത്തിലായ ഒരു ഏർപ്പാടില്ല. അവനാന്റെ പെരെ തുറക്കുക, അല്ലെങ്കിൽ അവനാന്റെ പള്ളി തുറക്കുക, അവനാന്റെ വിഭാഗത്ത് ചെയ്യുക. ഈ മാഞ്ഞാലത്തിനൊന്നും ഞാനില്ല. അങ്ങനല്ലോ. ആദ്യമായിട്ട് മോൻ പെണ്ണെട്ടിയാണ്. അപ്പൊ പെണ്ണിന്റെ മോന്റെ മരോളം പേർക്കാർക്ക് ഒരു ഇതുണ്ടാവും, എന്ത് അമാശാക്കനൊക്കെ നോമ്പറക്കാൻ വിളിച്ചില്ല, ഒരു മോശമല്ലേ, ഒരു മോശവും ഇല്ല. ഉണ്ടോ?
എന്താ വൈ ഒരു മോശമില്ല. അതുകൊണ്ട് നോമ്പറക്കൊക്കെ കയ്യിനും പോലെ ഒഴിവാക്കലാണ് നല്ലത് അല്ലേ? അവനാന്റെ ഇബാദത്തും കാര്യങ്ങളൊക്കെ റാറ്റായി കിട്ടാൻ. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നോമ്പറിന്റെ ഫുഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. നമ്മൾ സ്വന്തം തീരുമാനിക്കാം. ഈ സമൂസ ഈ റമദാൻ വരെ റവയാണ്, ഷാബാൻ 30 വരെ അല്ലെങ്കിൽ 29 വരെ അതിന്റെ പേരെന്താണ്? റവ. റമദാൻ ഒന്നായാൽ എന്തായി വൈ പേരിന് മാറ്റി. അതിനെന്തായി പിന്നെ തരി. എന്തായി തരി. തരിക്കഞ്ഞി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. തരിക്കഞ്ഞി റവ എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ എന്താണെന്നാൽ റവന്റെ മേൽ ഇജ്തിഹാദ് നടത്തിയ ആളാണ് ഞാൻ. ഉപ്പുമാവിന്റെ മേൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് മദ്രസയിൽ നിന്നുണ്ടാവും ഓരോ ദിവസവും. ചൊവ്വാഴ്ച എന്ന എന്റെ ഓർമ്മ നാസ്തക്ക്. അത് കഴിഞ്ഞാൽ 3ാമത്തെ പീരീഡ് ഉറക്കിക്കും. അങ്ങനെ ഉറങ്ങണം. കാരണം ഇത് വളരെ കിടന്നിട്ട് അന്ന് കുട്ടികളും അല്ല, അതൊക്കെ ഒന്നും ചെയ്യും. ഉപ്പുമാവ് അങ്ങനെ കയറി ഉറക്കം ഇങ്ങനെ വരും. അതിനാണ് ആ സാധനം കൊണ്ട് വെച്ച് എപ്പോ നോമ്പറക്കണത് ആ മധുരും റവയും കൂടി അവിടെ കയറിയാല് തറാവിസ്കാരൊക്കെ ഇങ്ങനെ അയലിച്ചു. ഇപ്പൊ ആയത് പോയി തോന്നുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ അതിന്റെ നിർബന്ധക്കാരും ഇല്ല. പക്ഷെ ഇപ്പൊ സമൂസ, മറ്റേ ഉന്നക്കായി, തൽക്കാണികായി എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനം ഉണ്ടാക്കുക, വെറൈറ്റി ഉണ്ടാക്കുക. ഫോണിങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. എവിടെ അടുക്കളയ്ക്ക് എന്നാ വർത്താനം ഇങ്ങനെ കേൾക്കാം. എന്താണ് മുളകിടൂ, മല്ലിയിടൂ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇജ്തിഹാദ് നടക്കുക ഫുഡിന് റമദാനില്. ഇല്ല വൈ. അതുകൊണ്ട് ഞങ്ങളോട് ഒരു വലിയ കാര്യം പറയാം. നിങ്ങളെ ഭാര്യമാര്, നമ്മളെ ഭാര്യ, നമ്മളെ പെങ്ങന്മാരും ഒരു പാവങ്ങളാണ്. ഒരു പെരന്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നവരാണ്. ഒരു നമുക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ നിൽക്കുന്നവരാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോണ കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, ഉച്ചക്ക് ആട്ടിങ്ങട്ട് എനിക്ക് അവിടെ പോകണ്ടെന്നൊക്കെ നമ്മൾ ആരോടോ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല, നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഉച്ചക്ക് ഉണ്ടാവില്ല, നിങ്ങൾ രാത്രി ഉണ്ടാവില്ല, നിങ്ങൾ ചോദിക്കും. എന്തിനാണ് ആ ചോദ്യം അറിയാൻ? എന്തിനാ? നിങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ ഇവിടെ നാസ്തന്റെ എന്തുണ്ട്, കറി ഇവിടെ ഉണ്ട്, നമുക്ക് ഞാൻ ഒരു ജസ്റ്റ് ചോദിച്ചാൽ മതി. നിങ്ങളുണ്ടാവില്ലെങ്കിൽ ഇതെല്ലാം ആണെന്നൊക്കെ പറയുന്ന കാര്യം. നമ്മളുള്ളതിന്റെ പേരിലാണ് ഓലെന്ത് ചെയ്യുന്നത്? ഓലൊന്ന് ഉഷാറാക്കാൻ എങ്ങനെ ഇപ്പൊ നമുക്ക് തരിക എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ തരുന്നത്. കുഴപ്പമില്ല, റമദാൻ മാസം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റമദാനില് നിങ്ങൾ ഓരോടൊരു കരുണയാണ്. ഭാര്യനോട് പറയാം, ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. എന്തെങ്കിലും ഒരു 10 രൂപ ചാറൊക്കെ ഞാൻ ഇഷ്ട കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതി. ഈ സമൂസ, അത് കട്ടയില്, ഇത് കട്ടയില്. ആ സമയത്ത് ഈച്ചങ്ങൾ നോമ്പറക്കാൻ നേരത്തും ഇതുമലുള്ളത്. ഇവിടെ 10 ലക്ഷം ആൾക്കാരൊക്കെ നരകത്ത് മോചിപ്പിക്കും. ഓരിങ്ങനെ നമുക്ക് വേണ്ടി ഇത് പൊരിച്ചലും ഇതാക്കലും ഇത് വാരലുമായിട്ട് നിൽക്കുക. അങ്ങനത്തെ ഡ്യൂട്ടി ഒന്നും കൊടുക്കല്ലേ. റമദാനിലെ പോലെ ഫ്രീ ആക്കി 11 മാസം പഴയെടുക്കണ്ടല്ലോ, ഫ്രീ ആക്കി കൊടുക്കി. എനിക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട, ഒരു പുതിയത് ഉണ്ടാക്കണ്ട. ഞാമുള്ള എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിക്ക് നേരത്തെ വരും, പള്ളിക്ക് നേരത്തെ വന്നിട്ട് പള്ളിയിൽ നിന്ന് ദുആ ചെയ്യും. മഗ്‌രിബ് ആകുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. അവിടെ കുറെ നേരത്തെ വിചാരിച്ചിട്ട് മുഴുവൻ തിന്നണമെന്നൊന്നും നമ്മൾ കരാറെടുക്കണ്ട. കുറച്ച് കഴിച്ചാൽ മതി. എന്നിട്ട് വേഗം മഗ്‌രിബ് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്തുകൾ നിസ്കരിക്കുക. ഏറ്റവും നല്ല നിലയിൽ ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് മഗ്‌രിബ് ഇശാന്റെ ഇടയിലുള്ള സമയം. ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് അതാണ്. എന്താണ് കാരണം പറഞ്ഞാല് മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഉണ്ടാവോ, ഒരു പരിപാടി ഉണ്ടാവില്ല. എല്ലാവരും ഇതിന്റെ ബാക്കിൽ കെട്ടിമാരുണ്ടാവും. അപ്പം സഫൊക്കെ കാലിക്കും സ്വസ്ഥമായിട്ടിരുന്ന് നിസ്കരിച്ച് ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ മര്യാദയ്ക്ക് മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. 6:40 മറ്റേ ബാങ്ക് കൊടുത്താൽ അതൊക്കെ നോമ്പറൊക്കെ കഴിഞ്ഞ് 7 മണി 7:15 ആവും എന്തായാലും ഇതൊക്കെ കഴിയാൻ. അപ്പൊ ഇതിന് 8 മണിയാകുമ്പത്തിന് എന്ത് ചെയ്യും? ഇശാവാൻ കൊടുക്കും. 8:30 നിസ്കാരം തുടങ്ങും. 8 മണി വരെ ആ പള്ളിയിൽ അങ്ങനെ ഇരുന്നാൽ അവനക്ക് മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ പള്ളിയിൽ ഇബാദത്തിൽ കഴിഞ്ഞു കൂടുന്ന ആളുകൾക്ക് ഒറ്റ മുത്തിനാലുള്ള ഒരു മാളിക നൽകും. അത് കിട്ടുവന്. പാഴ്വർത്തമാനങ്ങളൊന്നും ഉണ്ടാവില്ല. അവനക്ക് ദുആ ചെയ്യാം, അവനക്ക് കരയാം, അവനക്ക് ഖുർആൻ ഓതി തീർക്കാനുള്ള സമയം അതാണ് സത്യത്തിൽ.
ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ ആണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 3 ചൂടുകൊടുത്തൊക്കെ വേഗം വന്ന് വീണ്ടും തറാവീഹ് നിസ്കാരത്തിന് ആഫിയത്തോടെ നിൽക്കാം, ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം വയറ് ഒരു മാന്യമായ ലെവലിലാണ്. പിന്നെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ച് കിടന്നാൽ അത്താഴത്തിന് വേണമെങ്കിൽ ആ സുന്നത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചായയും എന്തെങ്കിലും ഒരു സാധനം കുടിച്ചാൽ സമാധാനമായി. എത്ര ഭക്ഷണം കുറക്കും അത്രയും ആഫിയത്ത് കൂടും. നമ്മൾ തെറ്റിക്കേർക്കാണ് വൈകുന്നേരം വരെ നിൽക്കേണ്ട വെച്ചിട്ട് അത്താഴം അങ്ങനെ തിന്നാലേ. പഴമക്കാരൊക്കെ ആ കാര്യത്തിൽ മഹാപോക്കി അല്ലേ. ആദ്യം ഫുള്ള് എന്തെങ്കിലും ഒരു ഇലക്കറിയോ ചരങ്ങ താഴ്ച കൊണ്ടിട്ട് ഒരു അടി അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് എന്തുണ്ട് ഒരു പഴം കുഴച്ചിട്ട് ഒരു അടി. തറാവീഹ് കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വലിയ പഴക്കൊല അങ്ങനെ തൂക്കിയിട്ടുണ്ടോ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങണ പീടിയിൽ. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇല്ല ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ മതിയാവും, ഒന്ന് പഴമൊക്കെ കഴിച്ചായിരിക്കും. ഇപ്പൊ ഏതായാലും അയിന്ന് എന്താ ഇനി അതൊരു സംഗതി ഇന്ന് കഴിച്ചില്ലായി. അവര് വലിയ കുഴച്ച് ദമ്മൊക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യല് കടക്കല്. അതുകൊണ്ട് കുറച്ചത്തായം കഴിക്കുക, കുറച്ചത്തായം കഴിക്കുക. ഈ സമയമൊക്കെ ഇബാദത്തിന് ചെലവാക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടുകാരോട് പറയാം, ഞാൻ തറാവീഹിനെ വരുള്ളൂ, വരണമെങ്കിൽ ഇല്ലേ പള്ളിയിൽ നിൽക്കുക, കുറച്ചുണ്ടാക്കിയാൽ മതി, അപ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി. ഈ സമാധാനമായി നിസ്കരിച്ചു, കുഴപ്പമൊന്നുമില്ല. ഒരു കറി എന്തെങ്കിലും മതി, ബാക്കി നമുക്ക് ഉണ്ടാക്കലോ ഐറ്റംസ് ഒക്കെ റമദാൻ കഴിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് ഓരോട് നിങ്ങൾ കരണേ ചെയ്യില്ല. സ്ത്രീകൾക്ക് ഭയങ്കര പേടിയാണ് റമദാൻ വരുന്നത്. എന്തായോ ഇവിടെ കുറെ കുട്ടികളെ കൊണ്ടിറക്കലൊന്നും അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല, നമ്മളെ കൊണ്ടിറക്കലാണ് എന്ത് പ്രശ്നം. ചിലർക്ക് നോമ്പ് പള്ളയിലായാലും പിന്നെ പെരും ദേഷ്യം, പെരും ചൂടായാലും. അതുകൊണ്ട് അതൊക്കെ കൊണ്ട് ആലോചിച്ചിട്ടായിട്ട് ബേജാറ് കൊടുക്കും. ഇപ്പൊ തന്നെ പടച്ചോനെ എങ്ങനെ ഈ റമദാന് കഴിഞ്ഞു പോവാന്നുള്ളതിന്റെ ബേജാറുള്ളത്. കാരണം നോമ്പ് കണ്ട് കേറിയ പിന്നെ ഭയങ്കര ചൂടേക്കും വഴി. നിങ്ങൾ പറഞ്ഞതാണ് ക്ഷമയുടെ മാസമാണ് റമദാൻ. മൂമിന്റെ റിസ്ക് അധികരിക്കപ്പെടുന്ന മാസമാണ് ക്ഷമയുടെ മാസം. അതുകൊണ്ട് ഭാര്യമാരോടും വീട്ടുകാരോടൊക്കെ മാന്യമായി പെരുമാറി ചപ്പാടും പാടും ഉണ്ടാക്കരുത്. ഉപ്പൊക്കെ നോക്കിയിട്ട് കച്ചറുണ്ടാക്കും. ഒരു നോമ്പ് വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് ഉപ്പ് പോരെ അങ്ങനെ ചെയ്താൽ ഭ്രാന്തിച്ച് ചൂടാകുക. ചെയ്യരുത്, അതൊക്കെ അക്രമമാണ്. നാളെ ഖിയാമത്ത് കുടുങ്ങും നമ്മൾ. അതുകൊണ്ട് ഭാര്യമാരോടും വീട്ടുകാരോടൊക്കെ മയമായി പെരുമാറി എപ്പോഴും പെരുമാറണം, പ്രത്യേകിച്ച് റമദാൻ. മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞാൽ ഖുർആൻ അധികരിപ്പിക്കേണ്ട മാസമാണ്. അതേപോലെ അധികരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക. നബി തങ്ങൾ സഹാബങ്ങൾ റമദാനിൽ അധികമായി സമ്പത്ത് ചെലവാക്കുക, അതിനുവേണ്ടി പ്രേരിപ്പിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് റമദാൻ. അപ്പൊ നമ്മൾ പറയും നമ്മൾ ചെലവാക്കലുണ്ട്, കാരണം നമ്മളെ സക്കാത്ത് മുഴുവൻ കൊടുക്കൽ എപ്പോഴാണ്? എപ്പോഴായി? ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് റമദാൻ മാസം സക്കാത്തിന്റെ മാസമാണ്. അല്ല വൈ, സൗമ് റമദാനാണ്. റമദാനിൽ എന്താ ഉള്ളത് ഒന്ന് പറയുന്നത്? നോമ്പാണ് റമദാനിലുള്ളത്. സക്കാത്ത് റമദാനിലില്ല. അതാരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരാള് റജബ് 15-നാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ റജബ് 15 അയാളെ സക്കാത്തിന്റെ സമയം. ഒരാൾ റബീഉൽ അവ്വൽ 8-നാണ് തുടങ്ങിയതെങ്കിൽ റബീഉൽ അവ്വൽ 8 അയാളുടെ സക്കാത്തിന്റെ സമയം. ഒരാൾ ശവ്വാൽ 8-നാണ് തുടങ്ങിയതെങ്കിൽ ശവ്വാൽ 8 അയാളുടെ സക്കാത്തിന്റെ സമയം. മനസ്സിലായില്ല വൈ? നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നാണോ കച്ചവടം തുടങ്ങിയത് അന്നാണ് കച്ചവടത്തിന്. അപ്പോ ഫെബ്രുവരി 28-നാണെങ്കിൽ നമ്മൾ ആ ഡേറ്റ് നോക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നോക്കി വെക്കേണ്ടത് ഏതാണ്, അറബി മാസം ഏതാണെന്ന് നോക്കി വെക്കണം. ഇംഗ്ലീഷ് മാസം നോക്കിയിട്ടല്ല എന്ത് കൊടുക്കേണ്ടത്, പറയൂ സക്കാത്ത് കൊടുക്കണ്ടേ. അങ്ങനെ സക്കാത്ത് കൊടുത്താൽ 33 വർഷം കഴിയുമ്പോൾ ഒരു കൊല്ലത്തെ സക്കാത്ത് നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഉണ്ടാവില്ല, കുടുങ്ങും. അതുകൊണ്ട് അറബി മാസം നോക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാരെന്തിനാ പിന്നെ സക്കാത്ത് റമദാനിൽ കൊടുക്കുന്നത്? റമദാനിൽ കൊടുക്കുന്നത് ഒന്ന് കൊടുത്താൽ എത്ര കിട്ടുന്നുണ്ടാവും? 70 ഇരട്ടി കിട്ടും, കുറെ കിട്ടും. അതുകൊണ്ട് കൊടുക്കണാണ്, അതുകൊണ്ട് കൊടുക്കണാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. റജബ് മാസത്തിൽ എപ്പോഴേ റജബ് ഉണ്ടായിരുന്നു?
ജനുവരി അല്ലേ? ജനുവരി ജനുവരി 15-ാം തീയതി റജബിന് നിങ്ങൾ കൂട്ടിക്കൊള്ളി. റജബ് 14-15 അതിന് നമ്മളെ പെരയില് നമ്മളെ ബാത്റൂമിന്റെ ഒരു സൈഡ് തേക്കാൻ വേണ്ടി ഒരു പണിക്കാരനെ വിളിച്ചു. അങ്ങനെ 2 ദിവസം പണിയെടുത്തു. അപ്പൊ അവനോട് എത്ര കൂലി വെച്ച്? ഓൻ പറഞ്ഞ 2000 രൂപയാണ്. പിന്നെ അവന്റെ കൂടെ ഹെൽപ്പിനൊന്നുണ്ട്, ഓനക്ക് 800 രൂപ വെച്ചിട്ട് 1500, അങ്ങനെ 3800 രൂപയാണ്, 3600 രൂപയാണ്. അപ്പൊ അവനോട് പറഞ്ഞാൽ തെരഞ്ഞിട്ട് പറഞ്ഞു, കണക്കൊക്കെ പറഞ്ഞു, അത് തെരഞ്ഞു. അപ്പൊ ആ മറ്റേ പണിക്കാരന്റെ കൂലി ആരും കൊടുത്തു? കൂടെ ഹെൽപ്പറിന് വന്നവരുടെ കൂലി ഇയാൾ പൈസ തരാൻ ഇറങ്ങാറായപ്പോ ഇയാളെപ്പോഴും വിളിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ പണിക്കാരൻ തന്നെ എന്ത് ചെയ്തു? കൊടുത്തു. ഇപ്പൊ 3600 രൂപ ഓനക്ക് കിട്ടാണ്ട് ഇയാളെ. അപ്പൊ ഓന്റെ ആ സാധനം കൊടുത്തു, 1600 രൂപ ഓനക്ക് കൊടുത്തു. അപ്പൊ ഇവരിങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയി. 4-5 ദിവസം കഴിഞ്ഞ ഓൻ വീണ്ടും ചോദിച്ചു, തെരോട് വയ്ക്കാൻ തരാ, ചെറിയ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കാത്തുനിന്ന്. അങ്ങനെ റജബ് കഴിഞ്ഞു. പിന്നെ ഷാബാനിൽ അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആകെ കുടുങ്ങി. കാരണം ഓൻ കൂലിപ്പണിക്ക് വരണവനല്ലേ, അവനാകെ കുടുങ്ങി ഇടങ്ങേറൊക്കെ. അങ്ങനെ റമദാൻ കണ്ട് റമദാൻ ഒരു 5 ആയപ്പോണ്ട് ഇയാൾ വിളിക്കുന്നു, വാ എന്നിട്ട് എന്റെ പൈസ 3600 രൂപ അവൻ കൊടുത്തു. എന്തിനാണ്? ഒരുപാട് നന്മട്ടാൻ വേണ്ടി. കിട്ടൂലേ? കിട്ടുവായി. നിങ്ങൾ പറയും ഓന് നന്മല്ല കിട്ടല്ലേ, ഓൻ നാളെ പള്ളർച്ച് കിട്ടും. കാരണം ഈ സാധുവിനെ എന്താക്കിയിട്ടുണ്ട്, 2-3 മാസം അവനെ കഷ്ടപ്പെടുത്തിട്ടുണ്ട്. അവന് കൂലിയല്ല കിട്ടുക. ഇതേ പണി തന്നെയാണ് സക്കാത്തിന്റെ കാര്യത്തിൽ. സക്കാത്ത് നമ്മളെ ഔദാര്യമൊന്നുമല്ല, ഈ പാവങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. നാട്ടിലൊരു പാവമുള്ളതുണ്ടെങ്കിൽ നമ്മളിൽ 1 ലക്ഷം രൂപ വരുമ്പോൾ 2500 രൂപ അവിടുത്തെ ഫക്കീർ, മിസ്കീന്, കടക്കാരൻ എന്ന് പറഞ്ഞ ഈ ആൾക്കാർക്കുള്ളതാണ്. അത് നമ്മളെ പൈസ അല്ല. നമ്മളെ പൈസ ആണെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റുക. അത് ഓന്റെ പൈസ പിടിച്ചിട്ട് റമദാനാവുമ്പോൾ കൂലിട്ട് പറഞ്ഞാൽ എന്താ കിട്ടുക? നിങ്ങൾ പറയും. അതുകൊണ്ട് റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ നിൽക്കണ്ട. റമദാൻ സക്കാത്തിന്റെ മാസമല്ല. ഒരാള് ഷാബാൻ 1 മാസം കണ്ടപ്പോ പറഞ്ഞ മാസം കണ്ടില്ലേ? ഉസ്താദിനോട് എപ്പോഴും ചോദിക്കും, ഷാബാൻ എന്നാ ഷാബാൻ അത് മാസം കണ്ടായിരുന്നു. മാസം കാണുമ്പോൾ പറയാനോട്ടോ പറഞ്ഞു. ഷാബാനിൽ മൂപ്പർ എന്താക്കി പറഞ്ഞ ആൾ തീരുമാനിച്ചു, ഇനി ഒറ്റ സ്കെച്ചിലാണ്. എന്ത് ഒറ്റക്ക് സ്കെച്ചിലാണ്. അങ്ങനെ കഴിഞ്ഞ് റമദാൻ വന്നപ്പോ പിന്നെ ഏതായാലും അത് മൊത്തം എന്ത് ചെയ്യാ ഷാബാനിൽ ഒഴിവാക്കിയ മുഴുവൻ നിസ്കാരം റമദാനിലാണ് നിസ്കരിച്ച് തീർക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ചായത്തോട് ഇങ്ങനെ ഒരു നിസ്കാരത്തിന് ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. എന്തിനാ വെറുതെ കളിയുന്നതാണ്? കിട്ടൂലേ? കിട്ടോ? കിട്ടൂല. ഇതേപോലെ തന്നെയാണ് സക്കാത്ത് അതാത് സമയത്ത് ഫർളാക്കിയത്. അതുകൊണ്ട് റമദാനിലേക്ക് വലിച്ചെട്ടി കൊണ്ടുവരുന്നു വേണം. ഇനി ഒരാൾ റമദാനിലാണ് കച്ചവടം തുടങ്ങിയത്, ഒരാൾ റമദാനിലാണ് സക്കാത്തിന്റെ നിസാബ് പൂർത്തിയായാലെങ്കിൽ ഓക്കെ, റമദാൻ കൊടുത്താൽ മതി. മനസ്സിലായില്ലോ? പിന്നെ കുറെ ആൾക്കാർ ചെയ്യുന്ന എന്താ പറഞ്ഞാല് കുറച്ചൊക്കെ കൊടുക്കും, ബാക്കി റമദാനിലേക്ക് വെക്കും. എന്തിനാണോ? കുറെ ആൾക്കാർ വരും. എന്തിന്? റമദാൻ ആയാലും ശൈത്താന്മാരെ കെട്ടിട്ടാലും തിരുവാരെന്താവൂല, ഓരോ കയറൊന്നായിട്ട് തുറന്നിരുന്ന സമയമാണ്, ഒക്കെ പാടെ ആട്ടി തെളിച്ചു വിടുന്ന സമയമാണ്. കുറെ കുറവുണ്ടില്ലേ? പഴയ കാലത്തൊക്കെ കണ്ടമാനം ഉണ്ടാവും. ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും പാടെ. ഇപ്പൊ അതിനൊക്കെ കുറെ കുറവുണ്ട്. എന്നാലും ബാക്കിയുള്ള കുറെ പിരിവാരുണ്ട്, പള്ളിപ്പിരിവാരി, ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ ഓരോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ആൾക്കാർ കുറച്ച് പൈസ എന്ത് ചെയ്യുന്നത്. ഇത് അർഹരായ ആൾക്കാർക്ക് കൊടുക്കേണ്ട പൈസ പിടിച്ചെടുക്കാണ്, എന്നിട്ട് വേറെ ആർക്കോ കൊടുക്കാൻ. പള്ളിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. പള്ളിക്ക് എങ്ങനെ സക്കാത്ത് കൊടുക്കുക? അധികം ആൾക്കാർ പള്ളി പിരിവൊക്കെ വന്നാൽ പള്ളി അടുത്ത് സക്കാത്ത് കൊടുക്കലാണ്. അള്ളക്കുള്ള തന്നെയല്ലേ. ഹൗലുണ്ടാക്കാൻ വേണ്ടി കൊടുത്തെന്ന് വിചാരിച്ചോളൂ. ഇതാരത്തിന് അതിൽ പണക്കാരൻ ഒന്നും കൊടുക്കല്ലേ, പാവപ്പെട്ടവന്റെ അർഹമായ വിഹിതത്തിലല്ലേ. അതുകൊണ്ട് പോയി കൊടുത്തേക്കരുത്. അതുകൊണ്ട് ആൾക്കാരെ പിരിച്ചിട്ടുള്ള പരിപാടി അല്ലത്. അതുകൊണ്ട് റമളാനിൽ സാധാ സമ്പത്ത് ചെലവാക്കി, ഹലാലായത് ചെലവാക്കി, ഹലാലായ സമ്പാദ്യം ചെലവാക്കി.
ചെലവാക്കലും മാക്സിമം കൊടുക്കുക. വൈ തരും, തിരിച്ചു വരും. ഖുർആനിൽ ഞാൻ ഇത്ര എന്നെ അത്ഭുതപ്പെടുത്തിയ വേറെ സാധനമില്ല. ഖുർആൻ പറയുന്നുണ്ട്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാ. നിങ്ങളെ കൈമുള്ളതൊക്കെ നശിച്ചു പോകും, അള്ളാന്റെ കൈമുള്ള വാക്കുണ്ട്. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവാക്കിയാൽ അവൻ നിങ്ങൾക്ക് പകരം തരും. ആര് തരും? നമ്മൾ ചെലവാക്കിയ ഉറപ്പായിട്ട് പകരം തരും. മൻജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ഒന്ന് ചെയ്ത 10 കിട്ടും. 1 ഉറുപ്പിക കൊടുത്ത 10 ഉറുപ്പിക തിരിച്ചു തരും. ഇത് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹ് ഒരിക്കലും അവന്റെ വാക്കെന്താവൂല, ലംഘിക്കൂല. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് എന്ത് നിങ്ങൾ പറയും, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. 100 കൊടുത്താൽ 1000 കിട്ടും, ഉറപ്പാണ്, സംശയിക്കണ്ട. നിങ്ങളെ യഖീനനുസരിച്ച് ബേമ്പേ കിട്ടും. ചിലപ്പോ അന്ന് തന്നെ കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അതിനുവേണ്ടി സമ്പത്ത് ഒരുക്കൂട്ടണം. ഒരു കൊടുക്കന്നെ റമദാനിൽ കൊടുക്കുക. എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, എല്ലാവർക്കും കൊടുക്കുക. കൊടുക്കില്ല. അപ്പൊ അതിനൊരു എമൗണ്ടൊക്കെ തീരുമാനിച്ചേക്കണം. ഇത്ര പൈസ എന്തായാലും കൊടുക്കണം. സക്കാത്തല്ല. വസൂൽ ചെയ്താൽ ഭയങ്കര വളവനാണ്. ഇപ്പൊക്കെ അങ്ങനെ തോന്നും. പിന്നെ അങ്ങനെ കീശയിൽ പൈസ ഉണ്ടാവും. അങ്ങനെ ഒക്കെ കൊടുക്കണോ, നീ ആവശ്യം വരൂല വെച്ചിട്ട് അടങ്ങനെ. അവിടെ ആദ്യം തീരുമാനം ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഒരു 2 ലക്ഷം രൂപ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊടുത്തോളല്ലോ. നമ്മളെന്നെ തീരുമാനിക്കാം. പെണ്ണുങ്ങളോടുകൂടി പറയണ്ട. മനസ്സിലായില്ലേ? കാരണം നമ്മളെക്കാളും അതിനോട് ഫിർസത്തുള്ള ആൾക്കാരാണ് ആര്? നമ്മളെ അതിന്റെ ആൾക്കാരാണ്. പിന്നെ നമ്മളെക്കാളും ഫിർസാണ് ആർക്ക്? ഇത്രയൊക്കെ കൊടുക്കണോ? ഇക്കോരി ഇത്രയൊക്കെ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം. ഒരു ചടപ്പിച്ച വർത്താനൊക്കെ പറഞ്ഞു. കൊടുക്കണ്ടെന്ന് പറയാത്ത എന്തെങ്കിലും വർത്താനുണ്ട് അറിയാം. അതുകൊണ്ട് ഐറ്റങ്ങളൊക്കെ അറിയാതെ കൊടുത്തിട്ട് ആ ആകൃതിയിൽ അങ്ങനെ നീച്ചി നീർന്ന് നടന്നു പോവാ. ശരിയല്ലേ? എല്ലാരും അല്ല. ചില പുരുഷന്മാർ പിസ്കന്മാരുണ്ട്, സ്ത്രീകൾ കണ്ടവൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും കൊടുക്കണം. ഇപ്പൊ തന്നെ തീരുമാനിക്കണം. മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, മിക്കവാറും ആൾക്കാർ നമ്മളെ വാപ്പയും ഉമ്മയും പലരും മരിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് മറമത്ത് ചെയ്യാൻ. ഓല് നമ്മളെ പോറ്റാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിരുന്നെന്ന് ഇപ്പെങ്കിലും നമുക്ക് മനസ്സിലാവും. അന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറമ്പ് അത് വിൽക്കാതെ, ഇത് വിൽക്കാതെ, അത് നോക്കാതെ, അതിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ പെരടിച്ചത്. സെന്റിന് 3 ലക്ഷമുള്ള പറമ്പ് 20 സെന്റൊക്കെ തന്നിട്ടുണ്ടാവും വാപ്പ. ഇത്രയായി കാര്യങ്ങള്. 60 ലക്ഷം രൂപ നമുക്ക് തന്നു വാപ്പ. നമ്മളറിയില്ല. അങ്ങനെ ഒരുപാട് പൈസ തന്നിട്ടുണ്ടാവും. കോടികളുടെ ആസ്തി വാപ്പ തന്നിട്ടുണ്ടാവും. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ അന്നൊക്കെ ഭയങ്കര പൈസ വാങ്ങി പഠിപ്പിച്ചതാണ്. നമ്മളെ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പണിയെടുത്തത്. അതൊക്കെ ഓൽക്ക് അടിച്ചുപൊളിയാക്കി ജീവിക്കായിരുന്നു. ഒരു പറമ്പൊക്കെ വിറ്റാൽ മതിയായിരുന്നു. അന്ന് വിൽക്കാതെ ഒരു കൊണ്ടുവരുന്നത് എന്റെ മക്കൾക്ക് പെരെടുക്കണം, എന്റെ മക്കൾ അന്തസ്സ് നിൽക്കണം, ഓർക്ക് അഡ്രസ് ഉണ്ടാവണം, ഒരു വഴിയാതാരാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. ആ സാധുക്കൾ ഇന്ന് ഖബറിലാണ്. ഓർക്ക് നിങ്ങൾ എന്താ കൊടുത്തത്? ഈ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും 3 സെന്റ് 5 സെന്റൊക്കെ പൈസ വാങ്ങിയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയും, ദുആ ചെയ്യണം കേട്ടോ, ഞാൻ കുറച്ച് സ്ഥലം അതിന് പൈസ കൊടുത്തിന് എന്നൊക്കെ പറയും. ഒക്കെ കൊടുത്ത് നമ്മൾ ഇത്ര സെന്റ് ഉണ്ടോ വെച്ചാൽ 3 സെന്റാണുള്ളത്. 2 ലക്ഷം റുപ്യാണ് ഇപ്പൊ ആകെ 3 ലക്ഷം റുപ്യ കൊടുത്തത്. പെണ്ണുങ്ങളെ ചെയിനൊക്കെ വിറ്റിന്. ഇനിയിപ്പോ ഒരു 3 ലക്ഷം കൂടി കൊടുക്കാണ്ട്. ഓൻ കഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങണത്. ഓന്റെ ആ 3 സെന്റൊക്കെ ഓനക്ക് വലുതാണ്. ഞമ്മക്ക് 20 സെന്റ് 1 ഏക്കറെ കിട്ടിയിട്ട് വലുതല്ലാത്ത എന്തുകൊണ്ടാരും വെറുതെ കിട്ടിയതാണ്. നമ്മളെ വാപ്പാരും നമ്മളെ വല്യാപ്പാരുണ്ടാക്കിയപ്പോ കിട്ടിണ്ടാവും. ഐറ്റങ്ങളൊക്കെ ഖബറിൽ കിടക്കുക. ഓൽക്കൊക്കെ നിങ്ങൾ എന്താ കൊടുത്തത്? എപ്പോഴെങ്കിലും ഒരു അൽഫാത്തിയ വിട്ടുണ്ടാവും. ഒരു മുടക്കൂല്ലല്ലേ? ഒരു മുടക്കില്ലാത്തതാണ്. ഒരു യാത്രയിൽ ഏതായാലും ഓതും നമ്മളെ വണ്ടി തട്ടാക്കാൻ, നമ്മളെ പ്രശ്നങ്ങളൊക്കെ. അതിന്റെ കൂട്ടത്തിൽ ആർക്കും അതിനൊരു വാപ്പക്ക് ഓരോ വെല്ലുമ്മക്ക് ഓരോ എല്ലാവർക്കും ഓടാട്ട് ഒരു മുടക്കില്ല. ചായയുടെ പൈസയും കൂടി മുടക്കില്ല. അത് വലിയ സംഭവം ചെറുക്കാണ്. ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഓതിനേക്കാളും ശ്രേഷ്ഠം. ഓതിന കാര്യത്തിൽ ഷാഫി റഹ്മത്തുള്ളാഹിക്ക് അഭിപ്രായത്തിലുണ്ട്. നമ്മളൊക്കെ ഷാഫികളാണല്ലോ. ഒരു ഇമാമിന് അഭിപ്രായത്തില്ലാത്തത് ഏതാ? സമ്പത്ത് ചെലവാക്കൽ. മരിച്ചവർക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കൽ ഒരു ഇമാമിന് അഭിപ്രായത്തില്ല. കാരണം അതിന് അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഒരുത്തിനും എന്താക്കൂല.
അതുകൊണ്ട് ഞങ്ങളോട് പറയണം, മരിച്ച വാപ്പക്ക് റമളാനിലെങ്കിൽ ഒരു തുക കൊടുക്കണം. ഒരിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപ വരെ മരുന്നിനും പല ആവശ്യത്തിന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലാവുമ്പോൾ എത്ര രൂപയാവും? 24,000 രൂപ ഉണ്ടാവും. ഉണ്ടാവില്ലേ? നിങ്ങളെന്താ ഒന്നും പറയാത്ത? ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ചേർന്നിരിക്കോ? നിങ്ങളുടെ ഇടയിലെ മറ്റേ ആൾ തരാട്ടുണ്ട്, ഇയാൾ പലതും പറയാം, ഒന്ന് നിൽക്കണ്ടോന്ന് അറിയില്ല. ഒന്നും ചേർന്നില്ല. മാഷാ അല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് നല്ല വിലയാണ്. നിങ്ങൾ കയറിന്നുള്ളൂ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നിങ്ങൾ അടുത്തിരുന്ന് കേട്ടൂല, ഇടയിലെ വിടവൊക്കെ വിട്ടിട്ട്. 24,000 രൂപ എന്തായാലും കൊടുക്കണം. അപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കൊടുക്കണ്ടേ? അതെങ്കിലും നിങ്ങൾ എടുത്തുവെച്ചിട്ട് ഒരു റമദാനൊക്കെ വരുമ്പം എന്തിനെങ്കിലും കൊടുക്കി ഐറ്റങ്ങളെ ഖബറിൽ കിട്ടട്ടെ. നമ്മൾ ഈ ഭൂമിയിലെ തൊൽപ്പുറത്ത് ജീവിച്ച ഐറ്റങ്ങൾക്ക് എന്താ കൊടുത്തത്? വേണോ വേണ്ട? നിങ്ങൾ പറയും വേണോ വേണ്ട? നിങ്ങളെന്താ ഒന്നും പറയത്തേ? വേണോ? അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ചില്ലേ? നമ്മളെ വാപ്പാരല്ലേ, നമ്മളമ്മമാരല്ലേ, നമ്മളെ വല്യമാരല്ലേ, നമ്മളെ വല്യാപ്പാരല്ലേ? ഓല് നയിച്ചുണ്ടാക്കിയതല്ലേ? നമ്മളെന്താ ഉണ്ടാക്കിയത്? അയച്ചങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറ്റും. നമ്മളെ പൈസ എവിടെയൊക്കെ ചെലവായിട്ട് മതിലിന് പെയിന്റ് അടിക്കാൻ 75,000 രൂപ, നമ്മളെ പോർച്ച് ഉണ്ടാക്കാൻ, നമ്മളെ ബാത്റൂം ഉണ്ടാക്കാൻ, അതിനൊന്നും നമ്മൾ പൈസ കൊടുക്കില്ല. നമ്മളെ വാപ്പക്ക് കൊടുക്കാൻ നേരമില്ലല്ലേ? നമ്മളെ ഉമ്മക്ക് കൊടുക്കാൻ നമ്മളെ പൈസ ഇല്ലല്ലേ? പിന്നെ എന്തിനാ ഭൂമിന്റെ തൊലിപ്പുറത്ത് മൂമിനാണെന്ന് പറഞ്ഞ് നടക്കണം നമ്മൾ? അവിടെ കൊടുത്ത ഓൾക്ക് മാത്രമല്ല കിട്ടുക, ആർക്കും കിട്ടും. പറയുവായി ഞമ്മക്കും കിട്ടും. വാപ്പക്ക് വേണ്ടി 50,000 കൊടുത്തു. അല്ലാഹു തആല അതിന്റെ കൂടി ആദ്യം നമ്മളല്ലേ അറിയില്ല, പിന്നെ വാപ്പക്ക് ചെയ്തു. അവിടെ നിങ്ങൾ ചെയ്യൂല ഇൻഷാ അല്ലാഹ്? ചെയ്യില്ലേ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് എനിക്കൊരു സുഖം കിട്ടിയില്ലല്ലോ. ചെയ്യില്ലേ? ചെയ്യണം. ഇതൊക്കെ ആഖിറത്തിൽ എത്തുമ്പോ നമുക്കറിയാം. ഒരാട് പോയതാണ് ഒരു പോക്ക്. ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കാനും കൂടി അവൾക്ക് ആരില്ലേനു. ഇങ്ങനെ എത്ര സത്യസന്ധമായി ഇങ്ങനെ നമ്മൾ പറയും കേൾക്കും ചെയ്യും പോലെ കേൾക്കാനും കൂടി ആ പാവം കാളില്ലേ. ഏതൊക്കെയോ അവസ്ഥയിൽ ആ പാവങ്ങൾ നയിച്ച് മരിച്ചു. മര്യാദയ്ക്ക് നമ്മൾ മന്തി തിന്ന കാര്യം, നമ്മൾ അൽഫാം തിന്ന കാര്യം തിന്നാലല്ലോ. ഒരു മീനും ഇറച്ചും ഒരുമിച്ച് തിന്നാൻ പറ്റില്ല, കോയും പോത്തും ഒരുമിച്ച് തിന്നാൻ പറ്റില്ല. അവർക്ക് ഉസൂല് പറഞ്ഞു. എനിക്ക് തോന്നുന്നു, എനിക്ക് എന്റെ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അത് കിട്ടൂല. അപ്പൊ പിന്നെ അതിലൊരു ഒപ്പിക്കല്, ഏതെങ്കിലും ഒന്നൊക്കെ മതി എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയാണ് ബാക്കിയുള്ളവനെ. അങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് നോക്കിയവർ പോലിന്ന് ഖബറിൽ ഇങ്ങനെ കിടക്കാൻ വിജനമായി. എന്തെങ്കിലുമൊക്കെ കൊടുക്കില്ല അവർക്ക് വേണ്ടി, മസ്ജിദിന്, മദ്രസകൾക്ക്, നന്മക്ക് കൊടുക്കി. നമുക്കും കിട്ടും അല്ലാഹു കൂലി ഒരു ഉറപ്പായിട്ട് തരും. നമ്മളൊരു 100 രൂപ എടുത്തിട്ട് അവിടെ നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഓന്റെ കൊടുത്തിട്ട് അവന് കൊടുത്താളാന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയിലാണുള്ളത്, റോഡിന്റെ സൈഡിൽ ഒരാളുണ്ട്, പാവപ്പെട്ട ആള്, ഇവന്റെ കൊടുത്തേക്ക് പൈസ ഓനക്ക് കൊടുത്താളാണ്. ആ കൊണ്ടേ കൊടുക്കണമല്ലേ? ഓനക്ക് 100 രൂപ കൊടുത്തതിന്റെ കൂടി അള്ളാഹു കൊടുക്കും. ഓനൊന്നും അറിയില്ല, ഓനോട് കൊടുത്തിട്ടേ ഉള്ളൂ. ഓൻക്കരെ കൊടുക്കല്ലോ, അടിമക്ക് വരെ കൊടുക്കും. യജമാനൻ പറഞ്ഞിട്ട് കൊണ്ടേ കൊടുത്ത ആൾക്ക് ഇത്ര ഔദാര്യവനാണല്ലോ. നമ്മളെ വാപ്പക്കും മക്കും വല്യാപ്പക്കും കൊടുക്കാതെ എവിടുക്കത് ഉണ്ടാക്കണേ? അതുകൊണ്ട് ചെലവാക്കും ഇൻഷാ അല്ലാഹ്. വാപ്പനെ പറഞ്ഞാൽ നമ്മൾ കാര്യം, ഉമ്മനെ പറഞ്ഞാൽ നമ്മൾ കാര്യം, വല്യാപ്പനെ പറഞ്ഞാൽ നമ്മൾ കാര്യം. കായ്മൽ കളിക്കണ്ടെന്ന് അങ്ങനെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ സ്ഥലം വാങ്ങേണ്ടി വന്നാൽ എന്തെങ്കിലും അവസ്ഥ? കൊടുക്കണം. മറ്റൊരു കാര്യം തന്നെ, നമ്മളെ കൂടെ നമ്മളെ ഭാര്യമാരുണ്ട്. ഇപ്പൊ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാവും, ഇത് അമ്മി ബാബി ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ഓർക്ക് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കി. ഉമ്മാക്ക് പൈസ, ഉമ്മാക്ക് എന്തിനാ പൈസ? മരുന്ന് ഞാൻ വാങ്ങി കൊടുക്കില്ലേ, മറ്റേ ഞാൻ വാങ്ങി കൊടുക്കില്ലേ, തുണിപ്പ ഞാൻ വാങ്ങി കൊടുക്കില്ല, ഉമ്മത്തിന് പിന്നെ പൈസ. എല്ലാവർക്കും അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലേ? ഉമ്മാരുടെ അടുത്തൊക്കെ ഓരോ ആൾക്കാർ വരുന്നുണ്ടാവും, ഓൽക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടാവും. ചിലപ്പോ ഉമ്മന്റെ പെമ്മക്കൾ വരും, ഓരോരോ കഷ്ടപ്പാടൊക്കെ ആരോട് പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടാവും. ഓർക്ക് ഇനി ബാഗ് വാങ്ങണോ, ഇത് വാങ്ങണോ, അത് വാങ്ങണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പാവം ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാവും. ഉമ്മ നമ്മളോട് പറയാത്തതിന്റെ കാരണം നമ്മളതിനേക്കാളും വലിയ കഷ്ടപ്പാട് ഓളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഓനുണ്ടല്ലോ പെണ്ണും കുട്ടികളൊക്കെ ഇനിയിപ്പോ എങ്ങനെ ഓനോട് ചോദിച്ചാന്നൊക്കെ. എന്തെങ്കിലും ഒരു 10, 200, 300, 500 ഉമ്മാന്റെ കയ്യിൽ എല്ലാ മാസം കൊടുക്കുന്ന ശീലം എന്താ? മക്കളെ തുടങ്ങിക്കൊള്ളി, അതേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഒന്നും ഉണ്ടാവൂല. ആർക്ക് വേണമെങ്കിൽ കൊടുത്തടപ്പ്. നമ്മൾക്ക് ചില പറയാൻ തരാം, നമുക്ക് കൊടുത്താൽ മറ്റൊക്കെ കൊടുക്കല് പെങ്ങക്ക്, ഓ കൊടുക്കാനത്തിന് വെറുതെ എന്നൊക്കെ പറയും. ഓലെ കിട്ടണക്കിനുണ്ട്. ആ കെട്ടോ എന്തേ ആയിക്കോട്ടെ, നമ്മളമ്മക്ക് അത് കൊടുക്കുമ്പോൾ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊടുത്തോട്ടെ.
ഉമ്മാർക്ക് കൊടുക്കണം. അതേപോലെ നമ്മളെ കൂടെയുള്ള ആളാണ് നമ്മളെ ഭാര്യ. ഇപ്പൊ റമദാനൊക്കെ ആയാലും അധിക സ്ത്രീകളോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ആ നനച്ചുളി ഇല്ലാഞ്ഞാല് പറയുവായി അത് താവയ്യായിട്ട് വരുന്ന എന്താണ് ഒരു സാധനമാണ്. പാത്രം കഴുകുക, ചേനല് തുടക്കുക, വാതിൽ കട്ടില്. പഴയ കാലത്തൊക്കെ പാറവത്തിന്റെ ഇല എന്ന് പറഞ്ഞ ഇലക്കെ ഉണ്ടായി. ഇപ്പൊ അതൊന്നുമില്ല, അതൊന്നും വരുതാനും പറ്റില്ല. അന്ന് പാറവത്തിന്റെ ഇല കണ്ടിട്ട് വരുതല്, കട്ടിൽ വരുതല്, മറ്റത് വരുതല്, അങ്ങനെ പല പരിപാടി ഉണ്ടായി. ഇപ്പൊ അതൊന്നും ഏതായാലും എന്തായാലും തുടക്കൽ പരിപാടിയൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അതിന്റെ ഒരു വേർഷം മാറിയിട്ടുണ്ടെങ്കിൽ സാധനം തീയുണ്ട് നടക്കണ്ടേ. അപ്പൊ ചില സ്ത്രീകൾ മിക്കവാറും എന്ത് ചെയ്യണം, നമുക്ക് ഇയാളെ വരെ വിളിക്കാന്നൊക്കെ പറയും. ചിലപ്പോൾ അതിനൊക്കെ പോണ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീകളുണ്ടാവും. ഓലെ വിളിച്ചാൽ ഒരു ദിവസം വിളിച്ചാൽ ഓലും കൂടിത്തരും. എന്നോട് ഒറ്റക്കാവൂല, ഞാൻ ഓലെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും എന്നാ വിളിച്ചോന്നൊക്കെ പറയും. വിളിച്ചു പോയി വന്ന് പണയൊക്കെ എടുത്താൽ ചിലപ്പോൾ ഒരു 500 രൂപ പണയൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ടാകുക. എന്നാലും പറയും എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ വേറെ 1000 കൊടുക്കുക. ഒരു പാവല്ല, റമദാൻ മാസമൊക്കെ അല്ലേ എന്നാലും നമ്മളൊരു 1000 കൊടുക്കും. ആർക്ക് പോയി ആ ഹെൽപ്പ് ചെയ്യാൻ വന്നാ സ്ത്രീക്ക് കൊടുക്കൂലേ? കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വർഷം മുഴുവൻ പണിയെടുക്കുന്ന ആളാണ് ആര്? നമ്മളെ പേരെന്നും തുടക്കുന്നുണ്ട്, നമ്മളെ പേര അതൊക്കെ ചെയ്യുന്ന ആളാണ്. ഓൾക്ക് നമ്മളെന്താ കൊടുത്ത ഒരു കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരു തുണി വാങ്ങിയെടുത്തിന്. പിന്നെ നമുക്ക് ചോറുണ്ടാക്കിയെന്ന് ദുനിയാവില് ഹോട്ടൽ പണിക്കാരന് ചോറ് എനിക്ക് തരും എന്നിട്ട് അവന്റെ ശമ്പളം കുറക്കില്ല. ഉണ്ടോ വൈ? നിങ്ങൾ പറയും എനിക്ക് ചോറ് എന്തെന്ന് അറിയില്ലല്ലോ. ഹോട്ടൽ പണിക്കാരനുള്ളതാണ് എന്ത് വൈ? ചോറിനുള്ള കല്യാണത്തിന് ബിരിയാണിയൊക്കെ വന്നാൽ പറയാൻ തിന്നില്ല, ഞാൻ കൊണ്ടുപോകണം, അതൊന്നും പറ്റില്ല പറയോ? അതൊന്നും പറയില്ല, അതിനുള്ളിലേക്ക് അറിയും. കാരണം അയാൾ വെച്ചുണ്ടാക്കിയല്ലേ. അപ്പൊ തിന്നാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ്. എന്താ പിന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, മിക്കവാറും ഇങ്ങോട്ട് വാങ്ങിയിട്ടേക്കുണ്ടാവുക. ഒരു വരുമ്പോ അത്യാവശ്യം പണ്ടൊക്കെ കൊണ്ടുവന്നുണ്ടാവും. അതൊക്കെ ദാംതുമാക്കിണ്ടാവും. അത് ഇസ്കടിച്ച് സോപ്പടിച്ച് കച്ചവടം അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങിയ ഇപ്പൊ തുമ്പ് പാലില്ലാതെ കുറെ എണ്ണപ്പോ പെട്ടെടുക്കാൻ. ഏത് 60,000 രൂപയൊക്കെ ആയിട്ട് ചില പെണ്ണുങ്ങളൊക്കെ ഇടക്കാർക്ക് ചോദിച്ചു ഇല്ല ഇങ്ങോട്ട് വത്തേരിന്ന് പറയും. അപ്പൊ തന്നെ പിന്നെ ആലോചിക്കും, അടങ്ങി നിൽക്കുവാണ്. കാരണം എന്താ പറഞ്ഞാൽ പോളോട് ചോദിച്ചു ചിലക്ക ഉത്തെന്ന് പറഞ്ഞാൽ കുടുങ്ങും. മനസ്സിലായില്ലേ? എന്താ കുടുങ്ങാൻ കാരണം ഇത് കൊടുത്തു തീർക്കാനാവില്ല. ബനു തറവാടും വിറ്റാൽ ചിലപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് അടങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായേ? പെണ്ണുങ്ങൾ അടക്കം ഞെട്ടിക്കും. പിന്നെ ഞാൻ പോയിക്കോളാം, എനിക്ക് തരാനുള്ളതൊക്കെ തന്നാലേ. അതിൽ കുടുങ്ങിയെടുക്കണ കുറെ എണ്ണം ഉണ്ടാവും. ആദ്യം തന്നെ വാങ്ങാൻ നിൽക്കണ്ടില്ലേ, ആദ്യം തന്നെ എടുക്കാൻ നിൽക്കണം. ഇനി കെട്ടാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടായില്ല മക്കളെ ദയവ് ചെയ്തിട്ട് അയലക്കത്തെ പാത്തുമാത്തനോട് വാങ്ങിയാലും അവനാൻ്റോടുള്ളതിനോട് അത് വാങ്ങാൻ നിൽക്കണ്ട. വെറുതെ പെടും. അയലക്കത്തെല്ലാം കൊടുത്താൽ തീരും. ഇത് കൊടുത്താലും എന്ത് തീരൂല. അവിടെ ഈ പെണ്ണുങ്ങൾക്ക് എന്താ കൊടുക്കലോ? ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് ഞങ്ങളോട് പറയുകയാണെങ്കിൽ റമദാൻ വരുമ്പോൾ ഓൾക്ക് എന്തെങ്കിലും ഒരു തുക കൊടുക്കി, ഒരു 10,000 രൂപ, 20,000. നിങ്ങളെന്താ സാമ്പത്തിക അവസ്ഥ? 5,000 രൂപ കുഴപ്പമില്ല, 2,000 രൂപ കുഴപ്പമില്ല, എന്താണ് നിങ്ങളുള്ളത് അത് കൊടുക്കുക. എന്നിട്ട് ഓളോട് പറയാം ഇതിന്റെ ഉള്ളി, തക്കാളി, മാക്സി, അല്ലെങ്കിൽ അത് ഇത് കുട്ടികൾക്ക് ഫ്രോക്ക്, ഷൂസ് ഒന്നും വാങ്ങണ്ട. ഇതാ നിനക്ക് ആഹാരത്തിന് വേണ്ടി ഈ ചെലവാക്കില്ല. ഓല് പഠിക്കൊന്നും പോയില്ലല്ലോ, ഓൽക്കും സമ്പത്ത് ചെലവാക്കണ്ടേ? എന്താ പറ്റുമോ? ഓളൊന്നും പറയില്ലല്ലോ. കൊടുക്കൂലേ? കൊടുക്കണോ വേണ്ട? ആദ്യം വേണ്ടേ? മുണ്ടില്ലെങ്കിൽ കൊടുക്കണം. മനസ്സിലായില്ലേ? വലിയ സമ്പത്തിന്റെ സെറ്റപ്പ് വാടക വാങ്ങാനുള്ള പെണ്ണുങ്ങൾ ഓൽക്കൊന്നും വേണ്ട. പോലെ പൈസ ഉണ്ടാവും. പൈസ ഇല്ലാത്ത പാവം സ്ത്രീകളുണ്ടാവും. ഓൽക്കൊരു 100ന്റെ നോട്ട് കാണണമെങ്കിൽ ആരെന്നെ കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓൽക്കും കൊടുക്കും. നമ്മൾ വേറെ എവിടെക്കോ കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഓളെ ഏട്ടത്തിണ്ടാവും, ഓളെ അഞ്ചത്തിണ്ടാവും, ഓളെ ഏട്ടത്തിന്റെ മക്കളുണ്ടാവും, ഓളെ ആങ്ങളുണ്ടാവും, ആങ്ങളുടെ ഭാര്യ ഉണ്ടാവും, ആങ്ങളുടെ മക്കളുണ്ടാവും, ഓളെ ഇളയമുണ്ടാവും, ഓളെ മൂത്തമുണ്ടാവും, ഓളെ അമ്മി വാപ്പൊക്കെ മരിച്ചിട്ടുണ്ടാവും, ഓളമ്മന്റെ അഞ്ചത്തിണ്ടാവും, കഷ്ടപ്പെട്ടിട്ടേക്കുണ്ടാകുക. ഓളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നു. ഒന്നുമില്ലല്ലോ. പിന്നെ ഭർത്താവിനോട് ചോദിച്ചു വാങ്ങി കൊടുക്കാനൊന്നും അധിക പെണ്ണുങ്ങൾ എന്ത് ചെയ്യൂല. ബുദ്ധിയും ബോധമുള്ള പെണ്ണുങ്ങളായി നിൽക്കൂല. കാരണം ഓളെ പേരേക്ക് ചോദിച്ചു വാങ്ങി കൊടുത്തതിന് അതിന്റെ കണക്കൊക്കെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ചങ്ങായി എടുത്തു വെക്കും എന്നുള്ളത് ആർക്കറിയാം? ബുദ്ധിയുള്ള പെണ്ണുങ്ങൾക്കറിയാം. ബുദ്ധിയില്ലാത്ത നിങ്ങൾ പിന്നെ അവ ചോദിച്ചു വാങ്ങി കൊടുത്തിട്ട് പിന്നെ അതിന്റെ വകുപ്പ് വേറെ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും. അവിടെ അധിക സ്ത്രീകൾ വാങ്ങൂല. അതുകൊണ്ട് നമ്മൾ കൊടുക്കും. നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുക്കണം. ഒരു ചെലവാക്കണം. ഈ കാര്യമൊക്കെ നിങ്ങൾ ചെയ്യോ?
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, റമദാന്റെ ഇതിപ്പോഴും പറ്റുന്നതാണ്, ഞാൻ വീണ്ടും പറയാണ്, റമദാനിൽ അള്ളാഹ് ഭയങ്കര ഓഫർ ഇടുന്നതാണ്. ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. അതുകൊണ്ട് ഒരു സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ജമാഅത്ത് നിസ്കാരം എന്നല്ല ഞാൻ പറഞ്ഞോ, മുമ്പുള്ള ഒരു സുന്നത്ത് ഒഴിവാക്കരുത്. ജമാഅത്ത് നിസ്കാരം 3 കാരണത്താൽ ഒഴിവാക്കരുത്. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാൽ, എന്ത് വില കൊടുക്കേണ്ടി വന്നാൽ, ബസ് ഇറങ്ങിക്കാരൻ്റെ കോഴിക്കോട്ട് പോകാനാണ്, കൊണ്ടോട്ടി ഇറങ്ങി നിസ്കരിച്ച് ഓട്ടോ ചോദിച്ചു പോയാലും കുഴപ്പമില്ല, എന്നാലും ലാഭമാണ്. എന്ത് ആ ജമാഅത്ത് നിസ്കാരത്തിന്റെ അവിടേക്ക് എത്തൂല. അതുകൊണ്ട് ഒരു കാരണവശാലും ജമാഅത്ത് നിസ്കാരം കളയരുത്, മുമ്പും മുമ്പുള്ള സുന്നത്തുകൾ കളയരുത്, തഹജ്ജുദ് കളയരുത്. ശൈത്താൻ പറയും റമദാൻ മാത്രം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ചെയ്യാക്കാനുള്ളതിന് എല്ലാ ഹദീസും അറിയാം, ചെയ്യാനുള്ളതിന്റെ ഒരു ഹദീസും നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അതിനങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വാദിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ വരണം. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. മനസ്സിലായില്ലേ? ചിലർ ഞെട്ടിച്ചോളൂ, ചെയ്യണം, എന്തും ചെയ്യണം. അള്ളാഹ്ക്ക് അങ്ങനെ ഭയങ്കര ഇടങ്ങാറല്ലേ, ഒരു 2 റക്അത്ത് മലക്കൾ ചൂടാകാം, അമുക്കജി 2 റക്അത്ത് നിസ്കരിച്ച് ഞങ്ങൾ കുടുങ്ങി ചെയ്തെത്ത കാട്ടല്ലേ, അന്നൊന്നും ചോദിക്കൂല വഴി. തിന്മ ഇതാൻ പോലെ ഏൽപ്പിച്ചു, നന്മ ഇതാൻ പോലെ ഏൽപ്പിച്ചു, ആ കാടത്യാഗം നമുക്ക് കാണാം. അതുകൊണ്ട് എന്താ താഴ്ത്തതിന്റെ എളുപ്പം കാര്യങ്ങൾക്ക് അത്തായത്തിന് എന്തായാലും എഴുന്നേക്കണം. ഓണം വേണ്ടേ? അത്തായം കൈക്കൽ സുന്നത്താണ് കേട്ടോ, സുന്നത്തായ ഒരു അമലാണ്. ഫർളിന്റെ കൂലിറ്റും നമ്മൾ നോമ്പിന് വേണ്ടി അത്തായം കഴിച്ചാൽ ഫർളിന്റെ കൂലിറ്റും അങ്ങനത്തെ സുന്നത്താണ്. അത്തായത്തിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹർ അത്തായത്തിൽ ബർക്കത്തുണ്ട്. നിബിധങ്ങൾ ആരെങ്കിലും അത്തായത്തിന് വിളിക്കണമെങ്കിൽ അത്തായത്തിന് വാ നല്ല വിളിക്കല്, ബർക്കത്തിന്റെ ആഹാരം കഴിക്കാൻ പോകുന്ന. അതുകൊണ്ട് ബർക്കത്ത് കാണാൻ അവിടെയും ഇവിടെയൊന്നും പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ബർക്കത്ത് ഉള്ളോടത്ത് പറഞ്ഞിട്ടോ അയാളെ വയസ്സിലൂടെ ബർക്കത്ത് ഇട്ട് പറഞ്ഞിട്ട് അങ്ങനെ അയാളെ വയസ്സിലെടുക്കാം, അയാളാ തന്നെ അട്ട പകലേക്ക്. അതുകൊണ്ട് ബർക്കത്ത് ഉള്ളോടത്ത് നിൽക്കി. അതുകൊണ്ട് അത്തായം കഴിക്കും. അപ്പൊ അത്തായത്തിന് എന്തായാലും എഴുന്നേക്കണം. ഇത് നമ്മൾ ദൃഢം ചെയ്യാം. റമദാൻ ഒരു തഹജ്ജുദ് ഞാൻ ഒഴിവാക്കൂല. അതോട് ശീലായ അല്ലാത്തപ്പോഴും പിന്നെ എന്തായിക്കോളും, ശീലായിക്കോളും. അത് ഇപ്പം തന്നെ തീരുമാനിക്കാം. അത്തായം കഴിച്ചില്ല, ഒരു വെള്ളം കുടിച്ചാൽ മതി, അത്തായത്തിന് വേഗം നിസ്കരിക്കാം. ചെയ്യും. ഒരു സുന്നത്തായ നിസ്കാരങ്ങൾ ഒഴിവാക്കുക. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ സമയം പള്ളികളിൽ മാഷാ അല്ലാഹ് ദുഹൂറിന് ശേഷം ഇവിടെ ഉണ്ടാവില്ലേ, ഉണ്ടാവില്ലേ? ഇവിടെ ദുഹൂറിന് ശേഷം ഉണ്ടാവും. അതൊക്കെ ദീനിന്റെ കാര്യങ്ങൾ കേൾക്കി ഇരുന്നു കൊടുക്കും. ആ പട്ടിനൊക്കെ കറങ്ങി ഇരിക്കുമ്പോൾ അല്ലാഹു തആല ഹൃദയത്തേക്ക് ഇറക്കി തരുന്നല്ലേ. അപ്പൊ അല്ലാഹു തആല നമുക്ക് അമലിന് തൗഫീഖ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്യൂല ഇൻഷാ അല്ലാഹ്. മടുത്തോ? നോമ്പ് ഒറ്റല്ല മരുന്നുകളെ കണ്ടിട്ട് ചെയ്യൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹ് നമ്മളെല്ലാവരും കബൂലാക്കട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മനസ്സിലായില്ല? എല്ലാവർക്കും വിട്ടുകൊടുത്തു കൊടുക്കണം. മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, കുറെ പറയാൻ നിങ്ങളോട് പറഞ്ഞ് നിർത്തുകയാണ് ഞാൻ. തമ്മിൽ പിണങ്ങിക്കഴിയുന്ന ആൾക്കാർ, തെറ്റിക്കഴിയുന്ന ആൾക്കാർ, അവർ എന്തായാലും റമദാനിന് മുമ്പ് നന്നാവണം. അല്ലെങ്കിൽ ഓരോ ഫയലൊന്നും കേറൂല. പരസ്പരം വൈരാഗ്യത്തിൽ കഴിയുന്ന ആൾക്കാരുടെ ഫയല് തലന്റെ മുകളിൽ കയറില്ല. അവന്റെ നിസ്കാരം കയറില്ല, അവന്റെ നോമ്പ് കയറില്ല, അവന്റെ സദക്ക കയറില്ല. അങ്ങനെ അവിടെ ചെയ്യുന്നുണ്ടാവും. അക്കടെ അട്ടിക്കുണ്ടാവും. സ്റ്റാമ്പ് ഒട്ടിക്കാതെ അയച്ച കത്തുമായിരുന്നു ഒക്കെ അട കിടക്കണ്ടാവും. അതുകൊണ്ട് ഹൃദയത്തിനെ സാഫാക്കി വൈരാഗ്യം, വെറുപ്പ്, പക ആക്കണ്ടെങ്കിൽ പോയി മാപ്പ് വെച്ചേക്കും. കുടുംബബന്ധം മുറിച്ചവന്റെ ദുആ, കുടുംബബന്ധം മുറിക്കാതെ അല്ലാഹുവിന്റെ ശാപം കിട്ടാനുള്ള മാർഗം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂലേ? കുടുംബബന്ധം മുറിക്കരുത്, ചേർക്കാം. ഹലാലായ സമ്പാദ്യത്തിന് എപ്പോഴും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയില്ല നമ്മൾ സമ്പാദിക്കുന്ന ഹലാലാണോ ഹറാമാണോ എപ്പോഴും അറിയില്ല. കാരണം ഹറാമും ഹലാലൊക്കെ ഇങ്ങനെ വേട കലർന്ന് കൂടി കലർന്ന് നിൽക്കുകയാണ്. അപ്പൊ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കണം, പഠിച്ചാണ് ഹലാല് തരണേ, ഹലാല് തരണേ, ഹറാമെന്ന് കാക്കണേന്ന് ചോദിക്കണം. അപ്പൊ അല്ലാഹു തആല അവന്റെ കുദറത്തുകൊണ്ട് നമ്മൾ ഒഴിവാക്കി തരും. നമ്മൾ നല്ല ആഗ്രഹത്തോടെയാണ് ചോദിക്കണമെങ്കിൽ അവന് ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹ് നമുക്ക് അമൽ ചെയ്യാൻ തോന്നിയാട്ടെ. അവസാനത്തെ 10 ഇത്തികാഫ് ഇരിക്കണം.
ഇഅ്തികാഫ് വളരെ പ്രധാനപ്പെട്ട നബിതങ്ങൾ ശാസനകൾ മുടങ്ങാതെ ചെയ്തൊരു അമലാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലിന്റെ നബിതങ്ങൾ ശാസനങ്ങൾ അത് ചെയ്തേനെ. അതുകൊണ്ട് അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കണം. ഞാൻ അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ അവന്റെ ഈ നരകത്തിന്റെ ഇടയിൽ 3 ഖന്തക്കുകൾ വിദൂരണ്ടെന്നുണ്ടാവുന്നു പറഞ്ഞു. 3 ഖന്തക്ക്, 3 കിടങ്ങുകൾ. ഒരു കിടങ്ങിന്റെ ഇടയിലെ വീതി എത്ര ഉണ്ടാവും നരകക്ക്? മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിന്റെ അത്ര വീതിയുള്ള ഒരു കിടങ്ങ്. അങ്ങനത്തെ 3 കിടങ്ങുണ്ടാവും ഒരു ദിവസത്തെ ഇഅ്തികാഫ്. അവൻ 10 ദിവസം ഇരുന്നാലോ നരകത്തിൽ നിന്ന് നമ്മളെ ദൂരാക്കും. ഒരുപാട് ഖൈർ തരും. ലൈലത്തുൽ ഖദ്ർ അതിലാണ്, അവസാനത്തെ 10ലാണ്. അത് കിട്ടിയാൽ 83 വർഷം 4 മാസം അമൽ ചെയ്ത കൂലി ഉണ്ടാവും ഒറ്റ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ. നമുക്ക് 80 വയസ്സ് 83 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എത്രയുണ്ട്? അതുകൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമ്മൾ ഒഴിവാക്കില്ല. എന്തായാലും ഈ പ്രാവശ്യം ഇഅ്തികാഫ് ഇരിക്കണം എന്ന് നമ്മളെ ദൃഢനിശ്ചയം ചെയ്യാം. ഭാര്യമാരും മക്കളൊക്കെ അതിന് തെർത്തീബുണ്ടാക്കാം. ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇപ്പം തന്നെ പണിയെടുക്കുകയാണെങ്കിൽ അപ്പം നടക്കും. അല്ലാണ്ട് അവസാനത്തെ 10 എത്തുമ്പത്തിനും അവിടുതായി മോള് കട കുട്ടികളവിടെ ഓല് കട എന്നൊക്കെ പറഞ്ഞാൽ കാലാകാലം ഈ കുട്ടികളും ചട്ടികളായിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും. അവസാനം മരിച്ചു കഴിഞ്ഞാൽ കവറിലവിടെ വെക്കുകയും ചെയ്യും. പിന്നെ കുട്ടികളും ഉണ്ടാവില്ല, ചട്ടികളും ഉണ്ടാവില്ല, നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ബോധ്യപ്പെടും. അപ്പൊ പിന്നെ രണ്ടാമതൊന്നും ഇഅ്തികാഫ് ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇഅ്തികാഫ് ഇരിക്കാൻ എല്ലാവരും നിയ്യത്ത് ചെയ്യലും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് മനസ്സിലാക്കി മാഷാഅല്ലാഹ്. ഈ കാര്യം നമ്മളെ വീട്ടിൽ പറയണം. നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഭാര്യനോട് മുദാക്കറ ചെയ്യണം, ഓരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ കാര്യങ്ങൾ നമ്മളെ കൂട്ടുകാരോട് പറയണം. പല കൂട്ടുകാരുണ്ടോ, പാവങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഉറക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ സജീവമായിട്ടുണ്ടാവും. അതുകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഓരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. പറയണം, നാവുകൊണ്ട് പറയണം. ഇത് വിടലല്ല, ഏത് വാട്സപ്പ് ഇടല്ലോ. വാട്സപ്പ് ഇങ്ങനെ കേൾക്കുമ്പോൾ മതി തന്നെയോളോ. അപ്പൊ കുറച്ച് നിങ്ങൾ ഇത്ര മണിക്കൂർ നിങ്ങൾ പറയണ്ട. 1-2-3 പോയിന്റാക്കി ഇങ്ങനെ പറഞ്ഞെടുത്താൽ മതി. നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ കുറച്ച് പൈസ കൊടുത്തു, അതിന് കൂലി നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ ഇഅ്തികാഫ് വരുന്നു, അതിന് കൂലി നമുക്ക് കിട്ടും. ഭയങ്കര ലാഭമുള്ള കച്ചവടമായി. പറമ്പച്ചോടൊന്നും എവിടെ എത്തൂല. ഇത് അമ്മയൊരു കച്ചവടം. ബ്രോക്കറേജ് ഒക്കെ 2 ശതമാനം 2.5 ശതമാനമൊക്കെ. ഇതെത്രയാണ്? ഇത് ഫുൾ ശതമാനമാണ്. നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ 1000 രൂപ കൊടുത്തണെങ്കിൽ 1000ന്റെ കൂലി അമ്മക്ക് തന്നെ അല്ലാതെ തരും. ഓനക്കും കൊടുക്കും, ഓന്റെ ഒന്നും കുറക്കൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. നിങ്ങൾ ചെയ്യോ? ഇപ്പൊ പാകളുടെ കൂട്ടുകാരോട് ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ പറയണം. ഇത് വിട്ടുകൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഏത് ഇതിന്റെ പീസാക്കി ഇങ്ങനെ ഇട്ടുകൊടുക്കുക, അത് ഭയങ്കര എന്തോ സംഭവം വിചാരിച്ചിരിക്കുക. ആകെ ആൾക്കാർ തിരക്കിങ്ങനെ അയാളോട് പറയൽ അങ്ങനെയല്ല. ആണോ? ഇപ്പൊ ഇവിടെ എന്റെ ഓഡിയോ ഇവിടെ വെച്ചിട്ട് എന്താ നിങ്ങളോട് ഇരിക്കോ? നിങ്ങൾ ഇരിക്കോ? നിങ്ങളൊക്കെ ഡീച്ചു ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു ഓഡിയോ എങ്ങനെ ഇതിന് വെച്ചു കൊടുത്താല് ഞങ്ങൾ പോകും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയുന്നോണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഇതേമാതിരി നമ്മളിങ്ങനെ പറയുമ്പോൾ കേറും. നമ്മളെ കൈ കാണും, നമ്മളെ മുഖം കാണും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പറയോ? ഭയങ്കര ലാഭം ഉണ്ടാക്കാവും. ഭയങ്കര ലാഭമാണ്. ചെയ്യലങ്ങള് ചില കുമിട്ട് ബുദ്ധിയുള്ള ആളുണ്ടാവും. ഇയാൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടല്ലോ എന്ന് കരുതിട്ട് ചെയ്യാക്കുന്ന ആൾക്കാർ വെറുതെ വേണ്ട. ഇത് വെറുതെ നിൽക്കണ്ട. ഇങ്ങക്കോ ഇതിലെ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഏത് ഞാൻ എന്തായാലും ചെയ്യില്ല, അയാൾക്ക് വെറുതെ തന്നെ കൊടുക്കുന്ന ആടാ. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്തോണ്ട് നിങ്ങളെല്ലാരോടും പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞതിന്റെ കൂലി ആർക്ക് കിട്ടും? പോയി ആ മണിച്ചെയിൻ, ഇത് മറ്റേ പറ്റിക്കൽ ചെയിനല്ലത്. ഏത് ഇതിങ്ങനെ ഇങ്ങനെ കൊല കമ്പിക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ കേട്ടോ വേറെ ആരോട് പറഞ്ഞ അതിനും നിങ്ങൾക്ക് കിട്ടല്ലോ. നമുക്ക് കിട്ടുന്ന നിങ്ങൾ നോക്കണ്ട. മനസ്സിലായി? ചില ആൾക്കാർ വലിയ ഉളവന്മാരുണ്ടാവും. അവിടെ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും പറയണം. നന്മയിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടുക, നന്മ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അത് എന്താണ് പറഞ്ഞാൽ നമുക്ക് നന്മയിൽ നിലനിൽക്കാൻ അല്ലാഹ് തൗഫീഖ്, നമുക്ക് അല്ലാഹ് നന്മയിൽ നിലനിൽക്കാൻ തൗഫീഖ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരോട് പറയുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹ് ചെയ്യില്ല ഇൻഷാ അല്ലാഹ്.